നമസ്കാരം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മലപ്പുറം ജില്ലാ കമ്മിറ്റിയും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഓൺലൈൻ പോർട്ടലായ ലൂക്കയും മലപ്പുറം ഗവൺമെൻറ് കോളേജും ചേർന്ന് സംഘടിപ്പിക്കുന്ന മലപ്പുറം സയൻസ് ഫെസ്റ്റിവലിൻ്റെ 2ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 3 സെഷനുകളാണുള്ളത്. അതിൽ ആദ്യത്തെ സെഷൻ ക്വാണ്ടം ഭൗതികത്തിൻ്റെ നൂറ്റാണ്ട് എന്നതാണ്. ഈ സെഷനിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റുകളെ പരിചയപ്പെടുത്തുന്നു. ഡോക്ടർ അനിൽ ഷാജി, തിരുവനന്തപുരം ഐസറിൽ സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞൻ. പ്രൊഫസർ ECG സുദർശൻ അടക്കമുള്ള പ്രഗത്ഭരുടെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. രാമാനുജൻ ഫെലോഷിപ്പ് അടക്കമുള്ള നിരവധി ബഹുമതികൾ നേടിയിട്ടുണ്ട്. ഡോക്ടർ ജിൻ ജോസ്, ബ്രിട്ടനിലെ ലീഡ്സ് യൂണിവേഴ്സിറ്റിയിൽ ഫോട്ടോണിക്സ് ഗവേഷകനും സസ്റ്റൈനബിൾ മെറ്റീരിയൽസ് ഗവേഷണ വിഭാഗത്തിൻ്റെ തലവനുമായി പ്രവർത്തിക്കുന്നു. സെബാസ്റ്റ്യൻ കൂത്തോട്ടിൽ, മണ്ണാർക്കാട് MES കോളേജിൽ ഫിസിക്സ് അധ്യാപകനും ഗവേഷകനും ആണ്. മലയാളത്തിലെ പുതിയ ശാസ്ത്രമെഴുത്തുകാരിലും പ്രഭാഷകരിലും ശ്രദ്ധേയൻ. ഡാലി ഡേവിസ്, മുംബൈയിലെ സോമയ്യ വിദ്യാവിഹാർ യൂണിവേഴ്സിറ്റിയിലെ പോളിമർ സയൻസ് വിഭാഗത്തിൽ അധ്യാപികയും ഗവേഷകയുമായി പ്രവർത്തിക്കുന്നു. ശാസ്ത്ര എഴുത്തുകാരി, ലൂക്കയുടെയും ശാസ്ത്ര കേരളത്തിൻ്റെയും പത്രാധിപ സമിതി അംഗം. ചെറുപ്പകാലം മുതൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുന്ന ആളാണ് ഡാലി ഡേവിസ്. 4 പേരെയും സ്നേഹത്തോടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ അനിൽ ഷാജി, ഡോക്ടർ ജിൻ ജോസ്, സെബാസ്റ്റ്യൻ കൂത്തോട്ടിൽ, ഡോക്ടർ ഡാലി ഡേവിസ്, 4 പേർക്കും വേദിയിലേക്ക് സ്വാഗതം. ഡാലി ഡേവിസാണ് ഈ ചർച്ച മോഡറേറ്റ് ചെയ്യുക. താങ്ക് യു വിനോദ് മാഷെ. നമ്മൾ ഇത് പറഞ്ഞാൽ മനസ്സിലാവോ, ഇത് നമുക്ക് കാണിക്കാൻ പറ്റുമോ, കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വരുമോ എന്നൊക്കെയുള്ള ഒത്തിരി എന്താ പറയുക കൺഫ്യൂഷനുകളും സാങ്കേതിക പ്രശ്നങ്ങളും ഒക്കെ മറികടന്ന് ഈ എക്സിബിഷൻ ഇത്രയ്ക്ക് ഗംഭീരമായിട്ട് നടക്കുന്നു. ഇപ്പോൾ ഈ സയൻസ് ഫെസ്റ്റിവല് 2ാമത്തെ ദിവസം ആദ്യത്തെ സെഷൻ നമ്മൾ തയ്യാറെടുക്കുന്നു. അപ്പം ക്വാണ്ടം മെക്കാനിക്സ് അല്ല എന്തു പറഞ്ഞാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവുന്ന നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ക്വാണ്ടം ഭൗതികത്തിൻ്റെ നൂറ്റാണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആൾക്കാരൊക്കെ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും വളരെ പ്രഗത്ഭരാണ്. നമുക്ക് പതുക്കെ ഇതൊരു ഭയങ്കര അക്കാദമിക് ചർച്ചയല്ല, വളരെ ഇൻഫോർമലായിട്ട് നമുക്ക് സാധാരണ സംസാരിക്കാൻ ഒരു സംഭാഷണം പോലെ എടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവസാനം എന്തായാലും ഓഡിയൻസിന് ചോദിക്കാനുള്ള ഒരു സ്ലോട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് അത് ചോദിക്കാവുന്നതാണ്. ഞാൻ പതുക്കെ തുടങ്ങാം. ഇൻഫോർമലായിട്ടുള്ളതുകൊണ്ട് ഇൻഫോർമലായിട്ട് തന്നെ തുടങ്ങാം. ഇപ്പോൾ നമ്മളിപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ അത് 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യമാണ്. അപ്പോൾ 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനം എന്ന് പറയുമ്പോൾ ഫിസിക്സ് വിചാരിക്കുന്ന അല്ലെങ്കിൽ ശാസ്ത്രജ്ഞർ വിചാരിക്കുന്നത് ഫിസിക്സിനെല്ലാം തന്നെ ഇപ്പോൾ വിശദീകരിക്കാൻ പറ്റും. ന്യൂട്ടനുണ്ട്, ഗ്രാവിറ്റി ഉണ്ട്, ന്യൂട്ടൻ്റെ ചലന നിയമമുണ്ട്, കൂടെ കാൽക്കുലസ് ഉണ്ട്, പിന്നെ മാക്സ്വെല്ലിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിസം ഉണ്ട്, അത് വെച്ചിട്ട് ലൈറ്റ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. തെർമോഡൈനാമിക്സ് ഉണ്ട്, തെർമോഡൈനാമിക്സ് ഹീറ്റും എനർജിയും റൂൾ ചെയ്യാണ്. ഇനിയിപ്പം തൽക്കാലം ഒന്നും ആവശ്യമില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് പ്ലാങ്ക് പറയുന്നത് ക്വാണ്ട എന്നൊരു വാക്ക്. അപ്പോഴാണ് ഈ എന്താ പറയുക, എന്തോ ഒരു പ്രശ്നമുണ്ടോ ഫണ്ടമെൻ്റലായിട്ട് അല്ലെങ്കിൽ അടിസ്ഥാനപരമായ ഒരു തിയറിക്ക് പ്രശ്നമുണ്ട് എന്ന ഒരു തോന്നൽ സയൻറ്റിസ്റ്റുകൾക്ക് വന്നിട്ടുണ്ടാവും. ഞാൻ ഈ ചോദ്യം പ്രൊഫസർ അനിൽ ഷാജിയോട് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് എന്താണ് അങ്ങനെ ഒരു, അപ്പോൾ എവിടെയാണ് നമുക്ക് അടിസ്ഥാനപരമായ തിയറിയിൽ ഒരു പ്രശ്നമാണോ, അങ്ങനെ ഒരു അതല്ലെങ്കിൽ അതൊരു പ്രശ്നമാണോ, അതല്ലെങ്കിൽ നമ്മളുടെ ഒരു
നമ്മളുടെ ശാസ്ത്രജ്ഞരുടെ അതുവരെയുള്ള സങ്കല്പങ്ങളുടെ അപ്പുറത്തായിരുന്നു ആ ലോകം. ഓക്കെ, എനിവേ ഇങ്ങനൊരു ഡിസ്കഷൻ തുടങ്ങാൻ പറ്റിയൊരു വളരെ ക്വസ്റ്റ്യനാണ്. അതിനകത്ത് ആദ്യത്തെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെയുള്ള ന്യൂട്ടൻ്റെ മെക്കാനിക്സ് ആയാലും തെർമോഡൈനാമിക്സ് ആയാലും തിരുത്തി എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. പക്ഷെ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ന്യൂട്ടൻ്റെ മെക്കാനിക്സ് അല്ലെങ്കിൽ ഈവൻ ഐൻസ്റ്റൈൻ്റെ റിലേറ്റിവിറ്റിയോ തെർമോഡൈനാമിക്സോ അവ പഠിക്കുന്ന ഒരു റേഞ്ചുണ്ട്. അതായത് മനുഷ്യർക്ക് ഏറ്റവും സോർട്ട് ഓഫ് ഫെമിലിയർ ആയിട്ടുള്ളൊരു റേഞ്ച്, 1 മീറ്റർ സൈസുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ 1 മില്ലിമീറ്റർ സൈസുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ 1 സെക്കൻഡിൽ 1 മീറ്റർ നീങ്ങുന്ന വേഗതയുള്ള സാധനങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളാണ് ന്യൂട്ടൻ്റെ മെക്കാനിക്സും മറ്റും അതിൻ്റെ വിഷയം. അപ്പോൾ ആ ഒരു സ്കെയിലിൽ നിന്ന് മാറി വളരെ ചെറിയ കാര്യങ്ങളെപ്പറ്റി പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ വിചാരിച്ച പോലെ അല്ല ലോകം എന്നുള്ളൊരു തോന്നൽ ആളുകൾക്ക് വന്നു തുടങ്ങുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള, ഇപ്പോൾ ഡാലി പറഞ്ഞ മാക്സ്വെല്ലിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിസം അതുപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ദൈനംദിന ജീവിതത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. അന്ന് മാക്സ്വെല്ലിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിസം കൊണ്ട് ഒരു രീതിയിൽ അത് പഠിച്ച് കറണ്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും ഒക്കെ മനസ്സിലാക്കിയതുകൊണ്ട് അന്നത്തെ ഹൈ ടെക്നോളജി എന്ന് പറയുന്നത് ഹൈ ടെക്നോളജികളിൽ ഒരെണ്ണം ഈ ഇൻകാൻഡസെൻറ്റ് ബൾബ്, ഈ ഫിലമെൻ്റുള്ള ബൾബ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു കമേഴ്ഷ്യലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെക്നോളജി. ഒരു പദാർത്ഥത്തെ ചൂടാക്കി കഴിഞ്ഞാൽ അതിനകത്തൂടെ കറണ്ട് വിട്ട് കഴിഞ്ഞ് എങ്ങനെ പ്രകാശം വെളിയിൽ വരുന്നു എന്നുള്ള ചോദ്യമായിരുന്നു ഈ ബൾബ് ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. ഇന്ന് ഈ ഇൻകാൻഡസെൻറ്റ് ബൾബുകൾ കാണാറില്ല. ഇന്നിപ്പോൾ എക്സിബിഷൻ കണ്ടവരിൽ അതിനകത്ത് ഒരു ഇൻകാൻഡസെൻറ്റ് ബൾബ് ഉണ്ടായിരുന്നു, ഒരു സ്പെക്ട്രം കാണിക്കുന്നത്. അപ്പോൾ ഇൻകാൻഡസെൻറ്റ് ബൾബിൻ്റെ ലോബിക്കാണ് കുറച്ച് കറണ്ടും കുറച്ച് ചൂടും വെച്ച് ഏറ്റവും കൂടുതൽ പ്രകാശം വെളിയിലെടുക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ വളർച്ച പലപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ വന്നപ്പോൾ അത് പഠിക്കാൻ സ്വാഭാവികമായിട്ടും മാക്സ് പ്ലാങ്കിനൊരു താല്പര്യം തോന്നി. മാക്സ് പ്ലാങ്ക് ഒരു തെർമോഡൈനാമിക്സ് ആയിരുന്നു. മാക്സ് പ്ലാങ്കിൻ്റെ സ്പെഷ്യാലിറ്റി തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സ് ലോകത്ത് തന്നെ ഒരു വളരെ എൻ്റർപ്രൈസിങ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ ബൾബ് കമ്പനികൾക്ക് പുള്ളിക്കാരനിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ബൾബ് എങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ളതിൽ ആ ചോദ്യത്തിൽ പുള്ളിക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ചോദ്യം, പഠിക്കുന്ന ചോദ്യം. അപ്പോൾ അത് പഠിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ആദ്യത്തെ വിഷയം. നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഒരു ബൾബിൻ്റെ ഫിലമെൻറ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് എത്ര രണ്ടും വരുന്നു, അല്ലെങ്കിൽ അത് വരുന്ന കളർ എന്താണെന്നൊക്കെ പഠിക്കണമെങ്കിൽ ഒന്നുകിൽ ആ ബൾബിന് ചുറ്റും വരുന്ന ലൈറ്റ് മുഴുവനും കളക്ട് ചെയ്യാനൊരു സംവിധാനം ഉണ്ടാക്കണം. പക്ഷെ അതിന് പകരം ആളുകൾ ആലോചിച്ചത് തിരിച്ചാണ്. അതായത് ഈ എന്താ പറയുക, മരത്തിലൊക്കെ മരം കൊത്തി ഉണ്ടാക്കുന്ന കൂട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പലരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒരു പൊത്തുണ്ടാക്കും. പൊത്തെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഓട്ടയാണ്, പിന്നെ അതിനകത്തൊരു വലിയൊരു കൂടും. അപ്പം അതുപോലൊരു പൊത്ത്, ഒരു മരംകൊത്തിയുടെ പൊത്തൊരു ചെറിയ ഓട്ട ഇട്ടിട്ട് ഒരു മെറ്റലിൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റലിൽ ചൂടാക്കുകയോ മെറ്റലിൽ കറണ്ട് പാസ് ചെയ്തതിനെ ചൂടാക്കുകയോ അല്ലാതെ ചൂടാക്കുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെറ്റൽ വെളിയിലോട്ട് വിടുന്ന ലൈറ്റ് ഈ പൊത്തിനകത്ത് കളക്ട് ചെയ്യാം. പൊത്തിനകത്ത് കളക്ട് ചെയ്തിട്ട് പൊത്തിൻ്റെ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഏത് തരത്തിലുള്ള ലൈറ്റാണ്, ഏതൊക്കെ ഫ്രീക്വൻസിയിലാണ്, ഏതൊക്കെ വേവ് ലെങ്ത്തിലാണ്, എത്ര കണ്ട് ലൈറ്റ് ഇതിനകത്തോട്ട് വരുന്നു എന്നുള്ളത് ക്ലിയറായിട്ട് പഠിക്കാം. പക്ഷെ അത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ തെർമോഡൈനാമിക്സുമായിട്ടൊരു ചെറിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നം മനസ്സിലാക്കാൻ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു കഥ പോലെ ആലോചിക്കാം. അതിലൊന്ന്, നമുക്ക് ഈ മരംകൊത്തിയുടെ പൊത്തുണ്ടെന്ന് വിചാരിച്ചു ഏതെങ്കിലും ഒരു മരത്തിൽ. അപ്പോൾ ആ മരംകൊത്തിയുടെ പൊത്തിനകത്ത് പലതരത്തിലുള്ള ഭൂതങ്ങൾ അല്ലെങ്കിൽ കുട്ടിച്ചാത്തന്മാർ എന്തോടെങ്കിൽ ആലോചിക്കാം, അവർ താമസമുണ്ട്. ഈ
ഭൂതങ്ങളെയും കുട്ടിച്ചാത്തന്മാരാക്കിയത് മരംകൊത്തിയുടെ കുട്ടികളാക്കാത്തത് ഒന്നിൽ കൂടുതൽ ഭൂതങ്ങൾക്ക് ഒരേ സ്ഥലത്ത് തന്നെ പോയി ഇരിക്കാം എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. അവർക്ക് പ്രത്യേകിച്ച് സെപ്പറേറ്റ് സ്ഥലങ്ങളൊന്നും വേണ്ട. ഇപ്പോൾ മനുഷ്യരായതുകൊണ്ട് നമുക്ക് 4 കസേര വേണം, ഭൂതങ്ങൾക്ക് 4 പേർക്ക് ഒരു കസേരയിലിരിക്കാം. അതിൽ പലതരത്തിലുള്ള ഭൂതങ്ങളുണ്ട്. ആദ്യത്തെ തരത്തിലെ ഭൂതത്തിന് ആ പൊത്തിൻ്റെ അത്രയും വലിപ്പമുണ്ട്. അതുകൊണ്ട് അതിനകത്ത് ഒരെണ്ണമായി കയറാൻ പറ്റും. ഒരു ഭൂതത്തിന് അതിനകത്തിരിക്കും. രണ്ടാമത്തെ തരം ഭൂതത്തിന് പൊത്തിൻ്റെ പകുതി വലിപ്പമേ ഉള്ളൂ, അപ്പോൾ 2 എണ്ണത്തിന് അതിനകത്തിരിക്കും. അങ്ങനെ പോയി മൂന്നാമത്തെ തരത്തിന് 4-1 സൈസേ ഉള്ളൂ, 4 എണ്ണത്തിന് അങ്ങനെ ഇരിക്കാം. 4-1 സൈസ് 8-1 സൈസുള്ള 8 എണ്ണം അതിനകത്തുണ്ട്. 16-1 സൈസുള്ളത് 16 എണ്ണം ഉണ്ട്. അങ്ങനെ 1024 വല്ലതും കൂട്ടുകയാണെങ്കിൽ 1024 ചെറിയ ഭൂതങ്ങൾ അതിനകത്തുണ്ട്. അപ്പം അങ്ങനെ കൂടി പോകുമ്പോൾ തീരെ ചെറിയ ഭൂതങ്ങൾ ഒരുപാട് അതിനകത്തുണ്ട്. ഇപ്പം നമ്മുടെ മാക്സ് പ്ലാങ്കിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പൊത്തിലെ വെളിയിൽ നിന്ന് പൊത്തിക്കൂടെ ആ ചെറിയ ഓട്ടയിൽ കൂടെ നോക്കുമ്പോൾ ആരൊക്കെ വെളിയിൽ വരുന്നു എന്നുള്ളതാണ് പഠിക്കുന്നത്. പക്ഷേ ഈ ഭൂതങ്ങളെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെളിയിൽ നോക്കുമ്പോൾ അവർ യാദൃച്ഛികമായിട്ടാണ് ആ ഓട്ടയിൽ കൂടെ വെളിയിൽ ചാടുന്നത്. വെളിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണേണ്ടത് ഏത് തരത്തിലുള്ള ഭൂതങ്ങളെയാണ്? ഏറ്റവും ചെറിയവന്മാരാണ്. പക്ഷെ അത് ഒരുപാടുണ്ട്. അവർ ഈ പൊത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നിടയിൽ ഒരാൾ വെളിയിൽ ചാടും. അപ്പോൾ ഈ വെളിയിൽ ചാടുന്നവരെ പിടിച്ചാണ് ഈ സ്പെക്ട്രം നമ്മൾ അളക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വെളിയിൽ കാണേണ്ടത് ഏറ്റവും ചെറിയ ടൈപ്പ് ഭൂതങ്ങളെയാണ്. പക്ഷെ മാക്സ് പ്ലാങ്ക് പഠിച്ചത് കുട്ടിച്ചാത്തന്മാരെ ഭൂതങ്ങളെ അല്ല, അതിൽ നിന്ന് വെളിയിൽ വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയാണ്. വളരെ ചെറിയ വേവ് ലെങ്ത്തുള്ള ലൈറ്റാണ് ഈ ചെറിയ കുട്ടിച്ചാത്തന്മാർ അല്ലെങ്കിൽ ഭൂതങ്ങൾ. ആ ചെറിയ ഫ്രീക്വൻസിയുള്ള ചെറിയ വേവ് ലെങ്ത്തുള്ള ലൈറ്റിന് വളരെ ഹൈ ഫ്രീക്വൻസിയാണ്. അതായത് ഇന്നത്തെ എക്സ്പീഷൻ കണ്ടവരിൽ റെഡ്, ഗ്രീൻ, അങ്ങനെ ഫ്രീക്വൻസി കൂടി ബ്ലൂ, അൾട്രാ വയലറ്റ് എല്ലാം കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഹൈ ഫ്രീക്വൻസി ഉള്ളവരാണ് ഈ ചെറിയവന്മാർ. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ പൊത്തിനകത്തുള്ള ഓട്ടയിൽ കൂടെ കൂടുതലും വരേണ്ടത് ഏറ്റവും ഹൈ ഫ്രീക്വൻസി ഉള്ള ലൈറ്റാണെന്നുള്ളതായിരുന്നു അന്നത്തെ വിശ്വാസം. എന്നുവെച്ചാൽ ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പാണ്. ഏത് ഭൂതത്തിന് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ വരാം, എത്ര വണ്ണം വേണമെങ്കിൽ അതിനകത്ത് ഉണ്ടാവാം എന്നുള്ളൊരു അസംഷൻ്റെ പുറത്താണ് ഇങ്ങനെ ഒരു കൺക്ലൂഷനിലെത്തുന്നത്. പക്ഷെ അതല്ല കാണുന്നത്. ബ്ലാക്ക് ബോഡി സ്പെക്ട്രത്തിൻ്റെ പിക്ചർ ഇന്നത്തെ എക്സിബിഷനകത്തുണ്ടായിരുന്നു. അതിനകത്ത് കാണിക്കുന്നത് ഏകദേശം അതിൻ്റെ ഈ മെറ്റലിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് ഏതോ ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത്തിലെ ലൈറ്റാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പക്ഷേ അന്നത്തെ തിയറി പ്രകാരം ഏറ്റവും ഹൈ വേവ് ലെങ്ത്ത്, ഏറ്റവും സ്മോൾ വേവ് ലെങ്ത്ത്, അതായത് ഹൈ ഫ്രീക്വൻസിയാണ് ഏറ്റവും കൂടുതൽ വെളിയിൽ വരേണ്ടത്. പക്ഷെ അത് വരുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് മാക്സ് പ്ലാങ്കിനൊരു ആദ്യം പുള്ളി ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് ചെയ്തത്. പുള്ളിയുടെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടിച്ചാത്തന്മാരെ അല്ലെങ്കിൽ ഭൂതങ്ങളെ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു വേവ് ലെങ്ത് ഉണ്ടാക്കാൻ ഒരു പ്രൈസ് ഉണ്ട്, ഒരു വില കൊടുക്കണം. ഭൂതങ്ങളുടെ സൈസ് കുറയും തോറും വില കൂടും. ആ വില ബ്ലാക്ക് ബോഡി ഫിസിക്സിൽ എന്താണ്, നമ്മൾ എത്രയാണ് ടോട്ടൽ എനർജി കൊടുക്കുന്നതെന്നുള്ളതാണ് ആ പ്രൈസ്. അപ്പോൾ വളരെ ചെറിയ വേവ് ലെങ്ത് അല്ലെങ്കിൽ വളരെ ഹൈ ഫ്രീക്വൻസീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരുപാട് ഊർജം കൊടുത്താലേ അവ അതിനകത്തുണ്ടാവൂ എന്നുള്ളൊരു ഹൈപ്പോത്തസിസ്, ഒരു ഐഡിയ മുന്നോട്ട് വെക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ തീരെ ചെറിയ വേവ് ലെങ്ത്തുള്ള ലൈറ്റിന് അതിനെ ആ ബ്ലാക്ക് ബോഡിക്കകത്ത് ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് എനർജി കൊടുക്കണം. ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള എനർജീനേക്കാളും കൂടുതൽ വേണം ഒരു ശകലം ഉണ്ടാക്കാൻ. അങ്ങനെ വരുമ്പോൾ ആ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് അതിനകത്ത് ഉണ്ടാവുന്നേ ഇല്ല. വളരെ ഹൈ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റുകൾ വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. എന്നുവെച്ചാൽ നമുക്കതിന് ഒരു എനർജി കോസ്റ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ ഏറ്റവും ബേസിക്കായിട്ടുള്ള ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള വെളിച്ചം ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് എനർജി എക്സ്ചേഞ്ച് ചെയ്താൽ മാത്രമേ അത് ഉണ്ടാക്കാനോ അബ്സോർബ് ചെയ്യാനോ പറ്റൂ എന്നുള്ളൊരു ഐഡിയ കൊണ്ടുവരികയാണ്. മാക്സ് പ്ലാങ്ക് തന്നെ പറയുന്നുണ്ട്, ഈ ഒരു ഐഡിയ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല,
തെർമോഡൈനാമിക്സുമായിട്ട് അന്ന് വരെ അറിയാവുന്ന തെർമോഡൈനാമിക്സുമായിട്ട് ഒരു എന്താ പറയുക വിമുഖമായി നിൽക്കുന്ന ഒരു ഐഡിയ ആണ്. അതൊരു നല്ല കാര്യമല്ല എന്ന് പുള്ളി പറയുന്നുണ്ട്. പുള്ളി തന്നെ വിചാരിച്ചു ആരെങ്കിലും വന്നിട്ട് അത് റെക്ടിഫൈ തെറ്റാന്ന് കാണിക്കുന്നുള്ള പുള്ളിയുടെ തന്നെ ഒരു വിചാരം. അതെ, തെർമോഡൈനാമിക്സ് വളരെ എന്താ പറയുക ഡെമോക്രാറ്റിക് ആണ്. എല്ലാ ടൈപ്പ് കുട്ടിച്ചാത്തന്മാർക്കും ഒരേ ചാൻസാണ് ഉണ്ടാവാൻ, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. പക്ഷെ ഇവിടെ പറയണത് ചെറിയവന്മാരെ ഉണ്ടാക്കാൻ ഒരുപാട് വില കൊടുക്കണം, അതുകൊണ്ട് അവരുണ്ടാവുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ആ ഒരു തുടക്കം നിന്നാണ് നമ്മുടെ എസെൻഷ്യലി എനർജിയും മാറ്ററും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, അതൊരു കണ്ടിന്യൂസ് കണക്ഷൻ അല്ല എന്നുള്ളൊരു ഐഡിയ വരുന്നത്. അപ്പോൾ ആ കണ്ടിന്യൂസ് അല്ല എന്നുള്ള ഐഡിയ വരുമ്പോഴത്തേക്കും പിന്നെ അതിന് ഒരുപാട് ഫിലോസഫിക്കൽ ഇംപ്ലിക്കേഷനുണ്ട്. അതായത് മോഷൻ ൻ്റെ രീതിയിൽ വ്യത്യാസം വരും, നമുക്ക് എന്താണ് ഒബ്സർവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിൽ വ്യത്യാസം വരും. അതായത് പിന്നീട് ഐൻസ്റ്റൈനാണ് ഈ മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം ഹൈപ്പോത്തസിസ് ഉപയോഗിച്ച് ലൈറ്റിൻ്റെ കണികകൾ എന്നുള്ളൊരു ഐഡിയ കൊണ്ടുവരുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് എന്താ പറയുക കണികകളായിട്ടാണ് മുമ്പോട്ട് പോകുന്നതെന്നും അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നതെന്നുള്ള ഐഡിയ, അതിൽ നിന്നാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് വരുന്നത്. ആ ഒരു പെർട്ടിക്കുലർ എനർജിയിൽ ഉള്ള ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് ഒരു മെറ്റീരിയലിൽ പതിക്കുകയാണെങ്കിൽ മാത്രമേ അതിൽ നിന്നൊരു ഇലക്ട്രോൺ വെളിയിൽ വരാൻ പറ്റൂ. വേറൊരു ഫ്രീക്വൻസിയിൽ, അതിൽ കുറഞ്ഞ ഫ്രീക്വൻസിയിൽ എത്ര ലൈറ്റ് അതിനകത്ത് കൊടുത്താലും ഈ മെറ്റീരിയലിൽ നിന്ന് ഇലക്ട്രോൺ വെളിയിൽ വരുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഒരു ക്വാണ്ടം ഓഫ് ലൈറ്റ് ഒരു ഇലക്ട്രോണുമായിട്ട് മാത്രമേ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ കണ്ടിന്യൂവസ് എന്നുള്ള ഐഡിയ മാറി ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് പോവുകയാണ്. അത് നമ്മൾ ആക്ച്വലി വളരെ ഫെമിലിയറാണ് മറ്റ് പല സിറ്റുവേഷൻസിൽ. ഫോർ എക്സാമ്പിൾ, കടയിൽ പോയിട്ട് ഒരു മുട്ടായി വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അതിൻ്റെ വില എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 4.596 റുപ്പീസ് ആരും പറയാറില്ല. ഒന്നെങ്കിൽ 4 റുപ്പീസ് അല്ലെങ്കിൽ 5 റുപ്പീസ്. നമ്മളൊരു ആ എക്സ്ചേഞ്ച് എപ്പോഴും ഒരു പെർട്ടിക്കുലർ യൂണിറ്റിലാണ്, ഒരു മിനിമം യൂണിറ്റിലാണ്, കണ്ടിന്യൂസ് ആണ്. അതായത് UV കറ്റാസ്ട്രോഫി, അതാണിപ്പം പ്രധാനമായിട്ട് പറഞ്ഞു വന്നത്. ഇതെല്ലാം എക്സ്പെരിമെൻറ്റുകളുടെ പ്രശ്നമായിട്ടാണ് തിയറിക്കാർ വിചാരിക്കുന്നത്. പ്രൊഫസർ ജിൻജോസിനോടാണ് ചോദ്യം. ഈ 19-ാം നൂറ്റാണ്ട് അവസാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൃത്യതയുള്ള പരീക്ഷണങ്ങൾ ഫിസിസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇല്ലേ? അവരിങ്ങനെ പരീക്ഷണങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പരീക്ഷണങ്ങളുടെ കൃത്യത കൂടുമ്പോഴത്തേനും നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും നമ്മൾ ഏതാണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. ടെക്നോളജി വളരെയധികം വികസിച്ചു, അതിൻ്റെ പല ബേസിക് ഫണ്ടമെൻ്റൽ ആശയങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അന്ന് അത് ഈ എന്തായിരുന്നു ഈ എക്സ്പെരിമെൻറ്റിസ്റ്റ് ഇത്രയധികം കണിശതയോടുകൂടി കൃത്യതയോടുകൂടി ചെയ്യാനും ഇതൊരു ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ഒരു പരാജയമായിട്ട് കാണിക്കണമെന്ന് അവർക്ക് വാശിയുണ്ടായിരുന്നു. അത് എന്തായിരുന്നു അതിൻ്റെ എക്സ്പെരിമെൻ്റലിസ്റ്റ് വ്യൂ പോയിൻ്റ് അതിലെന്തായിരുന്നു? ഹലോ, ഞാൻ മറുപടിയിലേക്ക് വരാം. ആദ്യമായിട്ട് ഞാനും കൂടി ചാടി വീണത് മലപ്പുറത്തേക്ക് വരാമെന്നുള്ള ആഗ്രഹത്തിലാണ്. അത് എല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് മലപ്പുറത്ത് വന്നൊരു പരിപാടിയിൽ, അത് തന്നെയല്ല ഇതുപോലെയൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. സയൻസ് സംസാരിക്കാനായിട്ട് ഇതുപോലെയൊരു പാനലിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഉള്ള കാര്യം, ഈ എക്സിബിഷൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം, നിങ്ങൾ അപാരമായിട്ട് ചെയ്തിരിക്കുന്നു. അത് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ആ കുട്ടികളൊക്കെ ആ കാര്യങ്ങൾ പറയുന്ന ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കുന്ന കാണുമ്പോൾ ഒരിക്കൽ കൂടി കോളേജിലോട്ട് വരാൻ തോന്നും. എത്ര മനോഹരമായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ പഠിക്കുന്ന സമയത്തൊന്നും അതുപോലെ പഠിച്ച് പറയാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഇനി നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിൻ്റെ കാര്യം പറയാം. ഇതിൻ്റെ കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തിയറിക്കാർക്ക് എക്സ്പെരിമെൻറ്റിലുകാരെ വലിയ വിലയില്ല. അങ്ങനെയൊന്നും ഇല്ല, തിരിച്ചങ്ങനെ തന്നെയാ. പ്രത്യേകിച്ച് ഫിസിക്സിൽ, നമ്മളൊരു ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഈ തിയറിക്കാരൊക്കെ ഏതോ ഒരു പ്രത്യേക ലോകത്തുള്ളവരും ഈ എക്സ്പെരിമെൻ്റലിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ താഴെ നിലയിലുള്ള ഏതോ ഒരു എന്തൊക്കെയോ സാധനങ്ങൾ കൂട്ടി കലക്കി എന്തൊക്കെയോ റിസൾട്ടുകൾ കിട്ടുന്ന ആളുകളും എന്നുള്ളൊരു പ്രതീതി നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും.
അല്ലേ? അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ പഠിപ്പിക്കാനായിട്ട് PMSc പഠിപ്പിക്കാനായിട്ട് നമ്മളോരോ സബ്ജക്റ്റൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഫിസിക്സിനകത്ത് ചില ഹൈറാർക്കീസ് ഉണ്ട്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് പഠിപ്പിക്കേണ്ടത് ആരാണ്? ക്വാണ്ടം മെക്കാനിക്സ് പഠിപ്പിക്കാൻ ഒരു എക്സ്പെരിമെന്റലിസ്റ്റിന് കിട്ടാനായിട്ട് വളരെ സാധ്യത കുറവാണ്, അത് ശരിയാണ്. അല്ലേ? സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് അതുപോലെ പക്ഷേ എക്സ്പെരിമെന്റലിസ്റ്റുകളാണ് എപ്പോഴും തിയറിക്കാർക്ക് പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ്, നമ്മൾ നന്നായിട്ട് പഠിപ്പിക്കുന്നവർക്ക് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ നമ്മളെ ഇതിനനുവദിക്കില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ഇപ്പോൾ പ്ലാങ്കിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ പ്ലാങ്കിൻ്റെ എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കിയെന്നുള്ളതാണ്. നമ്മളൊരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ആ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റിനോടൊപ്പം നമ്മളും ഉണ്ടാവണം. അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഫലം ഉണ്ടാവും, പ്രതീക്ഷിക്കാത്തതിനെ നമ്മൾ ഒഴിവാക്കി കളയും. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. ഇപ്പോഴത്തെ ഒരു എക്സ്പെരിമെൻ്റൽ റിസർച്ചിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു, നമ്മളൊരു റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നു, ആ റിസൾട്ടിലോട്ട് എത്തിക്കാനായിട്ട് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മളൊരു എക്സ്പെരിമെൻ്റ് വളരെ വളരെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് തന്നെ പുതിയ റിസൾട്ടുകൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ പുതിയ റിസൾട്ടുകൾ നമ്മൾ കാണണം, അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കിയെടുക്കണം. അവിടെയാണ് അതിൻ്റെ ഈ ഒബ്സർവേഷൻ ആംഗിൾ വരുന്നത്. അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ഇൻഫറൻസ്, അതിൽ നിന്നാണ് നമുക്കൊരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ പ്ലാങ്കിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ വളരെ കൃത്യമാണ്. ഈ പ്രത്യേകിച്ച് ഈ ഒരു എക്സ്പെരിമെൻ്റ് വഴി ഒരു കാര്യം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പേപ്പറുകൾ പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം, അതിനൊരു തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇതിനെ നമ്മൾ അങ്ങനെ തന്നെയാണ്, തിയറിയും പറ്റില്ല. ഇപ്പൊ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്, തിയറിക്കാരോട് ചോദിച്ചു നോക്കി. അങ്ങനെ ഉണ്ടോ? അങ്ങനെ അത്ര പ്രശ്നമൊന്നുമില്ല. അതിന് അവർ തിയറിക്കാരെല്ലാം കൂടി സാധനം പബ്ലിഷ് ചെയ്യും. ഓക്കെ, അവരെപ്പോഴും ചോദിക്കും ഇതിന് വല്ല അപ്ലിക്കേഷൻ ഉണ്ടോ? ഇല്ലേ? ഇപ്പൊ എല്ലാത്തിനും അപ്ലിക്കേഷൻ വേണം. ബേസിക് ആയിട്ടുള്ള സയൻസിന് ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിടിച്ചു നിൽക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ അത് ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ ഇപ്പോൾ ഞാനൊരു എൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്ക് എന്ന് പറയുന്നത് ഒരു സെൻസർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ലാബിൽ കണ്ട ഒരു റിസൾട്ട് വെച്ചിട്ട് ഞാൻ ഇതിനൊരു പേറ്റൻറ്റിന് അപ്ലൈ ചെയ്യുന്നു, അത് വെച്ചിട്ട് ഞാനൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു കമ്പനി ഫോം ചെയ്തപ്പോൾ അതിൻ്റെ ഒരു അഡ്വൈസറി ബോർഡിൽ കുറച്ച് തിയറിക്കാരെ വെച്ചു എന്നുള്ളതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അവരെന്ത് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചോദിച്ചു ഇത് എന്താണ് ഇതിൻ്റെ പ്രശ്നം, ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ കാണുന്ന കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്ത് അതിനെ റെക്കോർഡ് ചെയ്ത് അതിനെ എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നമുക്ക് പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ പ്ലാങ്ക് അങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ അതിന് കിട്ടിയ ആ റിസൾട്ടിൽ നിന്ന് ഇതിനകത്തൊരു ഡിസ്ക്രീറ്റ്നെസ് ഉണ്ട് എന്നുള്ളൊരു സംഭവം. ഈ ഡിസ്ക്രീറ്റ്നെസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സാധാരണ ക്ലാസിക്കൽ ഫിസിക്സിൽ ചിന്തിക്കുന്ന ഒന്നല്ല. ക്ലാസിക്കൽ ഫിസിക്സിലെല്ലാം കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഈ ഡിസ്ക്രീറ്റ്നെസ് എന്ന് പറയുന്നത് ഒരു പുതിയൊരു ഐഡിയ ആണ്. അപ്പോൾ അത് ആ എക്സ്പെരിമെൻറ്റിൽ നിന്ന് വന്നതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് എക്സ്പെരിമെൻറ്റ് വന്നപ്പോൾ പിന്നെ അത് വെച്ചിട്ട് തിയറി ബിൽഡ് ചെയ്യാനായിട്ട് കുഴപ്പമില്ല. പക്ഷേ പ്ലാങ്കിന് തിയറി ബിൽഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഉള്ള വീക്ക്നെസ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന് ശേഷം ചെയ്തെന്താണ്, നമുക്ക് തിയറി അറിയാവുന്ന ആളുകളുമായിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ നമ്മൾ കൊളാബറേറ്റ് ചെയ്യുക. റിസർച്ച് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കൊളാബറേഷനാണ്. അപ്പോൾ ഞാനിപ്പോൾ ഫിസിക്സിലല്ല, ഞാൻ ഫിസിക്സൊക്കെ പഠിച്ചെങ്കിലും ഞാനിപ്പോൾ കെമിക്കൽ എഞ്ചിനീയറിംഗിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫിസിക്സ് പഠിപ്പിക്കാറുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ക്വാണ്ടം ഒപ്റ്റിക്സിൽ തിയറിയിൽ വർക്ക് ചെയ്യുന്ന ഫിസിക്സിലുള്ള കൊളീഗിൻ്റെ കൂടെ ഞാൻ കൊളാബറേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർ ഇതിൻ്റെ തിയററ്റിക്കൽ എക്സ്പ്ലനേഷനും കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫുൾ സർക്കിളിലോട്ടെത്തി. ഇത് നമുക്ക് ഇനി ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് നമുക്കിനി ഇത് എന്ത് ചെയ്താൽ അതിനെ വേറെ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താം, അങ്ങനെയൊക്കെയുള്ള കുറേ സാധ്യതകൾ തുറന്നു തന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും എല്ലാം നമ്മൾ പഠിക്കാൻ പറ്റത്തില്ല, പക്ഷെ അത് പഠിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ അങ്ങനെയുള്ള ഒരു ആംഗിളിൽ നിന്ന് തിയററ്റീഷ്യൻസിൻ്റെ സഹായം തേടുക, ഇതിനെ ഒരുമിച്ച് എന്താ പറയുക മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, ഞാൻ നേരിട്ട് പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം പറഞ്ഞു പ്രതീക്ഷിക്കുന്നു. ഞാൻ വീണ്ടും പ്രൊഫസർ അനിലിലേക്കാണ് വരുന്നത്.
നമ്മൾ ഇപ്പോൾ ഈ വർഷം സെഞ്ച്വറി ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ആഘോഷിക്കുന്നത് പ്ലാങ്കിൻ്റെ കണ്ടുപിടുത്തത്തിന് മുൻനിർത്തിയല്ല. അത് നമ്മൾ മെട്രിക്സ് മെക്കാനിക്സും വേവ് മെക്കാനിക്സാണ്. ഹൈസൻബർഗിൻ്റെയും ഷ്രോഡിംഗറിൻ്റെയും രണ്ട് മെക്കാനിക്സ്, അവരുടെ രണ്ട് തിയറി, അതാണ് ഇതിൻ്റെ ശരിക്കും അടിത്തറയിട്ടത് ക്വാണ്ടം മെക്കാനിക്സിന്. അത് നമുക്ക് ഇപ്പോൾ കാലത്തെയും ഏറ്റവും വലിയ ജീനിയസായ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്കതിനെ കമ്പയർ ചെയ്യാവുന്നതാണ്. അത്രയ്ക്കും അങ്ങനെയാണ് അത്. അതുകൊണ്ടാണ് അത് മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് ഈ ഒരു വർഷം നമ്മൾ സെഞ്ച്വറി വർഷമായിട്ട് എടുക്കാൻ കാരണം. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ അൺസർട്ടനിറ്റി വരുന്നത്. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്ന് ഒരു വലിയൊരു ഡീവിയേഷനാണ്. അതായത് നമ്മൾ പറയുന്നത് നമുക്ക് ഒന്നില്ലെങ്കിൽ പൊസിഷൻ അല്ലെങ്കിൽ മൊമെൻറ്റം, എല്ലാം കൃത്യമായിട്ട് ഈവൻ നമ്മൾ ഏറ്റവും മെച്ചപ്പെട്ട ഒരു എക്സ്പെരിമെൻറ്റിൽ വെച്ചാലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാ ഒരു ബേസിക്, അതൊരു ഫണ്ടമെൻ്റൽ ആശയമായിട്ട് തന്നെയാണ് ഹൈസൻബർഗ് അവതരിപ്പിച്ചത്. അത് തന്നെയാണ് ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അടിത്തറ പാകിയതും. അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ഇപ്പോൾ 100 കൊല്ലം മുന്നാണ് ഈ ഒരു ആശയം മുന്നോട്ട് വന്നത്. ഇന്ന് നമ്മൾ പല മെഷർമെൻറ്റ്സ് എടുക്കുമ്പോഴത്തേനും ഈ കൃത്യത എന്ന് പറയുന്നത് അത് ആശയപരമായ അല്ലെങ്കിൽ അതിൻ്റെ തിയറി നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? ഓക്കെ, ജിൻസ് നേരത്തെ തിയറിക്കാരെ പറ്റി പറഞ്ഞ കൊണ്ട് ഒരു കാര്യം പറയാം. തിയറീസ് എന്ന് പറഞ്ഞാൽ, നല്ല തിയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു നാണയം കളഞ്ഞു പോയ ഒരു കള്ളുകൂടിയൻ്റെ കഥയില്ലേ, അയാൾ തൻ്റെ കയ്യിലുള്ള കാശ് എവിടെയോ കളഞ്ഞു, പക്ഷേ പുള്ളിക്കാരൻ നാണയം തപ്പുന്നത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടിയിലാണ്. അതിൻ്റെ ഉത്തരം എന്തിനാണ് അവിടെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ മാത്രമേ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ ചാൻസ് ഉള്ളൂ, ഇരുട്ടത്ത് നോക്കി തപ്പിയിട്ട് കാര്യമില്ല, അപ്പോൾ പിന്നെ ഇവിടെ തപ്പും. അതുപോലെ എക്സ്പെരിമെൻ്റൽ റിസൾട്ട്സ് കാണുമ്പോഴാണ്, പുതിയതായ എക്സ്പെരിമെൻ്റൽ റിസൾട്ട്സ് ആ ലൈറ്റ് കാണുമ്പോഴാണ് തിയറിക്കാർക്ക് സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള തിയറി ചെയ്യാനുള്ളൊരു അവസരം കിട്ടുന്നത്. അത് ഈ ചോദ്യമായിട്ട് ഉള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ, ചോദ്യത്തിനകത്ത് ഒരുപാട് കഷ്ണങ്ങളുണ്ട്. ഈ 1925 ഉള്ള മാട്രിക്സ് മെക്കാനിക്സ്, അതായത് ഹൈസൻബർഗിൻ്റെയും ഷ്രോഡിംഗറിൻ്റെയും കോൺട്രിബ്യൂഷൻസ് വരുമ്പോഴാണ് ക്വാണ്ടം മെക്കാനിക്സ് ഒരു തിയറിയായി മാറുന്നത്. പ്ലാങ്കിൻ്റെയും ഐൻസ്റ്റൈൻ്റെയും മറ്റും ഒബ്സർവേഷൻസ് അത് ചെറിയൊരു ഒബ്സർവേഷൻ മാത്രമാണ്. അതായത് ജിൻസ് പറഞ്ഞ പോലെ പ്രകൃതിയിൽ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള എന്തോ ഉണ്ടെന്നുള്ളൊരു ഒബ്സർവേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൽ നിന്ന് ആളുകൾ മനസ്സിലാക്കുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, വളരെ സൂക്ഷ്മവും വളരെ വേഗവും ചലിക്കുന്ന വളരെ ചെറുതായിട്ടുള്ള പാർട്ടിക്കിൾസിൻ്റെ ലോകത്തെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന സാധനങ്ങളുടെ ചലനത്തെക്കാൾ വളരെ വ്യത്യാസമാണ് അവർ ചലിക്കുന്ന രീതി എന്നുള്ളൊരു ഒരു റിയലൈസേഷനാണ്. ഈ സൂക്ഷ്മ ലോകങ്ങളും സ്ഥൂല ലോകങ്ങളും തമ്മിലുള്ള ആ ഒരു ഭയങ്കര വ്യത്യാസം, ഒന്ന് കണ്ടിന്യൂസ് ഒന്ന് ഡിസ്ക്രീറ്റുമാണ്. അപ്പം പ്രോപ്പർട്ടികൾക്ക് ഭയങ്കര വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, അൺസർട്ടനിറ്റി എന്നുള്ള ഐഡിയ കുറച്ചും കൂടെ എന്താ പറയുക, ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു ഐഡിയ ആയിട്ട് വരികയാണ്. അൺസർട്ടനിറ്റി എന്നുള്ളത് എക്സ്പെരിമെൻ്റലിസ്റ്റിന് പണ്ടും അറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ ഈ ബാക്കിലിരിക്കുന്ന ബോർഡിൻ്റെ നീളം അളക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോരുത്തർ അളന്നാലും അതിൽ 1-2 മില്ലിമീറ്ററിൻ്റെ വ്യത്യാസം വരും. ആ അൺസർട്ടനിറ്റി, മെഷർമെൻറ്റിലുള്ള അൺസർട്ടനിറ്റി ആദ്യം തൊട്ടേ മെഷർമെൻറ്റിൻ്റെ ആദ്യം തൊട്ടേ എക്സ്പെരിമെൻ്റലിസ്റ്റിന് വളരെ നല്ലോണം അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷെ ആ അൺസർട്ടനിറ്റി ഇല്ലാത്തൊരു ലോകം ഉണ്ടെന്ന് സങ്കല്പിക്കാൻ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഒരു സാധ്യത ഉണ്ടായിരുന്നു. അതായത് ഈ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസോ അല്ലെങ്കിൽ നമ്മൾ അളക്കുമ്പോൾ കൈ വരയ്ക്കുന്നതോ ഇതൊന്നും ഇല്ലാതിരുന്നെങ്കിൽ ഇതിനൊരു എക്സാക്റ്റ് ലെങ്ത് ഉണ്ട് എന്നുള്ളൊരു പ്രിൻസിപ്പിൾ, ഒരു സങ്കല്പം നമുക്ക് അതിനകത്ത് ക്ലാസിക്കൽ മെക്കാനിക്സിനകത്തുണ്ട്. അതൊരു ഫണ്ടമെൻ്റൽ അസംഷനാണ് ക്ലാസിക്കൽ മെക്കാനിക്സ്. അതായത് ഓരോ സാധനങ്ങൾക്കും
ചലിക്കുന്ന സാധനങ്ങൾക്ക് പ്രത്യേകിച്ചും പൊസിഷൻ അല്ലെങ്കിൽ വെലോസിറ്റി, ആക്സിലറേഷൻ എന്നീ പ്രോപ്പർട്ടീസ് അവയ്ക്കുണ്ടെന്നും അതിന് എല്ലാത്തിനും എക്സാക്റ്റ് ഒരു വാല്യൂ ഉണ്ടെന്നുള്ളൊരു അസംഷൻ ക്ലാസിക്കൽ മെക്കാനിക്സിനകത്തുണ്ട്. അത് അസംഷൻ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ വേൾഡിൽ ഒരിക്കലും അങ്ങനെയല്ല. മെഷർ ചെയ്യുമ്പോൾ ക്ലാസിക്കൽ ഒബ്ജക്റ്റ് ആയാലും ക്വാണ്ടം ഒബ്ജക്റ്റ് ആയാലും അൺസർട്ടനിറ്റി എന്നുള്ള ഐഡിയ ഉണ്ട്. പക്ഷേ ആ ഒരു അസംഷൻ, അതായത് അങ്ങനെ ഒരു റിയാലിറ്റി ഉണ്ട്, അതായത് ഒരു എക്സാക്ട് പൊസിഷൻ ഉണ്ടെന്നുള്ളൊരു അസംഷൻ എടുത്തു കളയാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഉത്ഭവം ചെയ്യുന്നത്. അപ്പോൾ അതിനെ പഠിക്കണമെങ്കിൽ, അതിനെ മാത്തമാറ്റിക്കലി ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന, അതായത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്സോ അതിൻ്റെ സ്ട്രക്ചേഴ്സോ പറ്റില്ല എന്നുള്ളതാണ് ആദ്യത്തെ റിയലൈസേഷൻ. എന്നുവെച്ചാൽ പുതിയൊരു ടൈപ്പ് ഫിനോമിനയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ. അത് ഹൈസ്കൂൾ, മിഡിൽ സ്കൂൾ തൊട്ട് ഹൈസ്കൂൾ വരെ പഠിക്കുന്നവർ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മൾ ആദ്യം 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും കൂട്ടാൻ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ശരിക്കും പഠിക്കുന്നത് 2 നമ്പർ താഴെ എഴുതി തമ്മിൽ കൂട്ടുക, ക്യാരി ഓവർ ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മറ്റൊരു രീതിയിലുള്ളൊരു അഡീഷൻ എപ്പോഴാണ് പഠിക്കുന്നത്? രണ്ടാമതൊരു രീതിയിലൊരു അഡീഷൻ പഠിക്കുന്ന 11ാം ക്ലാസ്സിൽ വെക്ടേഴ്സ് പഠിക്കുമ്പോഴാണ്. ശരിയാണ്. വെക്ടേഴ്സ് ആഡ് ചെയ്യുന്നത് മറ്റൊരു രീതിയിലാണ്. ഇപ്പോൾ വെക്ടേഴ്സ് ആഡ് ചെയ്യുന്ന ഒരു ട്രയാങ്കിളിൽ വെച്ചിട്ട് ട്രയാങ്കിളിൻ്റെ സൈഡ് പൂർത്തീകരിക്കുക അല്ലെങ്കിൽ ഡയഗണൽ വരയ്ക്കുക എന്നുള്ളതൊക്കെയാണ് വെക്ടർ അഡീഷൻ. ഈ അഡീഷനും മറ്റേ അഡീഷനും തമ്മിൽ ബന്ധങ്ങളുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് അഡീഷനാണ്. ഞാൻ പറയാൻ നോക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ വെക്ടേഴ്സ് പോലുള്ള മാത്തമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ആവശ്യമാണ്, അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ് ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. അതുപോലെ ഇങ്ങനെ കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റിയാലിറ്റി എന്നുള്ള അസംഷൻ രണ്ടും നമ്മൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ആ ടൈപ്പ് സാധനങ്ങൾ, വളരെ സൂക്ഷ്മമായിട്ടുള്ള ആറ്റംസോ ഇലക്ട്രോൺസോ ഫോട്ടോൺസോ ഇവയെ പഠിക്കാനും ഡിസ്ക്രൈബ് ചെയ്യാനും മറ്റൊരു ടൈപ്പിലുള്ള മാത്തമാറ്റിക്സ് വേണമെന്നുള്ള റിയലൈസേഷനാണ് ഷ്രോഡിംഗറിനും ഹൈസൻബർഗിനും ഉണ്ടാകുന്നത്. ഹൈസൻബർഗ് അതിനെ മെട്രിക്സ് എന്ന രൂപത്തിൽ, മെട്രിസസിൻ്റെ രൂപത്തിലാണ് അതിന് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഷ്രോഡിംഗർ മറ്റൊരു രീതിയിലാണ് ഈ നമുക്ക് ഒരു ക്വാണ്ടം പാർട്ടിക്കിളിനെ പറ്റി അറിയാവുന്ന കാര്യങ്ങൾ ഒരു വേവ് ഫങ്ഷനകത്താണ് ഇരിക്കുന്നതെന്നുള്ളൊരു അസംഷനിലാണ്, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നാണ് ഷ്രോഡിംഗർ ആ തിയറി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഈ 2 തിയറിയും ഡെവലപ്പ് ചെയ്തതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 100 years ഓഫ് ക്വാണ്ടം 2025 സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. 1925 പിന്നെ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നോട്ട്, അതായത് ഈവൻ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഉത്ഭവത്തിലും ഏറ്റവും വലിയ റോള് ഉള്ളത് സ്പെക്ട്രോസ്കോപ്പിക്കാണ്. അതായത് മെറ്റീരിയൽസ്, സ്പെക്ട്രോസ്കോപ്പി എന്നാണ് ആക്ച്വലി ക്വാണ്ടം മെക്കാനിക്സ് പതുക്കെ ഉണ്ടാവുന്നത്. അതിൻ്റെ ഒബ്സർവേഷൻസ് അല്ലേ നമ്മൾ സാധാരണ പറയുന്നത്. സ്പെക്ട്രോസ്കോപ്പിയാണ് മദർ ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ആണ് എന്നാണ് ഒബ്സർവേഷൻസ്. പക്ഷെ അത് സ്പെക്ട്രോസ്കോപ്പിയും അതിൻ്റെ വളരെ കണക്റ്റഡ് ആയിട്ടുള്ളൊരു സാധനമുണ്ട്, ഇൻ്റർഫിറോമെട്രി. അത് ലൈറ്റ് ഉപയോഗിച്ച് കാര്യങ്ങളെ അളക്കുക. അപ്പോൾ അളവുകോൽ എപ്പോഴും ലൈറ്റാണ്. ലൈറ്റ് ഉപയോഗിച്ച് കാര്യങ്ങൾ അളക്കുക എന്നുള്ളതാണ് സ്പെക്ട്രോസ്കോപ്പിയിലും. സ്പെക്ട്രോസ്കോപ്പിയിൽ അളക്കുന്നത് എനർജി ഡിഫറൻസസ് ആണ്. ഇൻ്റർഫെറോമെട്രിയിൽ മറ്റ് പലതും മെഷർ ചെയ്യാം, ഡിസ്റ്റൻസസ് മെഷർ ചെയ്യാം, ചെറിയ മാറ്റങ്ങൾ മെഷർ ചെയ്യാം. അപ്പോൾ അന്നോട്ട് ഇന്ന് വരെ ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് ലൈറ്റ് ഉപയോഗിച്ചാണ്. അതിൽ സ്പെക്ട്രോസ്കോപ്പി ഇൻ്റർഫെറോമെട്രി ഇൻവോൾവ് ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ഹോൾസ് മെർജ് ചെയ്യുമ്പോൾ വരുന്ന ഗ്രാവിറ്റേഷണൽ വേവ്സിനെ മെഷർ ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ വേവ് ഇൻ്റർഫെറോമീറ്റേഴ്സാണ്. ആ ഇൻ്റർഫെറോമീറ്ററിനകത്ത് മെഷർ ചെയ്യുന്ന എന്താണ്? 4 കിലോമീറ്റർ നീളമുള്ളൊരു ട്യൂബിനകത്ത് ഒരു ട്യൂബ്, ആ ട്യൂബിനകത്ത് ലേസർ ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ആ 4 കിലോമീറ്റർ നീളമുള്ള ട്യൂബിൻ്റെ നീളം ഒരു ആറ്റമിക് ന്യൂക്ലിയസിൻ്റെ അത്രയും മാറിക്കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കണം.
അത്രയും പ്രിസൈസ് ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റ് ചെയ്യണം. ഈ അൺസർട്ടനിറ്റി ഉണ്ടെങ്കിലും ഇത്രയും പ്രിസൈസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അൺസർട്ടനിറ്റി ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട്, ഇന്നത്തെ വിജയം. അൺസർട്ടനിറ്റി പറയുന്നത് പൊസിഷനും മൊമെൻറ്റവും ഒരുമിച്ച് മെഷർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്, ഏതെങ്കിലും ഒന്ന് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഈ സാധാരണ കാണുന്ന ലൈറ്റിനെ തന്നെ മറ്റു രീതിയിൽ മോഡിഫൈ ചെയ്തിട്ട്, സോ കോൾ സ്ക്വീസ്ഡ് ലൈറ്റ് എന്നൊക്കെ പറയും, അതായത് ക്വാണ്ടം സ്റ്റേറ്റ്സ് ഓഫ് ലൈറ്റ്, നമ്മൾ സാധാരണ കാണാത്ത രീതിയിലുള്ള ലൈറ്റിൻ്റെ സ്റ്റേറ്റ്സിനെ ഉപയോഗിച്ച് ഇത്രയും പ്രിസൈസ് ആയിട്ടുള്ള ഇൻ്റർഫെറോമെട്രി ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇന്നത്തെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട്. ആ റിസൾട്ട്സൊക്കെ വെച്ചിട്ട് രാജ്യത്തിനെ പോലെ ആളുകൾ ആണ് അതിൻ്റെ തിയറിയും പറ്റും. ആ ലൈറ്റിൻ്റെ അടിയിലാണ് പുതിയ കാര്യങ്ങൾ തപ്പുന്നത്, കോസ്മോസിനെ പറ്റി ചെയ്യുന്നത്. എക്സ്പെരിമെന്റലിസ്റ്റിന് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. അതെ, ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ മാക്സ് പ്ലാങ്ക് ആണ് ഈ ക്വാണ്ടം എന്നുള്ള സംഭവം ആദ്യം പറഞ്ഞത്. എന്നിട്ട് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ 100 years നമ്മൾ തിയറിക്കാരൻ്റെ വെച്ചിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ തന്നെ ഈ പ്രശ്നം കിടക്കും. പക്ഷേ അപ്പോഴും നമുക്ക് ക്വാണ്ടത്തെ പുള്ളിയുടെ വിചാരം എന്താന്ന് വെച്ചാൽ ആരെങ്കിലും വരും ഇത് റെക്ടിഫൈ ചെയ്യുന്നതാണ്. എനിവേ, ഞാൻ ഇതിൻ്റെ മറ്റൊരു ആംഗിളിൽ നിന്ന് ഇവിടെ ഒരു എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ചിന്താഗതി ഈ പറയുന്ന 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ ഉണ്ടായി വന്നത് എന്നുള്ളൊരു കാര്യം കൂടി ക്വിക്കായിട്ട് പറഞ്ഞു. നമ്മളിപ്പോൾ ഒരു മതവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു എന്താ പറയുക, എല്ലാം ഡിസൈൻഡാണ്. ദൈവം ഉണ്ട് എന്നുള്ളത് ദൈവമുണ്ട്, ഇല്ല അല്ലെങ്കിൽ ഉണ്ടാവാം എന്നുള്ള ചോദ്യമൊന്നും അവിടെ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്ന് നമ്മൾ ശാസ്ത്രം അഭ്യസിക്കുന്ന സമയത്തും അതിൽ നിന്നുണ്ടാകുന്ന റിസൾട്ടുകളിൽ നമ്മൾ ആ ഒരു ബയാസ് ഒരു പക്ഷേ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അബ്സല്യൂട്ട്നെസ്സിനാണ് നമ്മൾ ശാസ്ത്രം ചിലപ്പോൾ വന്ന് നിൽക്കുക. അപ്പോൾ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ ഉണ്ടായ ശാസ്ത്രജ്ഞന്മാർ പലരും നോക്കിക്കഴിഞ്ഞാൽ നിരീശ്വരവാദികളാണ്, അല്ലെങ്കിൽ നിരീശ്വരവാദം വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിനാണ് ഇങ്ങനെയുള്ള പുതിയ ചിന്തകളും ഉയർന്നു വന്നത്. അപ്പോൾ ഈ പറയുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിക്ക് അതീതമായിട്ടുള്ള പുതിയ കാര്യങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമ്മൾ വിശദീകരിക്കണം എന്നൊക്കെ വരുമ്പോഴാണ് ഇതിന് പറയാൻ പറ്റിയ ഒരു ലാംഗ്വേജ് വേണം. അപ്പോൾ അത് പറയാൻ പറ്റിയ ഒരു ലാംഗ്വേജ് ആയിട്ടാണ് ഈ പറയുന്ന സൂക്ഷ്മ തലത്തിലുള്ള പാർട്ടിക്കിൾസിൻ്റെ എങ്ങനെയാണ് അവരുടെ അവസ്ഥ, എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമുക്കൊരു പുതിയ ഭാഷ കണ്ടുപിടിക്കണം. ആ ഭാഷയാണ് ക്വാണ്ടം മെക്കാനിക്സ് എൻ്റെ തിയറി എന്നുള്ളതാണ് ഇതിനകത്ത് എൻ്റെ ഒരു വിലയിരുത്തൽ. നമ്മൾ ഈ പറഞ്ഞ അത് മുഴുവൻ പുതിയ ഒരു ഫോർമാലിസം തന്നെയാണ് അല്ലേ. നമ്മൾ മുമ്പില്ലാതിരുന്ന ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറിന് ലാംഗ്വേജ് ഉണ്ടാക്കുന്ന പോലെ, അങ്ങനെയുള്ള പുതിയ ഒരു കോഡ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ, ഇങ്ങനെയുള്ള ഒരു പുതിയ സംഭവമാണ് ഉണ്ടായത്. അതായത് എല്ലായ്പ്പോഴും നമ്മൾ, എനിക്ക് തോന്നുന്നത് എല്ലായ്പ്പോഴും ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള തിയറികൾ വരുമ്പോൾ അവർ അതിനൊരു ലാംഗ്വേജ് ഉണ്ടാക്കി. അതാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് നമ്മൾ പറയുന്നത്. കാൽക്കുലസ് ഉണ്ടാക്കിയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ അതിനോട് കമ്പയറബിളാണ് ഈ വേവ് മെക്കാനിക്സും അതുപോലെ നമ്മുടെ മാട്രിക്സ് മെക്കാനിക്സും. ആ ഒരു കമ്പാരിസൺ എപ്പോഴും കുട്ടികൾക്ക് മിസ്സാവാറുണ്ടെന്ന് തോന്നുന്നു പലപ്പോഴും. ആ ലാംഗ്വേജ് ഒരു പ്രധാനമാണ് അത്. ഞാൻ അടുത്ത ചോദ്യം പ്രൊഫസർ സെബാസ്റ്റ്യനോട് ചോദിക്കുകയാണ്. ഷ്രോഡിംഗർ ക്യാറ്റ്, ഇപ്പം നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും ഷ്രോഡിംഗർ ക്യാറ്റ് ഒരു വലിയ ഒരു എന്താ പറയുക ഹിസ്റ്റോറിക് സിമ്പൽ പോലെയാണ് അല്ലേ. പക്ഷേ ഷ്രോഡിംഗർ ആ ക്യാറ്റ് എക്സ്പെരിമെൻ്റ് അതങ്ങനെ ഡിസൈൻ ചെയ്തത് അതൊരു വലിയൊരു ഭയങ്കര പോസിറ്റീവായിട്ടല്ല, പുള്ളി ഒരു അപ്രിഹെൻസീവായിട്ട് അല്ലെങ്കിൽ ഒരു വാർണിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഷ്രോഡിംഗർ ക്യാറ്റ് എന്ന് പറയുന്ന ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് കൊണ്ടുവന്നത്. അതായത് ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഐൻസ്റ്റൈൻ വളരെ അപ്രിഹെൻറ്റീവ് ആയിരുന്നു ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച്. പുള്ളി ആദ്യമൊന്നും അത്രയ്ക്ക് ഹാപ്പി ആയിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ പുള്ളിക്ക് മനസ്സിലായി ഇത് ശരിയാണ്, പക്ഷേ ഒരു ഫിസിക്കൽ തിയറി ആവുമ്പോൾ അതൊരു അബ്സല്യൂട്ട് ആയിരിക്കണം, അതെല്ലാതും കംപ്ലീറ്റ് ആയിരിക്കണം എന്നുള്ളതായിരുന്നു അങ്ങേര് വിചാരിച്ചത്. അങ്ങനെ സ്വാഭാവികമായിട്ടും ഒരു സൈദ്ധാന്തികനെ പോലെ അത് തോട്ട് എക്സ്പെരിമെൻ്റ് നടത്തി EPR പാരഡോക്സ് വന്നു. അപ്പം മാത്തമെറ്റിക്കലി സോൾവ് ചെയ്യുമ്പം ക്വാണ്ടം സൂപ്പർ പൊസിഷൻ ഉണ്ട്, അത് മാത്തമെറ്റിക്കൽ ഒരു റിയാലിറ്റിയാണ്, അതാണ് EPR പാരഡോക്സ്. അപ്പോൾ
പക്ഷെ ആ ഒരു EPR പാരഡോക്സ് വന്നാൽ റിയൽ വേൾഡിൽ പ്രശ്നങ്ങളുണ്ടെന്ന് ഷോഡിങ്കറിന് അറിയാമായിരുന്നു, ഉണ്ടാവാമെന്ന് ഷോഡിങ്കറിന് അറിയാമായിരുന്നു. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഷോഡിങ്കർ കാറ്റ് എന്നുള്ള ഒരു തോട്ട് എക്സ്പെരിമെൻ്റ്, ഒരു വാണിംഗ് എന്ന നിലയിൽ പുള്ളി ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഈ ഞാൻ ചോദിക്കാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മുമ്പെങ്ങും ഇല്ലാത്ത വിധം വളരെയധികം സംവാദങ്ങൾ, കൊടുക്കൽ വാങ്ങലുകൾ, ആർഗ്യുമെൻറ്റുകൾ നടന്നിട്ടുള്ള ഒരു ഏരിയയാണ് ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ പൊതുവേ ശാസ്ത്രം അങ്ങനെയാണ്, പക്ഷെ ക്വാണ്ടം മെക്കാനിക്സിൽ അത് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇന്നത്തെ കാലത്ത് അത് ഈ ശാസ്ത്രത്തിൻ്റെ റെസിസ്റ്റൻസിന് അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയെ ഇന്നത്തെ കാലത്തും അതെങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അത് കാണുന്നത്? ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് സൂപ്പർ പൊസിഷനാണ്. നിങ്ങൾ ഓൾറെഡി എക്സിബിഷനിൽ അവിടെ എക്സ്പ്ലെയിനേഴ്സ് വിശദീകരിച്ച് തന്നിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അത് ശരിക്കും ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ മാത്തമാറ്റിക്സിൽ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഈ സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കലി വളരെ ക്ലിയർ ആണ്, പക്ഷേ അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ പല പല അഭിപ്രായങ്ങളുണ്ട്. ഈ മാത്തമാറ്റിക്സിനെ ലിറ്ററലി നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാൻ വേണമെങ്കിൽ, അതായത് ഒന്നിലധികം സാധ്യതകൾ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിന് അവൈലബിൾ ആണെങ്കിൽ എല്ലാ സാധ്യതകളിലും ഒരുമിച്ചായിരിക്കാനും ഈ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിന് കഴിയും. അതും സിസ്റ്റത്തിൻ്റെ സാധ്യമായൊരവസ്ഥയാണെന്നുള്ളതാണ്. ഇത് ക്ലാസിക്കൽ ഫിസിക്സിൽ തീരെ ഇല്ലാത്തൊരു കാര്യമാണ്. ഉദാഹരണത്തിന്, ഞാൻ ഈ പേന എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ പേന ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ പേന ഇപ്പോൾ എൻ്റെ പോക്കറ്റിലില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്, പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതൊരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം ആണെങ്കിൽ പേന എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ തന്നെ പോക്കറ്റിലില്ല എന്ന് നമുക്ക് നിശ്ചയമായിട്ടും പറയാൻ കഴിയില്ല. ഇതാണ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. അത് ലിറ്ററലി അതിന് ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണെങ്കിൽ, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ മാത്തമാറ്റിക്സിനെ ലിറ്ററലി അക്ഷരാർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് സൂപ്പർ പൊസിഷൻ ഇങ്ങനെ പറയാം: ഒന്നിലധികം സ്ഥാനങ്ങൾ പോസിബിൾ ആണെങ്കിൽ എല്ലാ സ്ഥലത്തും ആ സ്ഥലത്തെല്ലാം ഒരുമിച്ചായിരിക്കാനും ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിന് കഴിയും എന്നുള്ളതാണ്. അത് അതിൻ്റെ സാധ്യമായിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണ് എന്നുള്ളതാണ്. ഒന്നിലധികം ഊർജ്ജനിലകൾ അലൗഡ് ആണെങ്കിൽ ഈ എല്ലാ ഊർജ്ജനിലകളിലും ഒരുമിച്ചായിരിക്കുക എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ ഒരു സാധ്യമായിട്ടുള്ള സ്റ്റേറ്റ് ആണ്. ഇതിനാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ പ്രത്യേകിച്ച് പറയുകയാണ്, ഞാനിപ്പോൾ പറഞ്ഞത് ആക്ച്വലി ഈ മാത്തമാറ്റിക്സിൻ്റെ ഒരു ഇൻ്റർപ്രിറ്റേഷനാണ്. എല്ലാവരും ഈ ഇൻ്റർപ്രിറ്റേഷനോട് യോജിക്കുന്നില്ല. ഇത് വളരെ അക്ഷരാർത്ഥത്തിൽ മാത്തമാറ്റിക്സിനെ എടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാമെന്ന് മാത്രം. ഒന്നിലധികം സ്ഥലങ്ങളിൽ ഒരുമിച്ചായിരിക്കും, ഒന്നിലധികം ഊർജ്ജനിലകളിൽ ഒരുമിച്ചായിരിക്കാൻ കഴിയും എന്നിങ്ങനെയെല്ലാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഏതോ ഒരു സെൻസിൽ പല സ്ഥലത്ത് ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പോൾ വേവ് ഫംഗ്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഈ വേവ് ഫംഗ്ഷൻ ശരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത് ഈ സ്പേസിലുള്ള ഓരോ പോയിന്റിനും ഒരു നമ്പർ അസൈൻ ചെയ്യാണ് ഈ വേവ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ആ നമ്പറിൽ നിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഈ പൊസിഷനിൽ ഇലക്ട്രോണിനെ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിനെ കാണാനുള്ള പ്രോബബിലിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതൊരു പൊസിഷൻ ആവണമെന്നില്ല, എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. അല്ലെ ജനറലി ഒരു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ഒരു പോസിബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ ഇതിനൊരു നമ്പർ അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് പൊസിഷനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഈ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ സ്പേസിൽ എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡായി കിടക്കുകയാണ്. ഇൻ ജനറൽ നമ്മൾ മെഷർ ചെയ്യുന്നതിന് മുൻപ് കൃത്യമായിട്ട് എവിടെയാണെന്ന് നമ്മൾ പറയില്ല. നമുക്കതിനെപ്പറ്റി കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഏതോ ഒരർത്ഥത്തിൽ ഇത് എല്ലായിടത്തും സ്പ്രെഡ് ഔട്ട് ആയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മെഷർ ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇത് മെഷർ ചെയ്യുന്നതിന് മുൻപ് സൂപ്പർ പൊസിഷൻ എന്നുള്ള സ്റ്റേറ്റിലായിരിക്കും. മെഷർ ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പോസിബിലിറ്റി, ഒരു മെഷർമെൻറ്റ് ഔട്ട്കമ്മിലേക്ക് സിസ്റ്റം കൊളാപ്സ് ചെയ്യുന്നു എന്ന് പറയും. വേവ് ഫംഗ്ഷൻ കൊളാപ്സ് ചെയ്യുന്നു എന്ന് പറയും. ഈ രണ്ട് ഫീച്ചർ ക്വാണ്ടം മെക്കാനിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസിക്കൽ ഫിസിക്സിൽ ഇല്ലാത്ത കാര്യമാണ്, ക്വാണ്ടം ഫിസിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഐൻസ്റ്റൈനും ഷ്രോഡിംഗർ അതുപോലുള്ള ആൾക്കാർക്ക് ഇതിനോട് എതിർപ്പ് തോന്നാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒബ്വിയസ്ലി ഇത് ശരിയല്ല എന്നുള്ളൊരു തോന്നലാണ്. നമ്മുടെ ഡയറക്റ്റ് എക്സ്പീരിയൻസിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞ പോലെ ഈ പേന പോക്കറ്റിലുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കയ്യിലില്ല എന്നുള്ള നിശ്ചയമായിട്ടും പറയാൻ കഴിയും. ക്വാണ്ടം ഫിസിക്സിൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ട് ചേർന്ന് പോകുന്നില്ല എന്നുള്ളതാണ്. വേറൊരു കാര്യം, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് തന്നെയാണ് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഈ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞ തിയററ്റിക്കൽ ഫ്രെയിം വർക്കിനെ ഡയറക്റ്റായിട്ട് വെല്ലുവിളിക്കുകയാണ്. അതുമായിട്ട് കൺസിസ്റ്റൻ്റ് അല്ലാത്തൊരു ഫ്രെയിം വർക്കാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ഇവർ എതിർത്തത്. അപ്പോൾ ഈ ഷ്രോഡിംഗേഴ്സ് ക്യാറ്റിൻ്റെ കാര്യം പറഞ്ഞു, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ പൊതുവെ പറയുക അങ്ങനെ ഒരു ഷ്രോഡിംഗർ പറഞ്ഞതാണ്, ഈ ക്വാണ്ടം മെക്കാനിക്കൽ എഫക്ട്സ് നിങ്ങൾ പറയുന്ന പോലെയാണെങ്കിൽ, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ തിയറി പറയുന്നത് പോലെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പൂച്ച ഒരേ സമയം എലൈവ് ആൻഡ് ഡെഡ് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ ഇമാജിൻ ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. ഇഫ് ക്വാണ്ടം മെക്കാനിക്സ് ഇസ് റൈറ്റ്, യു ക്യാൻ ഇമാജിൻ എ ക്യാറ്റ് ബീയിങ് ഡെഡ് ആൻഡ് എലൈവ് അറ്റ് ദ സെയിം ടൈം ഇൻ സം സെൻസ്. ഓക്കെ,
അപ്പോൾ ഷ്രോഡിംഗർ ഇത് മുന്നോട്ട് വെച്ചത് ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു അൾട്ടിമേറ്റ് റിഡക്ഷ്യോ അറ്റ് അബ്സോർഡ് എന്ന് പറയും. അതായത് ഇത് ശരിയാണെങ്കിൽ ഇത്ര അബ്സേർഡ് ആയിട്ടുള്ള കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടി വരും. അതുകൊണ്ട് ഈ തിയറിയിൽ എന്തോ പ്രശ്നമുണ്ട്, അത് തെറ്റാണ് എന്നുള്ളത് പറയാനാണ് ഷ്രോഡിംഗർ ഈ ഒരു ക്യാറ്റ് എക്സ്പെരിമെൻറ്റ്, തോട്ട് എക്സ്പെരിമെൻറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ സംഭവിച്ചതല്ല. ഇന്ന് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഏറ്റവും വലിയ ഐക്കൺ എന്ന് പറയുന്നത് തന്നെ ഈ പൂച്ചയാണ്. നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ അവിടെ പൂച്ചയാണ് കാണുന്നത്. ഇതിൻ്റെ കാരണം ക്വാണ്ടം മെക്കാനിക്സ് ഇതുവരെയുള്ള എല്ലാ എക്സ്പെരിമെൻ്റൽ ചോദ്യങ്ങളെയും അതിജീവിച്ചു, എല്ലാ ടെസ്റ്റുകളെയും അതിജീവിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ ലോകത്തെ, എക്സ്പെരിമെൻ്റൽ ലോകത്തെ വിശദീകരിക്കാൻ ക്വാണ്ടം മെക്കാനിക്സിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഐൻസ്റ്റൈൻ്റെ ഒബ്ജക്ഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ സെറ്റിലാണ്. അപ്പോൾ ഈ സൂപ്പർ പൊസിഷൻ മാത്രമല്ല ഐൻസ്റ്റൈനെ കുഴക്കിയ കാര്യം. എനിക്ക് തോന്നുന്നു ഐൻസ്റ്റൈനെ കുഴക്കിയ പ്രധാനപ്പെട്ട കാര്യം ഈ വേവ് ഫംഗ്ഷൻ്റെ കൊളാപ്സ് ആണ്. ഈ പറഞ്ഞ പോലെ ഒരർത്ഥത്തിൽ എല്ലായിടത്തും സ്പ്രെഡ് ഔട്ട് ആയിരിക്കുകയാണ്. ഈ സ്പ്രെഡ് ഔട്ട് ആയിരിക്കും പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഒരു നമ്പർ ഉണ്ട്. ഈ നമ്പറിൽ നിന്ന് അവിടെ കാണാനുള്ള പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ പൊസിഷൻ മെഷർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത സ്ഥാനത്താണ് കാണാൻ കഴിയുക. ഇപ്പം ഞാൻ പറയും പേന എൻ്റെ പോക്കറ്റിലും കയ്യിലും ആയിരിക്കുന്നതിൻ്റെ സൂപ്പർ പൊസിഷനിലാണെന്ന് പറയും. പക്ഷെ നിങ്ങൾ മെഷർ ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴും ഒരു സ്ഥാനത്ത് മാത്രമേ അതിനെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിന് ഐൻസ്റ്റൈൻ്റെ പ്രശ്നം, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് തോന്നുന്നത് ഐൻസ്റ്റൈൻ ആദ്യമായിട്ട് സ്പൂക്കി ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു. ഇതിൻ്റെ പ്രശ്നം മെഷർ ചെയ്യുന്നതിന് മുമ്പ് എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡ് ഔട്ടായി കിടക്കുകയാണ്. പക്ഷെ മെഷർ ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്ഥാനത്തേക്ക് ഇത് കൊളാപ്സ് ചെയ്യുകയാണ്. അതായത് ഇൻസ്റ്റൻറ്റേനിയസ്ലി ബാക്കി എല്ലായിടത്തും ഇതിനെ കാണാനുള്ള പ്രോബബിലിറ്റി 0ലേക്ക് പോവുകയാണ്. ഞാൻ ഇപ്പോൾ ഇലക്ട്രോൺ ഇവിടെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ നിമിഷം ബാക്കി എല്ലായിടത്തും അതിനെ കാണാനുള്ള പ്രോബബിലിറ്റി 0 കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതൊരു ആക്ഷൻ അറ്റ് ഡിസ്റ്റൻസ് ആണ്. കാരണം അതിന് മുമ്പുള്ള വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിൽ എല്ലായിടത്തും അല്ലെങ്കിൽ മുറിയിൽ എല്ലായിടത്തും സ്പ്രെഡ് ഔട്ട് ആണെന്ന് കരുതുക. ഇവിടെ ഇലക്ട്രോണിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തായി, ഈ സ്പ്രെഡ് ഔട്ട് ആയിരിക്കുന്ന കാര്യം ഇൻസ്റ്റൻറ്റേനിയസ്ലി ഇങ്ങോട്ട് കൊളാപ്സ് ആയി. അത് ഇൻസ്റ്റൻറ്റേനിയസ് ആകണം. ഇൻസ്റ്റൻറ്റേനിയസ് അല്ലെങ്കിലുള്ള പ്രശ്നം, ഇവിടെ മെഷർ ചെയ്തിട്ടും വേറൊരു സ്ഥലത്ത് അവിടെ പ്രോബബിലിറ്റി 0 ആകുന്നില്ലെങ്കിൽ ഇവിടെയും അവിടെയും ഒരേ സമയം എനിക്ക് മെഷർ ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കും. അപ്പോൾ ഞാനിവിടെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും എല്ലായിടത്തും ആ സെക്കൻഡിൽ തന്നെ, ആ നിമിഷത്തിൽ തന്നെ പ്രോബബിലിറ്റി എല്ലാം 0 ആയി പോകണം. ഇതിനാണ് ഐൻസ്റ്റൈൻ ഒരു പക്ഷേ സ്പൂക്കി ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ്. ഒരു ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് ആണ്. അതായത് സ്പെസിഫിക്കലി ഐൻസ്റ്റൈൻ്റെ തന്നെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആയിട്ട് ഇത് കൺസിസ്റ്റൻ്റ് അല്ല. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു തിയററ്റിക്കൽ ഇതാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഇന്നും ഒരുപക്ഷെ എല്ലാ ദിവസവും അത് ടെസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അതിന് വിരുദ്ധമായിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ സ്പിരിറ്റിനോട് ഇത് ചേർന്ന് പോകുന്നത്. കാരണം സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ഒരു സ്ഥാനത്ത് നിന്ന് ഒരു പൊസിഷനിൽ നിന്ന് വേറെ പൊസിഷനിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യണമെങ്കിൽ ഒരു വേഗപരിധിയുണ്ട്. ഈ വേഗപരിധി എന്ന് പറയുന്നത് വാക്വത്തിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗതയാണ്. നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഒരു വേഗപരിധിയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടൊരു കാര്യം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ വേഗത ഫൈനൈറ്റാണ്. ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഏതോ ഒരർത്ഥത്തിൽ പ്രകാശത്തിൻ്റെ വേഗതയെക്കാളും കൂടിയ വേഗതയിൽ എന്തോ ഇൻഫർമേഷൻ എവിടെയോ പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ആശയം വരികയാണ്. ഇനി ഇൻഫർമേഷൻ കൃത്യമായിട്ട് അങ്ങനെ പാസ് ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ തെളിയിച്ചാൽ തന്നെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ സ്പിരിറ്റിന് ഇത് വിരുദ്ധമാണെന്ന് നമുക്ക് തോന്നും. അറ്റ്ലീസ്റ്റ് ഇറ്റ്സ് എഗെയിൻസ്റ്റ് ദ സ്പിരിറ്റ് ഓഫ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. നമുക്കിന്നറിയാം സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് കൺസിസ്റ്റൻ്റ് ആണ്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലുള്ള ചില ലൂപ്പ് ഹോൾസ് നേച്ചർ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് റിലേറ്റിവിസ്റ്റിക് ആയിട്ടുള്ള ക്വാണ്ടം തിയറി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് കൺസിസ്റ്റൻ്റ് ആണ്. പക്ഷേ അതിൻ്റെ സ്പിരിറ്റിനെ വയലേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നും. എന്ന് മാത്രമല്ല ഈ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് ചെയ്യുക എന്ന് പറയുന്നത് ഇതിൻ്റെ മെഷർമെൻറ്റ് പ്രോബ്ലം എന്നാണ് പറയുന്നത്. നമ്മൾ മെഷർ ചെയ്യുമ്പോഴാണ് വേവ് ഫംഗ്ഷൻ കൊളാപ്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫണ്ടമെൻ്റൽ നേച്ചറിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഫിസിക്കൽ നിയമമാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ ഈ മെഷർമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ ആയിരിക്കെ തന്നെ മെഷർമെൻറ്റ് എന്താണ് എന്നുള്ളതിന് ക്വാണ്ടം മെക്കാനിക്സിൽ കൃത്യമായിട്ടുള്ള നിർവചനമില്ല. അതായത് വാട്ട് കൺസ്റ്റിറ്റ്യൂട്ട്സ് എ മെഷർമെൻറ്റ്. നമ്മൾ പറഞ്ഞു മെഷർമെൻറ്റ് നടത്തുമ്പോൾ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ എന്താണ് മെഷർമെൻറ്റ്, എന്താണ് മെഷർമെൻറ്റിനെ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്നുള്ളതിന് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം ഇല്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ക്വാണ്ടം മെക്കാനിക്സ് ഈ രീതിയിലെങ്കിലും ഇൻകംപ്ലീറ്റ് ആണ്. ഇതിനിന്നും കൃത്യമായിട്ടുള്ള വിശദീകരണമില്ല. പക്ഷേ അന്നത്തെക്കാളും കുറേയധികം ക്വാണ്ടം മെക്കാനിക്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ആശയങ്ങൾ നമുക്കുണ്ട് ഇത് എന്തുകൊണ്ടായിരിക്കാം സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. പക്ഷെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അത് ഇപ്പോഴും കൃത്യമായിട്ട് നിർവചിക്കപ്പെടാത്ത ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ യൂണിവേഴ്സിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ കൃത്യമായിട്ട് വിശദീകരിക്കാൻ പറ്റാത്തൊരു ഫാക്ടർ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് തീർച്ചയായിട്ടും അരോചകമാണ്. ഇതുകൊണ്ടൊക്കെയാണ് ഐൻസ്റ്റൈൻ ക്വാണ്ടം മെക്കാനിക്സിനെ എതിർത്തത്. പക്ഷെ അക്കാലത്ത് ഈ ബോർ ഐൻസ്റ്റൈൻ ഡിബേറ്റ്സ് എന്നൊക്കെ നിങ്ങൾ ഇതിൽ കണ്ടിട്ടുണ്ടാവും. അക്കാലത്ത് ഒരു PR പബ്ലിക് റിലേഷൻസ് ബാറ്റിലായിരുന്നു. അത് വിജയിച്ചത് നീൽസ് ബോറും കൂട്ടരുമാണ്.
ഐൻസ്റ്റൈൻ ഒരു മൂലയ്ക്ക് അടിച്ചിരുത്തുകയാണ് ചെയ്തത് ഒരർത്ഥത്തിൽ. ഐൻസ്റ്റൈൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒബ്ജെക്ഷൻസ് അങ്ങനെ പബ്ലിക്കായിട്ട് പറയാതായി ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഐൻസ്റ്റൈൻ്റെ ഒബ്ജെക്ഷൻസ് തീർച്ചയായിട്ടും വാലിഡ് ആയിരുന്നു. ഐൻസ്റ്റൈൻ മുന്നോട്ട് വെച്ച പല ചോദ്യങ്ങൾക്ക് ഇന്നും കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്തിയിട്ടില്ല. ഈ ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രം നമുക്ക് നേച്ചറിനെ കുറിച്ചുള്ള ഫണ്ടമെൻ്റലായിട്ടുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഡിബേറ്റിനെ കുറിച്ച് പറഞ്ഞു, എന്തുകൊണ്ടാണ് ക്വാണ്ടം മെക്കാനിക്സ് ഇത്ര അധികം അറ്റാക്ക് ചെയ്യപ്പെട്ടത്. ഇത് വളരെയധികം സംവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഇത് ശരിക്കും സയൻറ്റിഫിക് മെത്തേഡിൻ്റെ ഒരു ഫീച്ചറാണ്. പ്രത്യേകിച്ചും നിലവിലെ നമ്മുടെ അറിവുകളായിട്ട് ചേർന്ന് പോകാത്ത പുതിയൊരു സിദ്ധാന്തം വരുമ്പോൾ എല്ലാ ആംഗിളിൽ നിന്നും അത് അറ്റാക്ക് ചെയ്യപ്പെടണം. അതാണ് സയൻസിൽ സംഭവിക്കുന്നത്. അത്ര നാളും നമ്മൾ ഈ സൂക്ഷ്മ ലോകത്തിനെ കുറിച്ച് വലിയ ആരും അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കാണില്ല. അതുകൊണ്ട് അതും കൊണ്ടും കൂടിയാണോ എല്ലായ്പ്പോഴും നമ്മൾ ആകാശത്തോട്ടാണല്ലോ നോക്കിക്കൊണ്ടിരുന്നത്. അതെ, എക്സ്പെരിമെന്റൽ ഡേറ്റ അവൈലബിൾ ആയിരുന്നില്ല. നമ്മൾ ആറ്റത്തിന്റെ ലെവലിലോട്ട് പോയിക്കൊണ്ടിരുന്നില്ല. അതെ, അതും ഒരു റീസൺ ആയിരുന്നു അതിന്. എക്സ്പെരിമെന്റൽ ഡേറ്റ അവൈലബിൾ ആയി കഴിഞ്ഞപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ഫ്രെയിം വർക്കിൽ അത് വിശദീകരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായി. പുതിയൊരു ഫ്രെയിം വർക്ക് പുതിയൊരു സാർ പറഞ്ഞു പുതിയൊരു ലാംഗ്വേജ് ആവശ്യമായിട്ട് വന്നു. അപ്പോൾ ഈ ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സാണ്. പക്ഷെ അങ്ങനെ ക്ലാസിക്കൽ ഫിസിക്സുമായിട്ട് അതുവരെ നമ്മുടെ അറിവുകളായിട്ട് ചേർന്ന് പോകാത്തൊരു തിയറി വരുമ്പോൾ സയൻസിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ട കാര്യമാണ് എല്ലാ ആംഗിളിലും അത് അറ്റാക്ക് ചെയ്യപ്പെടണം. അങ്ങനെ അറ്റാക്ക് ചെയ്യപ്പെട്ട് ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ട് അതിനെ അതിജീവിക്കുമ്പോഴാണ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു തിയറി ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള തിയറിയാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് നമുക്കിന്ന് അറിയാം. കാരണം എല്ലാത്തരം അറ്റാക്കുകളെ അതിജീവിച്ച് ഇന്നും ക്വാണ്ടം മെക്കാനിക്സ് നിലനിൽക്കുകയാണ്. നമ്മൾ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് മോഡലിൻ്റെയൊക്കെ വിജയം എന്ന് പറയുന്നത് തന്നെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ വിജയമാണ്, ഒരു ക്വാണ്ടം മെക്കാനിക്കൽ തിയറിയാണ്. അപ്പോൾ അത് സയൻറ്റിഫിക് ലോകത്ത് സംഭവിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള സംവാദങ്ങളും ഈ ക്രിറ്റിസിസംസും എല്ലാം സയൻസിൻ്റെ മെത്തേഡിൻ്റെ ഭാഗം തന്നെയാണ്. അതാണ് സയൻസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എക്സ്പെരിമെൻറ്റുകൾക്ക് സന്തോഷമുള്ള വേറെ കാര്യം പറയട്ടെ. അതായത് നമ്മൾ ഈ തിയറി അൺസർട്ടനിറ്റി ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ സ്റ്റേൺ ഹാൾ എക്സ്പെരിമെൻ്റ് ഉണ്ട്. അത് കാണിച്ചിട്ടുണ്ട്. ക്വാണ്ടൈസേഷൻ, ആംഗുലർ മൊമെൻ്റത്തിൻ്റെ ക്വാണ്ടൈസേഷൻ, അവിടെ തന്നെ നമുക്ക് കണ്ടിന്യൂറ്റി ഉണ്ടായിട്ടില്ല. അപ്പോൾ എക്സ്പെരിമെൻറ്റിൽ തന്നെ നമ്മൾ കണ്ടിന്യൂറ്റി ഇല്ലയെന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അൺസർട്ടനിറ്റിയും വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രൊഫസർ സെബാസ്റ്റ്യൻ പറഞ്ഞതനുസരിച്ച് നമുക്ക് ഇപ്പോഴും പൂർണ്ണമായിട്ടും പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളും ഉണ്ട്. ഇതൊക്കെയാണെങ്കിലും ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് നമുക്ക് ഇപ്പോഴും ഇഷ്ടംപോലെ ടെക്നോളജികളുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ നമ്മൾ ഒരുപാട് റിസർച്ചുകൾ നടക്കുന്നു. ഇപ്പോഴും പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടില്ലെങ്കിലും പക്ഷേ ക്വാണ്ടം സെൻസിങ് ഉണ്ട്, ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അല്ലേ. അങ്ങനെ ടെക്നോളജിക്കലി നമ്മൾ പിന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിങ് നമ്മൾ ഉപയോഗിക്കുക. കമ്പ്യൂട്ടേഷൻ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ തന്നെ നമ്മൾ ഒത്തിരി ഇൻസിലിക്കോ കാൽക്കുലേഷൻസ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ തിയറി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് തന്നെ നമ്മുടെ ലാബിലുള്ള കാര്യങ്ങൾ ഒരുപാട് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഫണ്ടമെൻ്റലി നമുക്ക് ചിലപ്പോൾ കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ടെക്നോളജിക്കലി ഈ അഡ്വാൻസ്മെൻറ്റ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു എക്സ്പെരിമെൻ്റലിസ്റ്റ് എന്ന നിലയിൽ നിങ്ങളതെങ്ങനെ കാണും? നിങ്ങൾക്ക് വിശദീകരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടോ, അതോ നമ്മൾ ഈ ടെക്നോളജി വിജയിക്കുമ്പോൾ മുന്നോട്ട് പോവുക? ഇതെങ്ങനെയാണ് നമ്മളൊരു സമന്വയത്തിലെത്തുന്നത്? ഓൾറെഡി ഉണ്ട് ഉള്ള കാര്യം പറഞ്ഞു. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം ഇപ്പോൾ സെബാസ്റ്റ്യൻ പറഞ്ഞ ഈ ഇൻസ്റ്റൻറ്റേനിയസ് എന്നുള്ള പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇൻസ്റ്റൻറ്റേനിയസ് എന്ന് പറയുമ്പോൾ നമ്മൾ ടൈം ആണ് ഡിഫൈൻ ചെയ്യുക. ടൈമാണ് അതിനകത്ത് എത്ര വേഗത്തിൽ എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ നമ്മൾ ഈ ഒരു ആറ്റത്തിനകത്ത് ഒരു ഇലക്ട്രോൺസിൻ്റെ ഡൈനാമിക്സ് ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് സമയമാണ് നമ്മൾ എന്നെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു ഇലക്ട്രോൺ ഒരു ഡിസ്ക്രീറ്റ് ലെവലിൽ നിന്ന് അടുത്ത ഡിസ്ക്രീറ്റ് ലെവലിലോട്ട് പോകുന്നു. ആ ഡിസ്ക്രീറ്റ് ലെവലിൽ എന്ന് പറയുന്നത് അവിടെ അതിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റാണ്. അവിടെ അതിന് ഹയർ എനർജിയിലാണ്, അതിനെ താഴോട്ട് പോരാനാണ് ഇപ്പോഴും താല്പര്യം അല്ലേ. അപ്പോൾ ആ വരുന്നത് എത്ര വേഗതയിലാണ് അല്ലെങ്കിൽ എത്ര പെട്ടെന്നാണ് അത് അങ്ങോട്ട് നമ്മൾ അത് ഡീക്കേ ചെയ്യുന്നത്. അവിടെ വരുന്ന സംഭവം എന്ന് പറയുന്നത് ടൈമാണ്. ഈ ടൈമാണ് നമ്മുടെ നല്ലൊരു ശതമാനം ക്വാണ്ടം ടെക്നോളജിയുടെ അടിസ്ഥാനമായിട്ട് വരുന്നത്. ഈ ടൈം എത്ര കൃത്യമായിട്ട് നമുക്ക്
അളക്കാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ള സംഭവം. അപ്പോൾ ഈ അങ്ങനെ വരുന്ന സമയത്ത് സെബാസ്റ്റ്യൻ തന്നെ പറഞ്ഞ ഈ ഒരു മെഷർമെൻറ്റിൻ്റെ പ്രശ്നം വരും. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് നമ്മൾ ഡീൽ ചെയ്യുന്നത് റിയൽ മെറ്റീരിയൽസിനെ വെച്ചിട്ടാണ്. നമ്മൾ വസ്തുത ഈ പദാർത്ഥങ്ങൾ തന്നെയാണ്, ഇതെല്ലാം ഉള്ള കാര്യങ്ങളാണ്. ക്വാണ്ടം മെക്കാനിക്സ് അതിനകത്തുണ്ട്. അപ്പോൾ നമ്മളതിനെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള സംഭവമാണ്. അപ്പോൾ അതിനകത്ത് ഒരു സിംഗിൾ ആറ്റം എന്ന് പറയുന്നത് നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് സാധാരണഗതിയിൽ ഒരു ആറ്റത്തിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ മെക്കാനിക്സ് നമുക്ക് പഠിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ലേസർ കൂളിംഗ് പോലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ട് ആറ്റത്തിനെ എക്സൈറ്റ് ചെയ്ത് ബാക്കി എല്ലാ ഇൻട്രാക്ഷൻസ് ഒഴിവാക്കി ഓരോ സോഡിയം ആറ്റത്തിനെ അവിടെ കൊണ്ടുവന്നിട്ട് കോൾഡ് ട്രാപ്പുകൾ ഉണ്ടാക്കിയിട്ട് നമ്മളതിനെ സ്റ്റഡി ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ കമ്പ്യൂട്ടിംഗ് ഒക്കെ പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ സിംഗിൾ ആറ്റംസ് വേണം. അതാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷനും. ഇപ്പോൾ ഗൂഗിളിൻ്റെ ഒക്കെ ഈ ക്വാണ്ടം കമ്പ്യൂട്ടറിൻ്റെ ഒരു മോഡൽ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു നല്ലൊരു ശതമാനം സംഭവം എന്ന് പറഞ്ഞത് ഇത് കൂൾ ചെയ്യാനുള്ള സംവിധാനമാണ്, ക്രയോജനിക് സിസ്റ്റമാണ്. അതുകൊണ്ടാണ് അതിങ്ങനെ വലിയൊരു സംഭവമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ സിംഗിൾ ആറ്റത്തിന് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഡിവൈസിനകത്ത് വളരെ ഡിഫിക്കൽട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന അല്ലെങ്കിൽ അതിൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ എങ്ങനെയാണ് ആറ്റം ഡീകെ അതിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് താഴോട്ട് വരുന്നത്, അതിൻ്റെ ഹയർ എനർജി ലെവലിൽ നിന്ന് താഴോട്ട് വരുന്നത് എന്നുള്ള ചോദ്യം വരുമ്പോൾ ഇത് എപ്പോഴും നമുക്കൊരു എക്സ്പോണൻഷ്യലായിട്ടാണ് ഇങ്ങനെ വരിക താഴോട്ട്. എപ്പോഴും നമുക്ക് എക്സ്പോണൻഷ്യലായിട്ടാണ് വരിക. അപ്പോൾ ഞങ്ങൾ ചെയ്തൊരു എക്സ്പെരിമെൻറ്റിനകത്ത് ഇത് അങ്ങനെയാണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായി. അപ്പോൾ സിംഗിൾ ആറ്റത്തിനകത്ത് തിയറി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിങ്ങനെ എക്സ്പോണൻഷ്യലായിട്ടാണ് വരിക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കളക്ഷൻ ഓഫ് ആറ്റം എടുത്തു കഴിയുമ്പോൾ അത് അങ്ങനെയാണോ എന്നുള്ള ചോദ്യം. അത് നിങ്ങൾ എക്സ്പെരിമെന്റിൽ ചെയ്തു കോൾഡ് ആറ്റം ഒന്നുമില്ല, നമ്മൾ സാധാരണ സിസ്റ്റത്തിനകത്ത് ചെയ്യാൻ നമുക്ക്. എൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ കോൾഡ് ആറ്റത്തിൽ വർക്ക് ചെയ്യുന്നേ ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു റിസർച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ചില സാധ്യതകൾ നമ്മുടെ സാധാരണ ഡിവൈസസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജീസ് ഇതെല്ലാം ക്വാണ്ടമാണ്. ക്വാണ്ടം മീൻസ് പാക്കറ്റ് ഓഫ് എനർജി കൺഫൈൻമെന്റുകൾ ഉണ്ട് അതിൽ. നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോൺ എന്ന് പറയുമ്പോഴും പ്രശ്നമാണ്. ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ഏതെല്ലാം തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മുടെ ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗപ്പെടുത്താം, അതിനെ കൺട്രോൾ ചെയ്ത്. അതാണ് ക്വാണ്ടം ടെക്നോളജിയിൽ ചെയ്യുന്നത്. അപ്പോൾ ക്വാണ്ടം ടെക്നോളജിയിൽ പല രീതിയിൽ തന്നെ ഇപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയും. നമ്മൾ ചെയ്യുന്നൊരു എക്സ്പെരിമെൻ്റാണ് +2 സമയത്ത് ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മെഷർ ചെയ്യണം. 9.78 എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു kilograms per meter square അങ്ങനെയുള്ള ഒരു വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഈ വാല്യൂ എത്രത്തോളം പ്രിസൈസാണ്? നമ്മൾ സ്കെയിലൊക്കെ വെച്ചിട്ടാണ് അളക്കുക അല്ലേ? സ്കെയിലൊക്കെ വെച്ചിട്ട് അളന്നിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഓരോരുത്തർ ആട്ടി വിടുന്നതിൻ്റെ സ്പീഡും ഒക്കെ വെച്ചിട്ട് അത് അങ്ങ് 10 മുതൽ 8 വരെ ഒക്കെ ഇങ്ങനെ കിട്ടും, പല വാല്യൂസ് കിട്ടും. അപ്പോൾ ഇത് ഏറ്റവും പ്രിസൈസായിട്ട് ഇന്ന് നമുക്ക് ഈ ഗ്രാവിറ്റി മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടം ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള സെൻസേഴ്സ് ഉണ്ട്. അതിനകത്ത് നമുക്ക് 10-20 ഡിജിറ്റൽ എന്താ പറയുക ദശാംശം എറേഴ്സിൽ നമുക്കിത് മെഷർ ചെയ്യാം. അപ്പോൾ ഇത് അളക്കാൻ പറ്റും. എന്തിനാണ് ഇത് അളക്കുന്നത്? അങ്ങനെ നമ്മൾ ചോദ്യം, എന്തിനാണ് ഗ്രാവിറ്റി അത്ര കൃത്യതയോടുകൂടി അളക്കേണ്ടതിൻ്റെ ആവശ്യം? അപ്പോൾ നമ്മൾക്കുണ്ടാകാവുന്ന പ്രകൃതി ദുരന്തങ്ങൾ, ഫോർ എക്സാമ്പിൾ ഒരു ഭൂചലനം ഉണ്ടാകുന്നു അല്ലെങ്കിൽ സീസ്മിക് എവൻസ് ഉണ്ടാകുന്നു. അത്തരം സീസ്മിക് എവൻസിനെ നമുക്ക് ഇത്രയും കൃത്യതയോടുകൂടി അളക്കാൻ പറ്റുന്ന സംവിധാനം ഇന്ന് ക്വാണ്ടം ടെക്നോളജി ഉപയോഗിച്ച് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാധ്യമല്ലാത്ത അല്ലെങ്കിൽ ഉടനെ സാധ്യമല്ലാത്ത കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്ത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഒരു എക്സാമ്പിളാണ്. പക്ഷേ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ഓൾറെഡി തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നു. ചൈനയിൽ തന്നെ കുറച്ച് കിലോമീറ്ററുകൾ
അവരത് ഓൾറെഡി ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞു. UK-ലാണെങ്കിൽ UK-യിൽ നിന്നും അയർലൻഡിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എക്സാമ്പിളോടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. എന്താണ് ഇതിൻ്റെ എല്ലാം ഉദ്ദേശം എന്ന് പറയുന്നത്? ക്വാണ്ടം ടെക്നോളജി എന്ന് പറയുന്നത് ഇപ്പോൾ മോസ്റ്റ് ഹൈപ്ഡ് ടെക്നോളജി in one of the most hyped, I think it's the most hyped technology now. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാഫീനായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അല്ല, അങ്ങനെ ഹൈപ്പ് ഉണ്ടെങ്കിലാണ് അവിടെ ഫണ്ട് വരുന്നതും പിന്നെ റിസർച്ച് നടക്കുന്നത്. അതിൻ്റെ ഒരു 2 വശങ്ങളുണ്ട്. അതിനകത്തോട്ട് പോയാൽ നമ്മൾ അങ്ങോട്ട് പോകും. അപ്പോൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞ കാര്യം വിട്ടുപോയി. ഹൈബ്രിഡ് ടെക്നോളജി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഇതെൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഈ കോണ്ടന്റ് ടെക്നോളജി തന്നെ ഹൈപ്ഡായിട്ടുള്ള സംഭവങ്ങളുണ്ട്, അല്ലാതെ പ്രായോഗികമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് സിംഗിൾ ഫോട്ടോൺ സോഴ്സസ് എന്ന് പറഞ്ഞു, ഒരു സിംഗിൾ ഫോട്ടോൺ സോഴ്സസ് നമ്മൾ ഒരു ഫോട്ടോണിനെ മാത്രമായിട്ട് ഐസൊലേറ്റ് ചെയ്ത് ഉണ്ടാക്കണമെങ്കിൽ, ഒരു ചിപ്പിൽ ഉണ്ടാക്കണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ കൂൾ ചെയ്യണം, അല്ലെങ്കിൽ അല്ലാതെ ചെയ്യാൻ പറ്റാവുന്ന മെത്തേഡുകളുണ്ടോ മാഗ്നറ്റിക് ആയിട്ടുള്ള പ്രോസസ്സുകൾ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഐസൊലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു കളക്ഷൻ ഓഫ് ഒരുപാട് ആറ്റംസ് ഉള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് അതിൽ നിന്ന് സിംഗിൾ ഫോട്ടോൺസിൻ്റെ ബിഹേവിയർ ഉപയോഗപ്പെടുത്തി നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിന് ഒന്നാണ് സെൻസിങ്ങിൽ നമുക്ക് സെൻസിങ്ങിൽ സിംഗിൾ ഫോട്ടോൺ സോഴ്സസും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഡയമണ്ട് പോലെയുള്ള അതിൻ്റെ അകത്തുള്ള ഡിഫക്ട്സ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ അറൗണ്ടായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ മെഷർ ചെയ്യാം. അപ്പോൾ എന്തായാലും പറഞ്ഞു വന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് നമ്മൾ ഒരു എക്സൈറ്റഡ് സിസ്റ്റത്തിൽ നിന്ന് ആറ്റം ഡീക്കേ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഈ ബക്കറ്റിൻ്റെ നടുക്ക് ഒരു ഓട്ടയിടാന്ന് വയ്ക്കുക. അപ്പോൾ ഓട്ടയിടുന്ന സമയത്ത് ആ ബക്കറ്റിലുള്ള വെള്ളം ഒറ്റയടിക്കും ഒഴുകി തീരില്ല. ആ ബക്കറ്റിലുള്ള വെള്ളം പതുക്കെ ഒഴുകി തീരും. ഇത് ഞാൻ ഈ എക്സാമ്പിൾ പഠിച്ചത് എൻ്റെ ഈ ക്വാണ്ടം ഓപ്റ്റിക്സിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ കൊളീഗിൽ നിന്ന് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞ ഒരു എക്സാമ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അങ്ങനെയാണ് ഒരു ക്വാണ്ടം സിസ്റ്റം ഇവോൾവ് ചെയ്യുന്നത്, ഡീക്കേ ചെയ്യുന്നത്. അതോ ഇതിങ്ങനെ മുകളിൽ നിന്ന് എടുത്ത് ചാടുകയാണ്. ഇപ്പോൾ ഒരു ഇലക്ട്രോൺ ഒരു ലെവലിൽ നിന്ന് എടുത്തിട്ട് താഴോട്ട് ചാടണം. ഇപ്പോൾ നമ്മളിവിടെ സ്റ്റെപ്സ്, ഈ ക്വാണ്ടം സിസ്റ്റം ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റെപ്സ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിളാണ്. ഡിസ്ക്രീറ്റ്നെസ് ഒക്കെ നേച്ചറിലുണ്ടായിരുന്നു, നമ്മളത് ശാസ്ത്രമായിട്ട് കണക്ട് ചെയ്യില്ല എന്നുള്ളൂ. ഇപ്പോൾ ഈ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടം സിസ്റ്റമാണ്, ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നേരെ എടുത്ത് അങ്ങോട്ട് ചാടുകയാണോ താഴോട്ട്, അതോ ഇലക്ട്രോൺ എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിൻ്റെ എനർജി റിലീസ് ചെയ്തിട്ട് ഈ പറയുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരുന്നത്? അത് ക്വാണ്ടം ജമ്പ് സംഭവം, അത് ജമ്പാണോ അതോ ഒഴുകുകയാണോ? അപ്പോൾ ഞങ്ങളുടെ ഈ തിയറിയിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ഈ ഒരു എക്സ്പെരിമെൻ്റൽ പ്രോബ്ലം വന്ന സമയത്താണ് ഈ തിയറി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് ഇപ്പോൾ അടുത്തിടെ ഞങ്ങൾ ഒരുമിച്ചൊരു പേപ്പറാക്കി. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ എക്സൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആറ്റം അത് എനർജി റിലീസ് ചെയ്യുന്നത് ഒരു സെർട്ടൺ ടൈം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആ ഇൻസ്റ്റൻസ് എന്നുള്ള സാധനത്തിന് ഞാനൊന്ന് ഉപയോഗപ്പെടുത്താൻ ഉപയോഗിച്ചാണ്. നമ്മൾ അതിനെ ഒരു ടൈമായിട്ട് ലിങ്ക് ചെയ്യണം. അപ്പോൾ ആ ടൈമാണ് നമ്മുടെ ഒരു ക്രിട്ടിക്കലായിട്ട് ഈ ക്വാണ്ടം സിസ്റ്റത്തിൽ മെഷർ ചെയ്യപ്പെടുന്നത്. അതിനെയാണ് നമ്മൾ ഈ പറയുന്ന സെൻസേഴ്സിലും അതുപോലെ തന്നെ ഈ പറയുന്ന പല ആപ്ലിക്കേഷൻസിനും നമ്മൾ ഉപയോഗപ്പെടുത്താവുന്ന ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് ഈ മെഷർമെൻറ്റ് ഓഫ് ടൈമാണ്. അത് മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റണം, ഏത് വേവ് ലെങ്ത്തിൽ മെഷർ ചെയ്യണം, അങ്ങനെയുള്ള പല വേറെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൻ്റെ ഒരു DK ടൈം എന്ന് പറയുന്ന സംഭവം, അതിനെ DK പ്രൊഫൈൽ എന്ന് പറയുന്ന മറ്റൊരു കാര്യം, അങ്ങനെ അത് വെച്ചിട്ടാണ്. സോറി. അപ്പോൾ അടുത്ത ചോദ്യം ഞാൻ എല്ലാവരോടും കൂടി ചോദിക്കാൻ പോകുന്നത്, ഓരോരുത്തരായിട്ട് മറുപടി പറഞ്ഞാലും മതി. അതായത് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഹറൻ്റായിട്ട് അതിൻ്റെ ജനനത്തിൽ അല്ലെങ്കിൽ അതിൽ തന്നെ കുറച്ച് പഠിക്കാനും മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് പോരാതെ നമ്മൾ പഠിപ്പിക്കുമ്പോഴും ഈ ക്വാണ്ടം മെക്കാനിക്സ് പഠിപ്പിക്കുന്നത് കുറച്ചൊരു വിയേർഡായിട്ട് അല്ലെങ്കിൽ കുറച്ചൊരു വേറെ രീതിയിലാണ്. അതായത് +2 നമ്മൾ ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ഒക്കെ പഠിക്കും മാത്സിൽ. അത് കഴിഞ്ഞ് കുട്ടികൾ BScക്കോ അല്ലെങ്കിൽ MScക്കോ വരുമ്പോൾ ഐഗൺ ഫങ്ഷൻസ് ഒക്കെ പ്രിൻസിപ്പിൾസ് ആയിട്ട് ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കും. ഇതെവിടെയാണ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നൊന്നും പല കുട്ടികൾക്കും അറിഞ്ഞുകൂടാ.
പല കുട്ടികൾക്ക് എന്താണ് കാര്യം എന്ന് മനസ്സിലാവുന്നില്ല. എന്തിനാണ് വേവ് ഫംഗ്ഷനിലോട്ട് ഞാൻ പിന്നീട് വരുന്നുണ്ടാവും. ഇതിപ്പോൾ പഠിപ്പിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ പ്രിൻസിപ്പിൾസ് പഠിപ്പിക്കുമ്പോൾ എന്താണെന്ന് പഠിപ്പിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ, ഇത് രണ്ടും കൂടി ഈ ക്വാണ്ടം മെക്കാനിക്സിന് എന്തവസ്ഥയിലാണ് ഇന്ന് കുട്ടികൾ ക്വാണ്ടം മെക്കാനിക്സ് മനസ്സിലാക്കുന്നത്? അത് ഒരു പ്രശ്നമാണോ? ക്വാണ്ടം മെക്കാനിക്സ് പഠിപ്പിക്കുന്നതിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. അത് പക്ഷേ ഓരോ അധ്യാപകനും അവരുടേതായിട്ടുള്ള രീതിയുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് പൊതുവേ കേരളത്തിലത്തെ അവസ്ഥ എടുത്താൽ മതി. പൊതുവേ കേരളത്തിലത്തെ അവസ്ഥ ഇങ്ങനെയാണ് ക്വാണ്ടം മെക്കാനിക്സ്. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ ഫിസിക്സിലും പഠിപ്പിക്കണം, കെമിസ്ട്രിയിലും പഠിപ്പിക്കണം. ബയോളജിയിൽ അവരത്ര പഠിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. അവർ അപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ ഫിസിക്സിലും കെമിസ്ട്രിയിലും പഠിപ്പിക്കുമ്പോഴത്തേനും അതിൻ്റെ ഫണ്ടമെൻ്റൽ കൺസെപ്റ്റുകൾ, അതിൻ്റെ ജന്മനായുള്ള പ്രശ്നങ്ങളല്ലാതെ പഠിപ്പിക്കുന്നതിലുള്ള പ്രശ്നങ്ങളുണ്ടോ? അത് നമ്മൾ എന്ത് ചെയ്യും ഈ കുട്ടികൾക്ക് ഇത് മനസ്സിലാവാനായിട്ട്? അത് ശരിക്കും ക്വാണ്ടം മെക്കാനിക്സ് പഠിപ്പിക്കുന്നതിൽ പ്രശ്നമുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ചും അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനെ ക്വാണ്ടം മെക്കാനിക്സ് പഠിപ്പിക്കുന്നത് വളരെ തെറ്റായ രീതിയിലാണെന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ അനുഭവം. അതിൻ്റെ കാരണം ഞാൻ പറയാം. ഈ ക്വാണ്ടം മെക്കാനിക്സ് ഡെവലപ്പ് ചെയ്ത് വന്ന കാലത്ത് ഈ ഫൗണ്ടേഴ്സിന് തന്നെ കൃത്യമായിട്ട് അറിയില്ല എന്താ സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഈ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അവർ കുറേ കോൺസെപ്റ്റ്സ് ആ സമയത്ത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി, അല്ലെങ്കിൽ അവർ മിക്കവാറും ശ്രമിച്ചത് ഈ ക്ലാസിക്കലായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പിക്ചേഴ്സിനെ ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ മാത്തമാറ്റിക്സുമായിട്ട് എങ്ങനെയെങ്കിലും. അതൊരു പ്രശ്നമല്ലേ ഈ ബോറിൻ്റെ ഒരു ആറ്റം മോഡൽ പിടിച്ചിട്ട് പിന്നെ വേവ് ഫംഗ്ഷൻ പറയുമ്പോൾ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല? അതെ, എൻ്റെ അഭിപ്രായത്തിൽ ഇതിലുള്ള ശരിക്കും ക്വാണ്ടം മെക്കാനിക്സ് പഠിപ്പിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും തുടങ്ങുന്നത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള രീതിയിലാണ് പഠിപ്പിച്ച് തുടങ്ങുക. ഇപ്പോൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള രീതിയിൽ പഠിപ്പിച്ച് തുടങ്ങുമ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫൗണ്ടേഴ്സിനുണ്ടായിരുന്ന എല്ലാ കൺഫ്യൂഷൻസും കുട്ടികൾക്ക് നമ്മൾ ആദ്യം പകർന്നു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മളവരെ കംപ്ലീറ്റ് മാക്സിമം കൺഫ്യൂസ്ഡ് ആക്കുകയാണ്. അതിനുശേഷം കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഒരു ക്ലാരിറ്റിയിലേക്ക് എത്തുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ ബോർ ആറ്റം മോഡലും വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി ഒക്കെ പറയുന്നതിന് മുൻപ് തന്നെ നേരെ ഷ്രോഡിംഗർ ഇക്വേഷനും വേവ് ഫംഗ്ഷനും പറയുകയാണ് വേണ്ടത്. മനസ്സിലാക്കാൻ കഴിയും. ഈ കോൺസെപ്ച്വലി ക്വാണ്ടം മെക്കാനിക്സ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് മനസ്സിലാക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടൊന്നുമല്ല. നമ്മൾ കുട്ടികൾക്ക് ഇത്രയും പറഞ്ഞു കൊടുത്താൽ മതി. ഡിഫറൻറ്റ് സെറ്റ് ഓഫ് റൂൾസ് ആണ്. ആ റൂൾസ് ഇങ്ങനെയാണ്. ഒരു അവിടെ ന്യൂട്ടൺസ് ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഷ്രോഡിംഗർ ഇക്വേഷൻ ഉണ്ട്. അവിടെ പൊസിഷനും മൊമെൻറ്റും പറയാമെങ്കിൽ ഇവിടെ നമ്മൾ വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് പറയുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുകയെന്ന് ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് പകരം ഉദാഹരണത്തിന് BSc ലെവലിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെങ്കിലും ക്വാണ്ടം മെക്കാനിക്സ് പഠിപ്പിക്കുമ്പോൾ ആദ്യത്തെ കുറേ ആഴ്ചകൾ നമ്മൾ ഈ വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി എന്ന് പറഞ്ഞ ഒരെണ്ണത്തിൽ കിടന്ന് ഇങ്ങനെ കുട്ടികളെ കൺഫ്യൂസ്ഡ് ആക്കുകയാണ്. അത് ശരിക്കും കൺഫ്യൂസിങ് ആണ്. കാരണം ശരിയാണ്, തുടക്കകാലത്ത് അങ്ങനെയുള്ള ചില കോൺസെപ്റ്റ്സ് ആൾക്കാർ ഉപയോഗിച്ചിരുന്നു, ദിബ്രോയി ഇങ്ങനെയുള്ള ആൾക്കാർ ഉപയോഗിച്ചിരുന്നു. ഇന്ന് നമുക്കറിയാം അതിലുള്ള പല ആശയങ്ങളും ഒന്നുകിൽ തെറ്റാണ് അല്ലെങ്കിൽ പാർഷ്യലി മാത്രം അക്യുറേറ്റ് ആണ്. അപ്പോൾ ഈ കൺഫ്യൂഷൻസ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ന്യൂട്ടോണിയൻ മെക്കാനിക്സ് പഠിപ്പിക്കുന്ന പോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ കോൺസെപ്റ്റ്സ് പഠിപ്പിച്ചു കൊടുത്താൽ മതി. ആദ്യം അതിലേക്ക് എത്താം. അപ്പോൾ ഈ ആദ്യം മുഴുവൻ അവരെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് പിന്നെ ക്ലാരിറ്റി കൊടുക്കുമ്പോഴേക്കും കുട്ടികൾ വേണമെങ്കിൽ ഹിസ്റ്ററി പോയി പഠിച്ചോളും. അതായത് ഇത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഈ തിയററ്റിക്കൽ ഫോർമുലേഷൻ കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിക്കുക, ചില സിമ്പിൾ എക്സാമ്പിൾസ് കൊടുക്കുക. അതിനുശേഷം ഹിസ്റ്റോറിക്കലുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതേ ഉള്ളൂ. അതായത് ഹിസ്റ്റോറിക്കൽ എന്തുകൊണ്ടാണ് ദിബ്രോയി വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ കുറിച്ച് ചിന്തിച്ചത്, അത് ഇവിടെ എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറയുന്നതിൻ്റെ കാരണം ഈ വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് വെച്ചാണ് എപ്പോഴും നമ്മൾ തുടങ്ങുക. പക്ഷേ ഇത് ശരിക്കും ഫണ്ടമെൻ്റലി ഫ്ലോഡാണ്, ഫണ്ടമെൻ്റലി പിഴവുള്ളൊരു ഐഡിയ ആണ് ഈ വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ BSc സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന രീതിയിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ ഫീൽഡിന് ഒരു പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്, ഫോട്ടോൺ. അതുപോലെ ഇലക്ട്രോണിന് ഒരു വേവ് നേച്ചർ ഉണ്ട് എന്നുള്ള രീതിയിലാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഫോട്ടോണും ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ബന്ധമല്ല ഇലക്ട്രോണും വേവ് ഫംഗ്ഷനും തമ്മിലുള്ളത്. ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പേസിൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഫീൽഡ് തന്നെയാണ്. വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഫീൽഡും അല്ല, വേവും അല്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അതിനൊരു വേവായിട്ട് കണക്കാക്കാമെന്ന് മാത്രം. ജനറലി അതൊരു വേവ് തന്നെയല്ല, നമ്മുടെ സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യുന്നൊരു ഫീൽഡല്ല. സിമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഒറ്റ ഇലക്ട്രോൺ എടുത്തിട്ട് അതിൻ്റെ വേവ് ഫംഗ്ഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ സ്പേസിൽ എല്ലായിടത്തും ഒരു നമ്പർ കിട്ടും. അപ്പോൾ നമുക്ക് അതിനെ വേണമെങ്കിൽ ഒരു വേവായിട്ട് കണക്കാക്കാം. പക്ഷേ 2 ഇലക്ട്രോണിൻ്റെ സിസ്റ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇത് ഈ 2 ഇലക്ട്രോണിൻ്റെ എല്ലാ കോൺഫിഗറേഷൻസിനുള്ള പ്രോബബിലിറ്റീസാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ശരിക്കും കോൺഫിഗറേഷൻ സ്പേസ് എന്ന് പറയും. അതായത് 2 പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ പറയുന്നത് നമുക്ക് 6 നമ്പേഴ്സ് വേണം. 3 ഡയമെൻഷണൽ സ്പേസിലാണ് 3 നമ്പേഴ്സ് വേണം. അതിൽ 3 നമ്പേഴ്സ് ഉണ്ടെങ്കിലാണ് ഒരു പാർട്ടിക്കിളിനെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുക. 2 പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ 6 നമ്പേഴ്സ് വേണം.
അപ്പോൾ ശരിക്കും വേവ് ഫംഗ്ഷൻ ചെയ്യുന്ന നമ്മൾ ഈ 6 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു നമ്പർ ഇങ്ങോട്ട് തരും. ഈ നമ്പറിൽ നിന്ന് ഈ 2 പാർട്ടിക്കിളിൻ്റെ പോസിബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻസിൻ്റെ പ്രോബിലിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ 2 പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഈ വേവ് ജീവിക്കുന്നത് നമ്മുടെ 3 ഡയമെൻഷണൽ സ്പേസിലല്ല, ഒരു 6 ഡയമെൻഷണൽ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ സ്പേസിലാണ്. നമ്മുടെ ശരിക്കും ഈ സ്പേസിൽ ജീവിക്കുന്ന ഒരു വേവേ അല്ല വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതേസമയം ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫീൽഡിൽ തന്നെയുള്ള, നമ്മുടെ ഈ സ്പേസിൽ തന്നെയുള്ള ഒരു ഫീൽഡാണ്, ഒരു വേവാണ്. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഫ്ലോഡ് ആയിട്ടുള്ള ഐഡിയ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ കുട്ടികൾ ഇത് അൺലേൺ ചെയ്യേണ്ടി വരികയാണ്. വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇവർ ഈ കോൺസെപ്റ്റ്സ് പഠിച്ചിരുന്നത്. ഇൻഹെറൻ്റ്ലി കൺഫ്യൂസിങ് ആണ്, മാം പറഞ്ഞ പോലെ ഇൻഹെറൻ്റ്ലി കൺഫ്യൂസിങ് ആണ്. പക്ഷെ ആദ്യം തന്നെ തെറ്റായിട്ടുള്ളൊരു കാര്യം പഠിപ്പിച്ചു കൊടുത്തിട്ട് പിന്നെ ഈ കൺഫ്യൂഷൻ എല്ലാം അൺലേൺ ചെയ്യാൻ സത്യത്തിൽ കുറേ സമയം എടുക്കും. ബ്രൈറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വേഗം അത് അൺലേൺ ചെയ്യുക. എനിക്ക് സത്യത്തിൽ വർഷങ്ങളെടുത്തു ഈ കൺഫ്യൂഷനിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട്. പ്രൊഫസർ ജിൻജോസിൻ്റെ അഭിപ്രായം എന്താ? അതായത് ഇങ്ങനെയാണോ പഠിപ്പിക്കേണ്ടത്? ഡീലേണിങ്, അൺലേണിങ്, റീലേണിങ് ഇങ്ങനെയാണോ? അതോ നമ്മൾ ആദ്യം തന്നെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം പഠിക്കും? ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വിഷയമാണ് സംസാരിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് നല്ല 2 അധ്യാപകരാണ് ക്വാണ്ടം മെക്കാനിക്സ് പഠിപ്പിക്കാനായിട്ട് ഉണ്ടായിരുന്നു. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള വിക്ടോറിയ കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ഈ MSc വരുന്ന സമയത്താണ് നമുക്ക് ഈ ക്ലാസ്സെങ്കിലും ഉണ്ടായിരുന്നു. സോറി സാർ, എൻ്റെ ഡിഗ്രി കാലത്തൊക്കെ വെച്ചാൽ ക്ലാസ് എടുക്കുക, ക്ലാസ്സിൽ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻസ് അതൊന്നും കാര്യമായിട്ട് ഉള്ളതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ MSc വരുന്ന സമയത്ത് കുറച്ചുകൂടി നമ്മൾ സീരിയസ് ആയി. അപ്പോൾ അതിനകത്ത് ഉണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 പ്രഗത്ഭരായ അധ്യാപകർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. അതിലൊരാണ് VK തങ്കപ്പൻ എന്ന് പറയുന്ന പ്രൊഫസർ VK തങ്കപ്പൻ്റെ ഒരു പുസ്തകമാണ് നമ്മുടെ അടിസ്ഥാനമായിട്ട് ഈ നമ്മുടെ കോളേജുകളിലെല്ലാം പഠിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആദ്യം അതിൻ്റെ മാത്തമാറ്റിക്സ് ഫോർമാലിസം പ്രസൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് അതിങ്ങനെ അങ്ങ് പോവും. എനിക്ക് ഈ ആറ്റംന്നോ ഇലക്ട്രോണെന്നോ ഉള്ളൊരു സംഭവം എൻ്റെ മനസ്സിൽ കിടപ്പോയിട്ടില്ല. ഇത് എന്തിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെന്ന്, പാർട്ടിക്കിൾ എന്നൊരു സംഭവം പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചാണെന്നുള്ളൊരു ചിന്ത അന്നേരം വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം ഈ പുസ്തകം എടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ആദ്യത്തെ ചാപ്റ്ററിൽ വന്ന് നിൽക്കും ഫേസ് സ്പേസ്. ഇപ്പോൾ അവിടെ പറഞ്ഞ നമ്മുടെ 6 ഡയമെൻഷണൽ അല്ലെങ്കിൽ n പാർട്ടിക്കിൾ വരുന്ന സമയത്ത് 6 n ടൈംസ് 2 ആണോ? ഞാനിത് പഠിപ്പിക്കാത്തതുകൊണ്ട്. അപ്പോൾ 2 പാർട്ടിക്കിൾ വരുമ്പോൾ 6 ആകുമ്പോൾ അങ്ങനെ അത് മൾട്ടിപ്ലൈ ചെയ്ത് പോകും. അപ്പോൾ ഈ സ്പേസ് എന്നാന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കിതെങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റുക? ഇതെവിടെയാണ് ഈ പറയുന്ന ഇത്രയും സ്പേസ് എല്ലാം കൂടെ ഈ പാർട്ടിക്കിളിനെല്ലാം കൂടെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുള്ള സംഭവം വരുമ്പോൾ നമ്മളൊരു കാര്യം പഠിക്കുന്ന സമയത്ത് നമുക്കതിനകത്തൊരു നമ്മുടെ ഉള്ളിലൊരു ഇൻഡ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് പഠിക്കാൻ പാടാണ്. ഇപ്പം ഞാൻ ഇമാജിനേഷൻ ഇല്ലെങ്കിൽ നമുക്കത് മനസ്സിലായില്ല. അപ്പം എനിക്കത് മനസ്സിലാവുണ്ടാവില്ല. എനിക്കത് വളരെ ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള എന്തോ നമ്മുടെ ലോകത്തുള്ള ഒരു സാധനമല്ല നമ്മൾ ഈ പറയുന്നത് എന്നുള്ളൊരു ഫീലാണ് അന്ന് ചെയ്യാം. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം എനിക്ക് ഈ ക്ലാസ്സിലിരുന്ന് പഠിച്ചാൽ എനിക്ക് പുസ്തകം വായിച്ച് അതിൽ നിന്ന് ഇങ്ങനെ ആദ്യം മുതൽ വീണ്ടും തുടങ്ങണം. അപ്പോൾ ഞാനൊരു 5-6 മാസം പോലെ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടുന്ന് തുടങ്ങും, അവിടെ എത്തും. അതിനുശേഷം ഈ സാറ് വളരെ പ്രഗത്ഭനായിട്ട് സാറായിരുന്നു തങ്കമ്മ സാറ്. ഞാൻ അതിൻ്റെ ഒരു പഠിപ്പിക്കുന്ന രീതി അതിനെക്കുറിച്ചൊന്നുമില്ല. അതിൻ്റെ ആ പുസ്തകം ഉപയോഗിച്ച് നമ്മൾ പഠിപ്പിച്ച് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന എന്നെപ്പോലുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അത്രേ പറഞ്ഞുള്ളൂ അതിനകത്ത് സംഭവം. അത് ചിലർക്ക് ഇപ്പോൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള വിഷയ്ക്ക് ഒരു പ്രശ്നമല്ലായിരുന്നു. പുള്ളി മാത്തമാറ്റിക്സിൻ്റെ ഒരു ആശാനാണ്. അപ്പോൾ ആൾക്കത് കുഴപ്പമില്ല. അപ്പോൾ വേറൊരു അധ്യാപകൻ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് പഠിപ്പിക്കുന്ന വാസുദേവൻ സാറ്. സാറ് വളരെ ഇവർ 2 പേരും ഇവിടുത്തെ മാസ്റ്റേഴ്സായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വാസുദേവൻ സാറ് വന്നിട്ട് നമുക്ക് ക്ലാസ് എടുക്കും ഈ സംഭവം. അപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഒരു സംഭവമാണ്. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സുമായിട്ട് കൃത്യമായിട്ട് കണക്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് കാര്യം മനസ്സിലായി. ഇതെന്ന് പറയുന്നത് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് ഈ ഇലക്ട്രോണുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സാധനമാണ്. ഇലക്ട്രോൺ എവിടെയാണെന്ന് അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈനോ കോസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മാത്സും ഫിസിക്സും തമ്മിലുള്ള കണക്ഷൻ അവിടെയാണോ പ്രശ്നം വരുന്നത്? എനിക്കത് തോന്നുന്നു അതാണ് കുഴപ്പം. ഇത് മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഇൻഡ്യൂസ് ചെയ്ത് എന്താ പറയുക, നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാം. പക്ഷെ അത് ചിലർക്ക്, ഇപ്പോൾ എന്നെ പോലുള്ള ഒരാൾക്ക് ഇപ്പോൾ ഫിസിക്കൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയെന്ന് വെച്ചാൽ
സോളിഡ് സ്റ്റേറ്റുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതായിരിക്കും എന്നിനി പഠിപ്പിക്കുക എന്നുള്ളതായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ ആദ്യം പറഞ്ഞ പോലെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ക്രൊണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇതിനകത്ത് വരരുത്. ഇപ്പം ഞാൻ ഇപ്പോൾ അടുത്തിടെ എനിക്ക് മനസ്സിലായിരുന്നു, നമ്മളിപ്പോൾ ഒരു റിസർച്ച് ഇങ്ങനെ ഒരു ഓർഡറിൽ ചെയ്യും. ആദ്യം ചെയ്തത്, രണ്ടാമത് ചെയ്തത്, മൂന്നാമത് ചെയ്തത്, നാലാമത് ചെയ്തതെന്നൊക്കെ നമുക്ക് ഓരോ തവണയും ഓരോ കുറേ റിസൾട്ടുകൾ കിട്ടും. അപ്പം ഞാനതൊരു ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യം ചെയ്ത് ഇതായതുകൊണ്ട് ഞാനത് ആദ്യം പറയുന്നു, ഇത് രണ്ടാമത് ചെയ്തുകൊണ്ട് പേപ്പർ എഴുതുമ്പോൾ പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ എഴുതുന്നത്. അത് പക്ഷെ അത് എഴുതുമ്പോൾ അങ്ങനെ ചെയ്യാമെങ്കിലും പറയുമ്പോൾ നമ്മളതിനെ അതിൻ്റെ ഒരു സമഗ്രതയിലാണ് പറയേണ്ടത്. ഇപ്പോൾ ഞാനൊരു വിഷയത്തിൻ്റെ നമ്മളതിൻ്റെ എങ്ങനെയാണ് അതിനകത്ത് മാസ്റ്റർ ചെയ്യുന്നത്, നമ്മൾ പ്രധാനമാണെന്നാണ് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് നമ്മളതിനെ കൺസെപ്റ്റ് എന്താണോ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ ആദ്യം പറയുക, എന്നിട്ട് നമ്മൾ എന്തുകൊണ്ട് എങ്ങനെയാണ് അതിലോട്ട് എത്തിയതെന്ന് പറയാം. അങ്ങനെ പല രീതിയിലും നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാൻ പറ്റും. പക്ഷേ ഇതൊക്കെ എന്നെപ്പോലുള്ള ഒരാൾക്കും ഇത്രയെങ്കിലുമൊക്കെ ഇവിടെ ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് വലിയ പേടിയില്ലാതെ പറയാനുള്ള ഇത്രയും കാലം എടുത്തു. അത് നമുക്ക് കുറച്ച് കേരളത്തിലെ പഠനത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിന്റെ പഠനത്തിനെ കുറിച്ച് ഇങ്ങനെ ഒരു പ്രശ്നം പലപ്പോഴും പലരും, ഈ അക്കാദമിക്കിലുള്ള പലരും, മലയാളികളല്ലാത്തവരും പറഞ്ഞു കിട്ടിയിട്ടുണ്ട്. അത് പഠിപ്പിക്കുന്നതിലൊരു പ്രശ്നമാണോ അതോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലുള്ള പ്രശ്നമാണോ, എന്താ തോന്നുന്നത് പ്രൊഫസർ അനിൽ ഷാജി? പഠിപ്പിക്കുന്നതിലൊരു പ്രശ്നമുണ്ട്. അത് നേരത്തെ ജിൻസും എല്ലാവരും പറഞ്ഞു. പക്ഷേ ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുള്ളത്, ജെൻ സി, ജെൻ ആൽഫയെ ക്വാണ്ടം മെക്കാനിക്സ് പഠിപ്പിക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. അത് ശരി, അവർക്ക് മാത്സ് അറിയുന്നതുകൊണ്ടാണോ? അല്ലല്ല, അതുകൊണ്ട് രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് എന്താ പറയുക, ക്ലൗഡിനെ പറ്റി അറിയാം, ഇൻഫർമേഷൻ ഇൻ ദ ക്ലൗഡിനെ പറ്റി അറിയാം. രണ്ടാമത് അവർ ഫസ്റ്റ് ഇയർ BSc ആണെങ്കിലും ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് 1-2 റിലേഷൻഷിപ്പൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരിക. അപ്പം അതും അറിയാം. ഓക്കെ, ഇതൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. അഡ്വാൻസ്ഡ് അല്ല, ആൽഫയെക്കാട്ടിയും. ക്വാണ്ടം മെക്കാനിക്സ് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാക്കുന്ന ചില കോൺസെപ്റ്റ്സ് അവർക്ക് ഓൾറെഡി അറിയാം. അപ്പം ഉദാഹരണത്തിന്, അപ്പം ഞാൻ യൂഷ്വലി ക്ലാസ്സിൽ പോകുമ്പോൾ ആദ്യം പറയുന്ന കഥ, ആദ്യം കഥ വെച്ചാൽ തുടങ്ങുക. കഥ ഏതാ? 5 അന്ധന്മാർ ആനയെ കാണാൻ പോകുന്ന കഥയാണ്. അപ്പോൾ അവർ ആദ്യത്തെ ആൾ പോയി ആനയുടെ കാലിൽ പിടിച്ചു, എന്നിട്ട് പറഞ്ഞു ആനയെ കണ്ട, ആന എന്താണെന്ന് എനിക്കറിയാം, തൂണ് പോലെ ഇരിക്കുന്നു. രണ്ടാമത്തെ ആൾ തുമ്പിക്കൈ പിടിച്ചിട്ട് പറഞ്ഞു ആനയെന്ന് എനിക്കറിയാം, പാമ്പിനെ പോലെ ഇരിക്കും. വാലി പിടിച്ച ആൾ പറഞ്ഞു ആന എന്താണെന്ന് എനിക്കറിയാം, അത് കയറ് പോലെയാണ് ഇരിക്കുന്നത്. കുമ്പി പിടിച്ച ആൾ പറഞ്ഞു അല്ല, നിങ്ങളെല്ലാം തെറ്റാണ്, ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുന്തം പോലെയാണ് ഇരിക്കുക. അവസാനം ആനയുടെ വയറ്റിൽ പോയി ഇടിച്ച ആൾ പറഞ്ഞു ആന ഇങ്ങനെയൊന്നുമല്ല, ആനയൊരു മതിലാണെന്ന്. അപ്പം അതിൻ്റെ മോറൽ ഓഫ് ദി സ്റ്റോറി പലതും ആകും. പക്ഷേ ഈ ക്വാണ്ടം മെക്കാനിക്സിനെ സംബന്ധിച്ചിടത്തോളം മോറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്നത്, ക്വാണ്ടം മെക്കാനിക്സിൽ പഠിക്കുന്നത് നമുക്കാർക്കും കാണാനോ കേൾക്കാനോ തൊടാനോ എന്താ പറയുക, സ്മെല്ല് ചെയ്യാനോ ടേസ്റ്റ് ചെയ്യാനോ പറ്റാത്ത കാര്യങ്ങളെ പറ്റിയാണ്. അപ്പം അവിടെ അത് പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ഈ അന്ധന്മാരെ പോലെയാണ്. എന്തുകൊണ്ടാണ് ഈ ആദ്യത്തെ ആൾ ആന തൂണ് പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞതെന്ന് ആലോചിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നേരത്തെ ഒരു തൂണി പോയി ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് തൂണ് എന്താണെന്ന് അറിയാം. ഇതാണ് പ്രശ്നം, അതുകൊണ്ടാണ് തൂണ് പോലെ ഇരിക്കുന്നതെന്ന് പറയുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ തൂണെന്ന് പറയില്ലല്ലോ. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ക്ലാസിക്കൽ വേൾഡുമായിട്ടുള്ള പ്രെജുഡിസസ്, ക്ലാസിക്കൽ വേൾഡ് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള പ്രെജുഡിസസ് കയ്യിലിരിക്കുന്നിടത്തോളം കാലം ഈ വക തെറ്റിദ്ധാരണകളുണ്ടാവും. ഈ കോൺസെപ്റ്റ്സ് അല്ല എന്താ പറയുക, ക്വാണ്ടം മെക്കാനിക്സിന് സൂട്ടബിളായിട്ടുള്ള കോൺസെപ്റ്റ്സ്. ഫോർ എക്സാമ്പിൾ, ലോങ് റേഞ്ച് എൻറ്റാങ്കിൾമെൻറ്റ് പഠിപ്പിക്കണമെങ്കിൽ ലോങ് റേഞ്ച് റിലേഷൻഷിപ്സിനെ പറ്റി സംസാരിക്കുന്നതാണ് കുറച്ചും കൂടെ സൗകര്യം. അതായത് എങ്ങനെയാണ് ദൂരെ എന്താ പറയുക, യൂറോപ്പിലിരിക്കുന്ന ആളും കേരളത്തിലിരിക്കുന്ന ആളും ഒരേ സമയത്ത് സന്തോഷവും സങ്കടവും പങ്കിടുന്നത്. എന്തുകൊണ്ടാണ്? ഒരു റിലേഷൻഷിപ്പിലായാൽ ആ കോറിലേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ അതൊരു കംപ്ലീറ്റ് കോൺസെപ്റ്റ് അല്ല. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഒരാളുടെ അടുത്ത് നിനക്ക് സന്തോഷമാണോ സങ്കടമാണെന്ന് ചോദിച്ചാൽ സങ്കടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാം ഇവർ റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് നമുക്ക് ദൂരെ ഇരിക്കുന്ന ആളും സങ്കടത്തിലാവാൻ സാധ്യതയുണ്ട്. പക്ഷേ
ഇവിടെ കേരളത്തിലിരിക്കുന്ന ആളുടെ അടുത്ത് നിനക്ക് വിശപ്പുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ വിശപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരെയുള്ള ആൾ എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി വിശപ്പുണ്ടെന്ന് തന്നെ പറയുക? അത് നമുക്ക് മീൻസ് ഇമാജിൻ ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. മറ്റത് ഇമാജിൻ ചെയ്യാൻ എളുപ്പമുള്ള കാര്യമാണ്. റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ സന്തോഷമാണോ സങ്കടമാണെന്നുള്ളത്. പക്ഷേ വിശപ്പ് എങ്ങനെയാണ് കോറിലേറ്റഡ് ആവുക? പക്ഷേ രണ്ടാംഗിൾ പെയർ ഓഫ് പാർട്ടിക്കിൾസ് ബിഹേവ് ചെയ്യുന്ന ഈ രീതിയിലാണ്. ക്ലാസിക്കലി നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തതിനേക്കാളും മറ്റു രീതിയിലുള്ള കോറിലേഷൻസ്. ഈ രണ്ടിനും ഉത്തരം കോറിലേറ്റഡ് ആയിട്ട് പറയുന്നു. ഇവന്തോ ഒരെണ്ണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിലും മറ്റത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും രണ്ടിനും ഉത്തരം ഒരുപോലെ പറയുന്നു. അതായത് അപ്പോഴാണ് ഐൻസ്റ്റൈൻ പറഞ്ഞ സ്പൂക്കി ആക്ഷൻ ആൻഡ് റെസിസ്റ്റൻസ്. എങ്ങനെ അപ്പുറത്തിരിക്കുന്ന ആൾ ഇപ്പുറത്തെ ആൾക്ക് വിശപ്പുണ്ടെന്ന് അറിഞ്ഞു, എങ്ങനെ അയാളും പറഞ്ഞു എനിക്കും വിശക്കുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഇത് പറയുമ്പോൾ ഓർ ഈവൻ ക്വാണ്ടം മെഷർമെൻറ്റിന് പറയുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇമോജീസിനെ പറ്റി അറിയാം. അപ്പോൾ നമ്മൾ സാധാരണ ഒരാളുടെ അടുത്ത് സന്തോഷമാണോ സങ്കടമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ ചോദിക്കുമ്പോൾ മാത്രമേ ഇമോജി എടുത്തുള്ളൂ. ഹാപ്പിയാണോ, ഹാപ്പി ഫേസോ സാഡ് ഫേസോ. പക്ഷേ നോർമലി അവർക്ക് സന്തോഷമല്ല സങ്കടമല്ല, രണ്ടിൻ്റെ ഇടയിലൊരു സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റിലാണ്. പക്ഷേ മെഷർ ചെയ്താൽ ഒരു ഉത്തരം തന്നേ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആ കൂടെ 2 ഇമോജിയേ ഉള്ളൂ, ഒരു ഉത്തരം തന്നേ പറ്റും. അപ്പോൾ ക്വാണ്ടം കൊളാപ്സ്, ഓക്കെ, അതിനെപ്പറ്റി സംസാരിക്കാൻ അതൊരു അനാലജി ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന തലമുറയ്ക്ക് ഉള്ള ഒരു കൾച്ചറൽ പ്രശ്നം കൊണ്ടാണ് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ട് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് കൾച്ചറലി അവരുടെ ഒരു എൻവയോൺമെന്റ് വ്യത്യാസമായതുകൊണ്ട് അവരെ പഠിപ്പിക്കാൻ എളുപ്പമാണ്. ചില കോൺസെപ്റ്റ്സ് ആക്ച്വലി മനുഷ്യന്റെ മനസ്സിലുള്ളതും റിലേഷൻഷിപ്സും ആയിട്ടാണ് കുറച്ചും കൂടെ സാമ്യം. അല്ലാതെ മെറ്റീരിയൽ കാരണം അവർ കൂടുതൽ ക്വാണ്ടം ടെക്നോളജീനെ അറിയുന്നുണ്ട്. ഒരുപക്ഷെ അതും കാരണമായിരിക്കും അവർക്ക് ഈ കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നതിൽ ഒരു ബുദ്ധിമില്ല. ക്ലാസ്സിൽ കയറി വന്ന് ഇപ്പം ഞാനൊക്കെ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ ഒരു സാറ് കയറി വന്ന് റിലേഷൻഷിപ്പിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഓക്വേർഡായിട്ട് തോന്നി. ഇന്നത്തെ കാലത്ത് പറയുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ചില കോൺസെപ്റ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചിലപ്പോൾ മനുഷ്യൻ്റെ ബിഹേവിയറുമായിട്ടുള്ള സാമ്യതകളാണ് കുറച്ചും കൂടെ എളുപ്പം. പക്ഷേ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഫൈനലി ഈ അന്ധന്മാരുടെ കഥ പറഞ്ഞ പോലെയാണ്. ഇതൊരു ആക്യുറേറ്റ് പിക്ചറല്ല, ഇതൊരു അനാലജി മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ക്വാണ്ടം മെക്കാനിക്സിന് ക്വാണ്ടം പാർട്ടിക്കിൾസിന് ഡിസ്ക്രൈബ് ചെയ്യാൻ കേപ്പബിളായിട്ടുള്ള മാത്തമാറ്റിക്സ് സെപ്പറേറ്റ്ലി പഠിച്ചേ പറ്റൂ. ഈ അനാലജികളും സിമിലാരിറ്റീസും ഉപമകളും ഉൾപ്പറക്ഷകളും ഒക്കെ ഒരു ലെവൽ വരെ പോകും. ഫൈനലി നമുക്ക് എക്സ്പെരിമെൻ്റിൽ എന്താണ് കാണാൻ പോണേ, അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റിൽ കണ്ടത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളത് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എത്തണമെങ്കിൽ ഈ പുതിയ മാത്തമാറ്റിക്സും പുതിയ സ്ട്രക്ചേഴ്സും പഠിച്ചേ പറ്റും. ഇത്ര നാൾ ആരും പറയാത്തൊരു കാര്യമാണ്. അതായത് പഠിക്കുന്നവരുടെ ഒരു പ്രശ്നമുണ്ട് കൂടി ഉണ്ട് എന്നുള്ള കാര്യം. ടീച്ചർമാരുടെ പ്രശ്നം, ടെക്സ്റ്റ് ബുക്കുകളുടെ പ്രശ്നം, കൺസെപ്റ്റിൻ്റെ പ്രശ്നമൊക്കെ നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പഠിക്കുന്നവരുടെ പ്രശ്നം നമ്മൾ അത്ര ഡിസ്കസ് ചെയ്തിട്ടില്ല. അതാണിപ്പോ നമ്മള് പുറത്ത് വന്നത്. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ വിദ്യാർത്ഥികളുടെ കയ്യിലിരിപ്പോണ്ടാണ് അത് ശരിക്കും അതങ്ങ് വരാഞ്ഞത് എന്നുള്ളതാണ് ഒരു കാരണം. ബാക്കിയുള്ളതും ഉണ്ടാവും, മറ്റേതുകൊണ്ട് അത് ഹിസ്റ്റോറിക്കൽ ബാഗേജ് പലപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇതെല്ലാം ഈ പറയുന്നതെന്ന് ഫൈനലി ജിൻസ് പറഞ്ഞപ്പോലെ ഫൈനലി എന്തിനെ പറ്റിയാണ് ഈ പഠിക്കുന്നതെന്നുള്ളത് അത് ക്ലിയർ ആക്കണം. ഫൈനലി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇലക്ട്രോണിനെ പറ്റിയായിരിക്കും. ഞാൻ ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചപ്പോൾ വേവ് ഫംഗ്ഷൻ എന്നുള്ളത് ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഈ വേവ് ഫംഗ്ഷനാണ് ഇപ്പോൾ ഇവിടുത്തെ വില്ലൻ. വേവ് ഫംഗ്ഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിനെ കുറിച്ച് എല്ലാം അറിയാം എന്നുള്ളതാണ് ഒരു പൊതു ധാരണ. പക്ഷെ നമുക്ക് അറിയാം വേവ് ഫംഗ്ഷൻ എന്നുള്ളത് ഫിസിക്കലി പറയാനും ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ പ്രൊഫസർ EC സുദർശൻ്റെ കൂടെ ഫണ്ടമെൻ്റലായിട്ടുള്ള പല കാര്യങ്ങളും ഓപ്പൺ ക്വാണ്ടം സിസ്റ്റംസ്, അതുപോലെ ക്വാണ്ടം ഇൻഫർമേഷനിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ ഈ വേവ് ഫംഗ്ഷൻ അതല്ലെങ്കിൽ അത് ഒരു റിസർച്ചിൽ വരുമ്പോൾ വേവ് ഫംഗ്ഷൻ വരുമ്പോൾ അതല്ലെങ്കിൽ അത് റിസർച്ചിൽ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ നമുക്കറിയാം പ്രോബബിലിറ്റിയാണ് പിന്നീട് അത് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നത്. അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായാലും അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? വേവ് ഫംഗ്ഷൻ എന്നുള്ളത്
ഒരു റിസർച്ച് കാലത്തെ PhD കാലത്തെ ഒരു എന്തെങ്കിലും റിസർച്ചായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റുമോ? മീൻസ് അപ്പോൾ ഫോർ എക്സാമ്പിൾ സുദർശൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അന്ന് ഈ ക്വാണ്ടം ഇൻഫർമേഷൻ തിയറിയും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും ക്വാണ്ടം സെൻസിങ്ങും മറ്റുമൊക്കെ വളർന്നു വരുന്ന സമയമാണ്. അപ്പോൾ അന്ന് ഒരു ഡിസ്കഷൻ നമ്മൾ തമ്മിൽ ഉണ്ടാവുമായിരുന്നത് ഞാൻ പറഞ്ഞ പോലെ വേവ് ഫങ്ഷനും ഇൻഫർമേഷനും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതായിരുന്നു ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസ്കഷൻ. അതിന്നും നടക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1960s ലാൻഡോവർ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു പ്രബന്ധമുണ്ട്, ഒരു ഐഡിയ ഉണ്ട്. അതായത് വളരെ സിമ്പിളാണ്, ഒരു സിംഗിൾ സെൻറ്റൻസേ ഉള്ളൂ. പുള്ളി പറയുന്നത് ഇൻഫർമേഷൻ ഈസ് ഫിസിക്കൽ. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 രീതിയിൽ ആലോചിക്കാം. ഒന്ന്, ഇൻഫർമേഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ഫിസിക്കൽ രൂപം കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് കേൾക്കുന്നവരിൽ എത്തുന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ്റെ രൂപം ഈ ഇവിടെയുള്ള എയറിലുള്ള പ്രഷർ വേവ്സ് ആയിട്ടാണ്. സൗണ്ട് എന്ന് പറയുന്നത് സൗണ്ട് ആണ് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ. ഈ മുറിയിൽ വായു ഇല്ലെങ്കിൽ ഈ സൗണ്ട് ഇവിടുന്ന് പോണില്ല, ഈ ഇൻഫർമേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം അതുപോലെ ഇൻഫർമേഷൻ നമ്മുടെ ഇപ്പോൾ എല്ലാവരും സെൽഫോണും കൊണ്ടു നടക്കുകയാണ്. അതിനകത്ത് ബില്യൺസ് അപ്പോൺ ബില്യൺസ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. ആ ട്രാൻസിസ്റ്ററിലെ ചാർജിലാണ് 0ഉം 1ഉം കിടക്കുന്നത്. അവിടെയാണ് അത് ട്രാൻസിസ്റ്റർ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതനുസരിച്ചാണ് അതിനകത്ത് 0ഉം 1ഉം കിടക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഇൻഫർമേഷൻ നിൽക്കുന്നത്. ചാർജായിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ അതിനകത്തുള്ള മെയിൻ റിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷനെ മാറ്റണമെങ്കിൽ, ഇൻഫർമേഷൻ പ്രോസസ്സിങ് ചെയ്യണമെങ്കിൽ, നമ്മൾ IT എന്നൊക്കെ പറയുന്ന പോലെ ഇൻഫർമേഷൻ പ്രോസസ്സിങ് ചെയ്യണമെങ്കിൽ ഇൻഫർമേഷൻ ഏത് രൂപത്തിലാണോ നിലനിൽക്കുന്നത് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യണം. ഈ ട്രാൻസിസ്റ്ററിലെ ചാർജുകളിനെ അപ്പ് ഓർ ഡൗൺ ആക്കണം, അതിനെ കുറയ്ക്കണം, കൂട്ടണം, മാനിപ്പുലേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ശബ്ദം കൂട്ടണം, കുറയ്ക്കണം. അല്ലെങ്കിൽ ശബ്ദത്തിനെ ഒരു ഫിൽറ്ററിൽ കൂടെ ഇട്ടിട്ട് മറ്റൊരു ആളുടെ ശബ്ദമാക്കി മാറ്റാം. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഈ ഫിസിക്കൽ സിസ്റ്റത്തിന്, ഇൻഫർമേഷൻ ഏതിലാണോ ഇരിക്കുന്നത് ആ ഫിസിക്കൽ സിസ്റ്റത്തിനെ നമ്മൾ മാറ്റണം. പക്ഷെ അപ്പോൾ വരുന്ന രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിസിക്കൽ സിസ്റ്റത്തിനെ മാറ്റാൻ ഏതൊക്കെ രീതിയിൽ മാറ്റാൻ പറ്റും? അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന സിസ്റ്റംസ്, അതായത് ശബ്ദം അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററിലെ ചാർജ്, ഇവയെ മാറ്റിമറിക്കാൻ ഉള്ള ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക്കൽ മെക്കാനിക്സ് തന്നെയാണ്. ക്ലാസിക്കൽ മെക്കാനിക്സ് ഏതൊക്കെ രീതിയിൽ ഇതിനെ മാറ്റാൻ സമ്മതിക്കുന്നോ ആ രീതിയിൽ മാത്രമേ ഇതിനെ മാറ്റാൻ പറ്റൂ. അതിനപ്പുറം പോകാൻ പറ്റില്ല. ഇവിടുത്തെ ശബ്ദത്തിനെ ലൈറ്റിൻ്റെ വേഗതയിൽ ഇവിടുന്ന് അങ്ങോട്ട് എത്തിക്കാൻ പറ്റില്ല. ശബ്ദത്തിന് അതിൻ്റേതായ വേഗതയുണ്ട്. അത് ലൈറ്റിൻ്റെ വേഗതയിൽ പോവില്ല. അത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ. അപ്പോൾ ഈ ഒരു ഡിസ്കഷനായിരുന്നു പലപ്പോഴും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്ത് കീ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡോവറിൻ്റെ ഇതെന്ന് വരുന്നത്, ഇൻസ്റ്റെഡ് ഓഫ് ക്ലാസിക്കൽ സാധനങ്ങളുടെ പുറത്ത് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാതെ ക്വാണ്ടം സാധനങ്ങളുടെ പുറത്ത് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ ഇൻഫർമേഷനെ പുതിയ രീതിയിൽ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സ് ആണ് ഇപ്പോൾ ഇൻഫർമേഷൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത്. ക്ലാസിക്കൽ മെക്കാനിക്സില്ല. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ റൂൾസ് വ്യത്യാസമാണ്, ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ റൂൾസ് വ്യത്യാസമാണ്. അപ്പോൾ ആ ഒരു പോയിൻ്റാണ് ഈ ക്വാണ്ടം ഇൻഫർമേഷൻ, ക്വാണ്ടം സെൻസിങ്, ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ, ഇതിൻ്റെ എല്ലാം ബേസിസ്. ഒരു രീതിയിൽ രണ്ട് ക്വാണ്ടം പാർട്ടിക്കിൾസിന് എൻറ്റാങ്കിൾമെൻറ്റ് എന്ന് പറഞ്ഞൊരു സ്വഭാവമുണ്ട്. എൻറ്റാങ്കിൾമെൻറ്റ് ഇൻഫർമേഷൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ സംസാരിക്കുകയാണെങ്കിൽ എസെൻഷ്യലി ഇൻഫർമേഷൻ നമ്മുടെ കയ്യിൽ വെക്കാതെ ക്ലൗഡിലോട്ട് അപ്ലോഡ് ചെയ്യുന്ന പോലെയാണ്. ക്ലൗഡിലുള്ള ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലല്ല, വേറെ എവിടെയോ ഇരിക്കുകയാണ്. പക്ഷേ രണ്ടുപേർക്ക് അത് ഈക്വലി ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലൗഡിലുള്ള ഇൻഫർമേഷൻ ആക്ച്വലി കുറച്ചും കൂടെ ഫ്ലെക്സിബിളാണ്. പണ്ടൊക്കെ നമ്മൾ പെൻഡ്രൈവിൽ കൊണ്ടു നടക്കുന്നതിന് പകരം ക്ലൗഡിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കൂടെ ഫ്ലെക്സിബിളാണ്.
നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനും മൂവ് ചെയ്യാനും ഈസിയാണ്. ക്വാണ്ടം ഇൻഫർമേഷൻ ഇൻ എ സെൻസ് ആ രീതിയിൽ ആ ഒരു സ്വഭാവമുണ്ട്. എൻടാങ്കിൾഡ് ആയിട്ടുള്ള ഇൻഫർമേഷനെ പുതിയ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാം, വളരെ വേഗം മാനിപ്പുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഓപ്പൺ ക്വാണ്ടം സിസ്റ്റംസ്, ഇത് സുദർശനുമായിട്ട് ഉണ്ടായ ഡിസ്കഷനിലുണ്ടായ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഈ ഓപ്പൺ ക്വാണ്ടം സിസ്റ്റത്തിലോട്ട് എത്തുന്നത്. എങ്ങനെയാണ് ഒരു ക്വാണ്ടം സിസ്റ്റത്തിൽ നിന്ന് എൻവയൺമെൻറ്റിലോട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യുക, എങ്ങനെയാണ് ഇൻഫർമേഷൻ എൻവയൺമെൻറ്റിൽ നിന്ന് സിസ്റ്റത്തിലോട്ട് വരിക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ തീസിസിൻ്റെ ഒരു ഇത്. അതിൽ നിന്ന് ചില കോൺസിക്വൻസസ് ഉണ്ട്. അതായത് ഇങ്ങനത്തെ ഇൻഫർമേഷൻ എൻടാങ്കിൾഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലുണ്ടെങ്കിൽ നമുക്ക് സാധാരണ കാണാത്ത രീതിയിൽ ഈ സിസ്റ്റംസ്, ഈ ഓരോ ഇൻഡിവിജ്വൽ സിസ്റ്റംസും മൂവ് ചെയ്യാമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഇവോൾവ് ചെയ്യാമെന്നുള്ളതൊരു ഒരു കോൺസിക്വൻസ് ആയിരുന്നു. അപ്പോൾ ക്വാണ്ടം ഇൻഫർമേഷൻ തിയറിയുടെ ബേസിസ് ഈസ് എന്താ പറയുക, പുതിയൊരു വേ ഓഫ് മാനിപ്പുലേഷൻ, ഒരു ക്വാണ്ടം വേൾഡ്. അപ്പോൾ ഞാൻ അതിലോട്ട് വരികയാണ്. നമുക്കിപ്പോൾ അതായത് ക്ലാസിക്കലിലെ ഇൻഫർമേഷൻ ആണെങ്കിൽ ക്ലാസിക്കലേ ഒബേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ക്വാണ്ടം മെക്കാനിക്സ് ഒബേ ചെയ്യണമെങ്കിൽ ക്വാണ്ടം ഒബ്ജക്റ്റുകളിൽ വേണം ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ. അതാണ് ബേസിക് ഐഡിയ. അപ്പോൾ അപ്പം നമ്മളൊരു ക്വാണ്ടം വേൾഡ് തുറക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മൾ ക്വാണ്ടം വേൾഡ് എന്ന് പറയുന്നത്? ഞാൻ ഇപ്പം സുദർശൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് സുദർശൻ ഫൈൻമാൻ്റെ ഒക്കെ അടുത്തൊക്കെ ഒരുപാട് കൊളാബറേഷൻസ് ഉണ്ടായിരുന്നു, സംസാരങ്ങളുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഞാനും ഫൈൻമാൻ്റെ ആരാധികയാണ്. അപ്പോൾ ഫൈൻമാൻ എപ്പോഴും പറയും, നമ്മളൊരു വാക്ക് പറയുമ്പോൾ ലേമാൻ, അതായത് സാധാരണ ജനം എങ്ങനെ മനസ്സിലാക്കുന്നു, ഒരു ഫിസിസിസ്റ്റ് എങ്ങനെ മനസ്സിലാക്കുന്നുള്ളത് രണ്ട് വ്യത്യാസമാണ്. അവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഉദാഹരണമായിട്ട് അദ്ദേഹം പല ടോക്കുകളും പറയുന്നത് ജോബ് എന്നുള്ളതാണ്. ഒരു ഫിസിസ്റ്റ് ജോബ് എന്ന് പറയുന്നതും ഒരു സാധാരണ മനുഷ്യൻ ജോബ് എന്ന് പറയുന്നതും വ്യത്യാസമാണ്. ഇപ്പം ഒരു സയൻറ്റിസ്റ്റ് ക്വാണ്ടം വേൾഡ് എന്ന് പറയുന്നതും ഒരു സാധാരണ മനുഷ്യർ ക്വാണ്ടം വേൾഡ് എന്ന് മനസ്സിലാക്കുന്നത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ചർച്ച പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ തുറന്നു പോകും. ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഒരു സെൻറ്റൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി പഠിച്ച് കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവുന്നത്, ഇതിൻ്റെ മാത്തമാറ്റിക്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതിൻ്റെ മാത്തമാറ്റിക്കൽ കൺസിസ്റ്റൻസി മാത്രമേ നമുക്ക് ക്വാണ്ടം വേൾഡിൻ്റെ ഒരു ഗൈഡായിട്ടുള്ളൂ. ഇപ്പം നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഉണ്ടാവുള്ളൂ. നമുക്ക് നേരിട്ട് കാണാത്തതും തൊടാത്തതും എന്താ പറയുക സ്മെൽ ചെയ്യാത്തതുമായിട്ടുള്ളൊരു ലോകമാണ്. അപ്പോൾ അവിടെ ആ മാത്തമാറ്റിക്സും അതിൻ്റെ കൺസിസ്റ്റൻസിയും മാത്രമേ ഉള്ളൂ നമുക്കൊരു ഗൈഡ്. മറ്റെല്ലാ നോഷൻസ്, വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി ആയാലും റിലേഷൻഷിപ്പ് അനാലജി ആയാലും ആനയുടെ അനാലജി ആയാലും എല്ലാം അനാലജീസ് മാത്രമാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്സ് ഒരു പരിധിവരെ മനസ്സിലാവാതെ ഒരു വഴിയില്ല. അതുതന്നെ ഫെയ്ൻമാൻ ആയിട്ട് അട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു കോട്ട്, പക്ഷേ അതാരുടെയാണെന്ന് അറിയില്ല. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കാൻ ബേസിക്കലി വേണ്ടത് ഷട്ടപ്പ് ആൻഡ് കാൽക്കുലേറ്റ് ആണ്. എൻവലപ്പ് കാൽക്കുലേഷൻസ് ഒക്കെ എപ്പോഴും പറയുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറുതായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് മാത്തമാറ്റിക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. മീൻസ് അതല്ലാതെ മറ്റൊരു ഗൈഡില്ല. നമ്മൾ അറിയാത്തൊരു ലോകത്തോട്ടാണ്, നമ്മൾക്ക് നേരിട്ട് പരിചയമില്ലാത്തൊരു ലോകത്തോട്ടാണ്. അതിന് പല സാമ്യതകളും ഉപമകളും ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ അതിനെ ട്രൂത്തായിട്ട് എടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും തെറ്റിപ്പോവും, എവിടെയെങ്കിലും വഴി തെറ്റിപ്പോവും. അത് മാത്രമേ ഉള്ളൂ അൾട്ടിമേറ്റ്ലി ഈ ഒരു. പക്ഷേ ഈ ക്വാണ്ടം ടെക്നോളജി മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ ഇത് ഇൻക്രീസിംഗ്ലി നമ്മുടെ ഡേ ടു ഡേ വേൾഡിൽ റെലവൻ്റ് ആയിട്ട് വരികയാണ്. അപ്പോൾ അത് ഇൻക്രീസിംഗ്ലി അതൊരു ആൾക്കാർക്ക് കൂടുതൽ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ എന്തായാലും ആളുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്താണ് നീ പറയുന്നതെന്ന് വെച്ചാൽ ആളുകൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പോൾ ഒരു ഗ്യാപ്പുണ്ട്. ഈ മാത്തമാറ്റിക്സും ആളുകൾ മനസ്സിലാക്കാൻ തമ്മിലുള്ള ഗ്യാപ്പുണ്ട്. അവിടെയാണ് ഈ പലപ്പോഴും പല സ്യൂഡോ സയൻസുകൾ, അത് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആ മനസ്സിലാക്കുന്നതിനെക്കുറിച്ച് എവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത്? ഇപ്പോൾ ഒരു എക്സ്പെരിമെൻ്റലിസ്റ്റ് എന്ന നിലയിൽ എവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത്? മാത്തമാറ്റിക്സ് അറിയാത്ത ഒരാൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റില്ലേ? എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മളെങ്ങനെ ഇതിനെ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒരു മാത്തമാറ്റിക്സ് സിമ്പിളായിട്ടുള്ള മാത്തമാറ്റിക്സ്, സൈൻ ഫംഗ്ഷനും കോസ് ഫംഗ്ഷനും എന്താണെന്ന് അറിയാവോ, എങ്ങനെയാണ് അത് അത്രയും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക്
ബാക്കി കുറച്ചൊക്കെ വേവ് ഫംഗ്ഷൻ സൈൻ ഫംഗ്ഷൻ കോസ് ഫംഗ്ഷൻ അറിയണമെങ്കിൽ ഇച്ചിരി മാത്തമാറ്റിക്സ് അറിയാം. ക്ലാസ് വരെ പഠിച്ചാൽ പോരെ? 10ാം ക്ലാസ് വരെ പഠിക്കാത്തവരാരും ഇവിടെ ഇല്ല. വരെ പഠിക്കണം, അത് മനസ്സിലാക്കണം. പലപ്പോഴും മാത്സ് പറ്റുന്ന എന്താന്ന് വെച്ചാൽ അതും എനിക്കറിയില്ല. നമ്മൾ മാത്സ് കേരളത്തിൽ പഠിപ്പിക്കുന്നതിന്റെ പ്രശ്നമാണോ എന്ന് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ തന്നെ അത് എന്തിനാണെന്നുള്ളതൊരു പ്രശ്നമാണ്. ഞാൻ അതിലോട്ട് നമ്മൾ പോണില്ല. എന്തിനാണ് എന്നോട് ഇന്നാളും കൂടി ഒരാൾ ചോദിച്ചു, എന്തിനാണ് നമ്മൾ ഈ കോസ് തീറ്റയും സൈൻ തീറ്റയും സൈൻ തേർട്ടിയൊക്കെ പഠിച്ചത്? ഒരു ആവശ്യമില്ലാതെ ഇതൊക്കെ വെറുതെ പഠിപ്പിച്ചു. അത് നമ്മുടെ സമൂഹത്തിൽ ഈ പറഞ്ഞ പോലെ ചില മേഖലകളിലൊക്കെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള നമ്മൾ പഠിച്ച കാര്യങ്ങളെയൊക്കെയും പൂർണ്ണമായിട്ടും നിരാകരിക്കുന്ന ഒരു സ്വഭാവം ഇപ്പോഴുണ്ട്. അത് നമ്മുടെ ഒരു യാഥാസ്ഥിക സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള. അപ്പോൾ അതിനകത്ത് ഇത് പഠിച്ചത് കൊണ്ട് എന്തുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു മാത്സ് പഠിക്കുമ്പോൾ മാത്സ് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ ഒരു പഠനശാസ്ത്രം ഉണ്ടല്ലോ. അത് പഠിക്കുന്നതിന് നമ്മൾ അവലംബിച്ച ചില രീതികളുണ്ടല്ലോ. ആ രീതികൾ പലതും നമുക്ക് ചിലപ്പോൾ ജീവിതത്തിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും, നമുക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്ന കമൻറ്റുകളാണ്. എന്തിനാണ് സൈൻ തീറ്റ പഠിച്ചത്, എന്തിനാണ് കോസ് തീറ്റ പഠിച്ചത്? പക്ഷേ അത് നമ്മുടെ പുതുതലമുറ അത് മനസ്സിലാക്കി എടുക്കണം. ഇതെല്ലാം ഇപ്പോൾ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞൊരു സംഭവം പറയാം. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ഇന്നിപ്പോൾ ഭയങ്കരമായിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 94 കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ MSc പഠിക്കുന്നത്. അപ്പോൾ അവിടെ ഇലക്ട്രോണിക്സിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ റിസർച്ച് ചെയ്യുന്ന അധ്യാപകരുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള പേര് ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ അതെ, അന്ന് നമ്മൾ വിചാരിച്ചെന്താണ്, ഇത് ഒരു കാലത്തും നടപ്പിലാകാൻ പോകാത്ത എന്തോ ഒരു സംഭവമാണ്. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ 95 നിന്ന് ഇപ്പോൾ 30 വർഷം ഇങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ ഇത് പ്രയോഗത്തിൽ വന്നു കഴിഞ്ഞു. സാരലി ഇത് തന്നെയാണ് ക്വാണ്ടം ടെക്നോളജിയുടെയും ഒരു പ്രത്യേകത. ഇത് സൂപ്പർ കണ്ടക്ടിവിറ്റിക്കുള്ള ഒരു ലിമിറ്റേഷൻ അല്ല ക്വാണ്ടം ടെക്നോളജിക്കുള്ളത്. ക്വാണ്ടം ടെക്നോളജിയുടെ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ വളരെ വിപുലമാണ്. അതിനകത്ത് സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെയും പല ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. സെൻസേഴ്സായിട്ടും ഡിറ്റക്ടേഴ്സായിട്ടും മെഷർമെൻറ്റിൻ്റെ സംഭവം പറഞ്ഞുകൊണ്ട് പറയാം. അപ്പോൾ മെഷർമെൻറ്റിൻ്റെ താത്വിക വശങ്ങളിലോട്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്തരം സൂപ്പർ കണ്ടക്റ്റിംഗ് ഡിറ്റക്ടേഴ്സാണ്, വയേഴ്സാണ്. അതാണ് ഡിറ്റക്ടേഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ടെക്നോളജി ഇവോൾവ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഫ്യൂച്ചർ ടെക്നോളജി, ആ ഒരു ഇത് നോക്കുന്ന സമയത്ത് അടുത്ത ലെവൽ എന്ന് പറയുന്നത് ക്വാണ്ടം ടെക്നോളജി തന്നെയാണ്. അതിനകത്ത് അത് എപ്പോഴാണ് അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ യാഥാർത്ഥ്യമാകുന്നതാണ്. അപ്പോൾ നമ്മൾ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ ഇവിടെയുള്ളവർ ചിന്തിക്കുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ ഏത് വിഷയമാണ് പഠിക്കാൻ തിരഞ്ഞെടുക്കേണ്ടത്, എന്ത് അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ എന്ത് ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളൊരു പഠന വിഷയം തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് സയൻസ് വളരെ പ്രാധാന്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോസയൻസസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ കോർ എന്ന് പറയുന്നത്. ഇതാണ്. ഇത് പഠിക്കുന്നവർക്ക് എങ്ങോട്ട് വേണമെങ്കിലും ചാനൽ ചെയ്യാം. ഇപ്പം ഞാൻ ഫിസിക്സ് പഠിച്ച ഞാനിപ്പോൾ കെമിക്കൽ എഞ്ചിനീയറിംഗ് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ കുറച്ച് മെറ്റീരിയൽസിലുള്ള ഒരു അറിവാണ് ഞാൻ അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കെമിക്കൽ എഞ്ചിനീയറിംഗിലും വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങൾ നമ്മൾ വിശദീകരിക്കാനായിട്ട് നമുക്ക് ഫിസിക്സ് വേണം. അപ്പോൾ എല്ലാ മെറ്റീരിയലിൻ്റെയും സ്ട്രക്ചറും പ്രോപ്പർട്ടിയും ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്സ് വേണം, അല്ലെങ്കിൽ കെമിസ്ട്രി വേണം. അപ്പോൾ അങ്ങനെയൊരു സമൂഹത്തിലാണ് നമ്മൾ. പണ്ടത്തെ ആ ഒരു ക്ലാസിക്കൽ ചിന്താഗതിയിൽ നിന്ന് നമ്മുടെ കോളേജുകളും യൂണിവേഴ്സിറ്റികളും മൾട്ടി ഡിസിപ്ലിനറി എൻവയറമെൻറ്റിലാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് നമ്മൾ എംബ്രേസ് ചെയ്യണം. നിലനിന്ന സാധനത്തിനെ അതുപോലെ നിലനിർത്തുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. പുതിയ അറിവുകൾ വെച്ചിട്ട് നമ്മളതിനെ റിഫൈൻ ചെയ്ത് ബെറ്ററാക്കി കൊണ്ടുവരണം. അപ്പോഴാണ് അതിൻ്റെ നമുക്ക് ഫുൾ പൊട്ടൻഷ്യൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്വാണ്ടം ടെക്നോളജി പഠിക്കാൻ താല്പര്യമുള്ള പലരും ഫിസിക്സൊക്കെ പഠിക്കണം, മാത്തമാറ്റിക്സ് പഠിക്കണം, ഇലക്ട്രോണിക്സ് പഠിക്കണം. അങ്ങനെ കുറച്ച് അറിയണം. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളിലോട്ട് തിരിയണം എന്നുള്ളതാണ്. ഞാൻ അവസാനമായിട്ട് ഒരു ചോദ്യം ചോദിച്ച് നമുക്കിത് കൈമാറാം. ഇപ്പം നമ്മൾ മനസ്സിലാക്കിയെടുത്ത് മാത്തമാറ്റിക്സ് അറിയാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യന് ക്വാണ്ടം മെക്കാനിക്സ് കേൾക്കുമ്പോഴത്തേനും മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതവിടെ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ ഇതുപോലെ പല കപടശാസ്ത്രങ്ങളും, ക്വാണ്ടം ഹീലിംഗ്, കോൺസെപ്റ്റ്സ്, അങ്ങനെ പലതുണ്ട്. ഞാൻ പ്രൊഫസർ സെബാസ്റ്റ്യൻ്റെ പല
വീഡിയോകളും കണ്ടിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ട് ഈ കാര്യത്തിൽ ഇടപെടുകയും എഴുതുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യണതാണ്. നമുക്കിതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതായത് ഈ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും ഡിസ്കഷൻ ചെയ്തതിൽ നിന്ന് ഇപ്പോൾ മാത്തമാറ്റിക്സ് ആണ് എല്ലാം ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മാത്തമാറ്റിക്സ് പഠിക്കാനൊന്നും പോകുന്നില്ല. ആ ഒരു ഗ്യാപ്പ് എന്തായാലും ഉണ്ടാവും. ഈ ഗ്യാപ്പിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? എൻ്റെ അഭിപ്രായത്തിൽ ആ ഗ്യാപ്പ് അല്ല പ്രശ്നം. കാരണം ഒരു സാധാരണക്കാരന് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് മനസ്സിലാക്കാനും ഇതേ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നതിന് വീണ്ടും പറയുകയാണ്, ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ മാത്തമാറ്റിക്സ് ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ മാത്തമാറ്റിക്സിനേക്കാൾ ഒട്ടും ബുദ്ധിമുട്ടല്ല. പല സിറ്റുവേഷൻസിലും കൂടുതൽ എളുപ്പമാണ്. കോൺസെപ്ച്വലി അത് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതിൽ വരുന്ന ഒരു ഗ്യാപ്പിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നത് ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടം മെക്കാനിക്സിൽ തന്നെ ഒരു നോളേജ് ഗ്യാപ്പ് ഉണ്ട്. ബട്ട് കൈമാറുമ്പോഴല്ലാതെ അതാണ് ഈ മെഷർമെൻറ്റ് പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട നോളേജ് ഗ്യാപ്പ്. അപ്പോൾ തുടക്കകാലത്ത് ഈ ക്വാണ്ടം മെക്കാനിക്സ് ഡെവലപ്പ് ചെയ്തിരുന്ന കാലത്ത് അന്നത്തെ സയൻറ്റിസ്റ്റ്സ് പല കാര്യങ്ങളും ശ്രമിച്ചിരുന്നു ഇതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. എന്താണ് ഈ വേവ് ഫംഗ്ഷൻ കൊളാപ്സ്, എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ വിശദീകരിക്കാൻ പലരും ശ്രമിച്ചിരുന്നു. എനിക്കൊന്ന് വീഗ്നറാണ് പോപ്പുലറൈസ് ചെയ്തതെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ഇതാണ്, ഒരുപക്ഷെ നമ്മൾ മെഷർ ചെയ്യുമ്പോഴാണല്ലോ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒബ്സർവറിൻ്റെ കോൺഷ്യസ്നെസ് ആയിരിക്കാം ഇതിൻ്റെ കാരണം എന്നൊരു ഐഡിയ ഇദ്ദേഹം മുന്നോട്ട് വെച്ചു. പക്ഷേ അതത്ര വർക്കൗട്ടായില്ല. അദ്ദേഹം തന്നെ അത് പിന്നെ ഡിസ്കാർഡ് ചെയ്തു. സയൻറ്റിഫിക് ലോകത്തും അത് കൃത്യമായിട്ട് അധികം അങ്ങനെ ചലനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഈ കോൺഷ്യസ്നെസ് എന്നുള്ളത് വന്നതോടെ പെട്ടെന്നത് സ്യൂഡോ സയൻസിൻ്റെ ഇതിലേക്ക് എത്തുകയും ആൾക്കാരത് വല്ലാതെ ഏറ്റെടുക്കുകയും ചെയ്തു. അതിൽ ഈ ഒരു ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫേസ് എന്ന് പറയുന്നത് എനിക്കൊന്ന് ഫ്രിഡ്ജോഫ് കാപ്രയുടെ താവോ ഫിസിക്സ് എന്ന് പറഞ്ഞ പുസ്തകമാണ്. പോപ്പുലറായിട്ട് ഫിസിക്സ് പഠിക്കാത്ത ആൾക്കാർ പോലും വായിക്കുന്ന ഒരു പുസ്തകമാണ്. പലയിടത്തും ഞാൻ ഈ പുസ്തകം കാണാറുണ്ട്, ഞാനും വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിൽ ഇദ്ദേഹം ഈ ഒരു ഐഡിയ എടുത്തിട്ട് അതിനെ ഈസ്റ്റേൺ മിസ്റ്റിസിസമായിട്ടും കണക്ട് ചെയ്യാനും ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള എന്തോ എൻറ്റിറ്റിയാണ് എന്നിങ്ങനെയുള്ള ആശയങ്ങളൊക്കെ അതിൽ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. സയൻറ്റിഫിക് ലോകത്ത് അത് തള്ളിക്കളഞ്ഞ ആശയമാണെങ്കിലും സാധാരണ നമ്മളിത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു നല്ല ഫീലിംഗ് ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യമാണ്. ക്വാണ്ടം ഹീലിംഗ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അത് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി? അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അവരോട് ചോദിക്കില്ല. പക്ഷെ എനിക്ക് മനസ്സിലായത് അവർ ഉപയോഗിക്കുന്ന ഐഡിയ ഈ കോൺഷ്യസ്നെസ്സിൻ്റെ ഐഡിയ തന്നെയാണ്. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് സത്യത്തിൽ പറയുന്നവർക്ക് പോലും അറിയില്ല. അപ്പോൾ ഈ കോൺഷ്യസ്നെസ്സിൻ്റെ ഐഡിയ ആണ്. അപ്പോൾ ഈ കോൺഷ്യസ്നെസ് ആണ് വേവ് ഫംഗ്ഷൻ കൊളാപ്സിന് കാരണമെങ്കിൽ അവിടെ ഈ ഒബ്സർവർ മനുഷ്യനൊരു പ്രാധാന്യം കൈവരുകയാണ്. ഈ കോപ്പർനിക്കൻ റെവല്യൂഷൻ കഴിഞ്ഞപ്പോൾ ഈ യൂണിവേഴ്സിൻ്റെ സെൻറ്ററിൽ നിന്ന് മനുഷ്യൻ ഇങ്ങനെ നിഷ്കാസിതനായിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ക്വാണ്ടം മെക്കാനിക്സ് വന്നപ്പോൾ വീണ്ടും മനുഷ്യൻ എന്തോ പ്രത്യേകതയുണ്ട്, നമ്മൾ സ്പെഷ്യലാണ് എന്നുള്ളൊരു വാം ഫീലിംഗ് കൊണ്ടുവരാൻ ഈ കോൺഷ്യസ്നെസ് ഐഡിയക്ക് കഴിഞ്ഞു. അപ്പോൾ ഇവരിതിനെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്ത് പറഞ്ഞ കാര്യം ഈ വേവ് ഫംഗ്ഷൻ കൊളാപ്സിന് കാരണം ഹ്യൂമൻ ഒബ്സർവറിൻ്റെ കോൺഷ്യസ്നെസ് ആണ്. ഒരു പടിയും കൂടെ കടന്നിട്ട് അവർ പറയുന്നത് അതുകൊണ്ട് നമുക്ക് റിയാലിറ്റി ചൂസ് ചെയ്യാം, വി ക്യാൻ ക്രിയേറ്റ് അവർ ഓൺ റിയാലിറ്റി എന്നുള്ള ആശയമാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ റിയാലിറ്റി ചൂസ് ചെയ്യാമെങ്കിൽ നമ്മുടെ അസുഖങ്ങളെ നമുക്ക് ഈ ചിന്തയിലൂടെയോ ധ്യാനത്തിലൂടെയോ മാറ്റാം, പ്രായമാകാതെ. കാരണം നമ്മുടെ റിയാലിറ്റി നമ്മൾ ചൂസ് ചെയ്യുകയാണല്ലോ, പ്രായമാകാതെ മാറ്റാം. അപ്പോൾ കൂടുതൽ അവകാശവാദങ്ങൾ ഇതാണ് അവർ മെയിനായിട്ട് പറയുന്നത്. വേണം കുറച്ചുകൂടെ പറയാം, ലോട്ടറി എടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ളത് കിട്ടുന്ന പോലെ റിയാലിറ്റിയെ മാറ്റാമെന്നൊക്കെ പറയാം. അതാരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ ഈ പ്രായമാകില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞത്. ഈ ദീപക് ചോപ്രയാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാൾ. ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യമാണ്, ദീപക് ചോപ്രയുടെ പഴയ ഫോട്ടോ ഇപ്പോഴത്തെ ഫോട്ടോ എടുത്ത് നോക്കി ആൾക്ക് പ്രായമായിട്ടുണ്ട്. വ്യക്തമായിട്ട് കാണാം, പ്രായമാകുന്നതിനെ തടയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത് വർക്ക് ചെയ്യാത്തൊരു ഐഡിയ ആണ്. അതുകൊണ്ട് തന്നെ സയൻറ്റിഫിക് ലോകം തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. ഇതിന് പ്രധാനപ്പെട്ട പല രീതിയിൽ നമുക്കിതിനെ വിശദീകരിക്കാൻ കഴിയും. ഒന്ന്, അതെ, ഇല്ല. പക്ഷേ കോൺഷ്യസ്നെസ് എന്ന ന്യൂറോ സയൻസിൻ്റെ ഒക്കെ മേഖലയാണ്. നമുക്കിന്ന് തിയറി ഓഫ് എവല്യൂഷൻ അറിയാം. അപ്പോൾ ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന മെറ്റീരിയൽ പ്രോസസ്സിലൂടെ ഇവോൾവ് ചെയ്ത് വന്ന കാര്യമാണ് നമുക്കിന്ന് അറിയാം. ഈ മെറ്റീരിയൽ അല്ലാതെ അതിൽ നിന്ന് വിഭിന്നമായിട്ട് വേറെന്തെങ്കിലും സങ്കല്പിക്കേണ്ട ആവശ്യം ഫിസിക്സിലില്ല. പക്ഷെ ഇവർ പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സ് കോൺഷ്യസ്നെസ് ആണ് ഫണ്ടമെൻ്റൽ എന്ന് പ്രൂവ് ചെയ്തു എന്നാണ്. ശരിക്കും നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് ആണെങ്കിലും അതിൽ നിന്ന് വന്നിട്ടുള്ള സ്റ്റാൻഡേർഡ് മോഡലൊക്കെ ആണെങ്കിലും നമ്മളിന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യം മെറ്റീരിയൽ ആണെന്നുള്ളതാണ്. എല്ലാം മെറ്റീരിയൽ പ്രോസസ്സാണ്. അതല്ലാതെ വേറൊരു എൻറ്റിറ്റി മുന്നോട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് കാണുന്ന എല്ലാ എക്സ്പെരിമെൻ്റൽ റിസൾട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കിൾ ഫിസിക്സ് ഉണ്ട്, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉണ്ട്. ഈ രണ്ട് തിയറിയും ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത കൺഫേംഡ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റൽ റിസൾട്ട്സ് ഒന്നും തന്നെ ഇന്നില്ല. ഇതിലെവിടെയും കോൺഷ്യസ്നെസ് എന്നുള്ള ഐഡിയ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ
വേറെ ഏതൊരു ഫിസിക്സിലെ ഏതൊരു സിദ്ധാന്തമാണെങ്കിലും ഇത്രയും കാലം യാതൊരു തെളിവും കിട്ടാതിരിക്കുകയാണെങ്കിൽ അത് പണ്ടേ ചവറ്റുകുട്ടയിൽ പോകേണ്ട സിദ്ധാന്തമാണ്. പക്ഷേ ഇതിങ്ങനെ ആൾക്കാർ ഇമോഷണലി സന്തോഷിപ്പിക്കുന്നതുകൊണ്ടും സയൻസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അവബോധം ഇല്ലാത്തതുകൊണ്ടും ഈ ആശയങ്ങൾ ഇപ്പോഴും വളരെ പോപ്പുലറാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുക കറക്റ്റായിട്ടുള്ള ഫിസിക്സ് പറഞ്ഞു കൊടുക്കുക എന്നതാണ്. അതിനോടൊപ്പം തന്നെ ഈ സയൻസിൽ നിന്ന് വരുന്ന വേൾഡ് വ്യൂ എന്താണെന്നുള്ളതും സയൻറ്റിഫിക് മെത്തേഡ് എന്താണെന്നുള്ളതും കൂടെ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ട്. ഈ സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ട്രെയിനിങ്ങിലൂടെ കിട്ടുന്നൊരു കാര്യമാണ്. നിരന്തരം ട്രെയിനിങ് ചെയ്താൽ മാത്രം കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സയൻറ്റിഫിക് മെത്തേഡ്, സയൻസിൻ്റെ റിസൾട്ട്സ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, സയൻറ്റിഫിക് മെത്തേഡ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. നമ്മൾ ജീവിക്കുന്ന ഒരു മെറ്റീരിയൽ യൂണിവേഴ്സിലാണ്, നമ്മളെല്ലാം മെറ്റീരിയൽ പ്രോസസ്സാണ്. അപ്പോൾ പണ്ടേതൊരു സിനിമയിലൊരു ചോദ്യമുണ്ട്, നീ ആരാണ്, ഞാൻ ആരാണ് എന്ന ചോദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിന്ന് വളരെ സിമ്പിളായിട്ട് പറയാം, ഞാൻ എന്ന് പറയുന്ന ക്വാർക്കുകളും ലെപ്റ്റോണുകളുമാണ്. അതിൻ്റെ അപ്പുറത്ത് വേറൊന്നുമില്ല. പിന്നെ അതിൽ നിന്ന് അതിൻ്റെ ഇൻറ്ററാക്ഷൻസിലൂടെ എമേർജ് ചെയ്യുന്ന വരുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഈ ബയോളജിയും ഇതുമല്ല. അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ ഈ ഹ്യൂമൻ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഫണ്ടമെൻ്റൽ ഫിസിക്സ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയാം. നമുക്ക് ഇന്ന് അറിയുന്ന ഫിസിക്സിൻ്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ ഹ്യൂമൻ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് വാലിഡ് ആവുന്നുള്ളൂ. അപ്പോൾ ബയോളജിയിലാണെങ്കിലും വേറെ ഏതിലാണെങ്കിലും വരുന്ന തിയറീസ് എല്ലാം ഈ ഫണ്ടമെൻ്റൽ ഫിസിക്സുമായിട്ട് കൺസിസ്റ്റൻ്റ് ആവണം. അപ്പോൾ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞൊരു വേറെ എൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ അത് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഫിസിക്സുമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മളത് തള്ളിക്കളയേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാലം തെളിവ് ഇല്ലാതിരുന്ന ഒരു കാര്യം ആൾക്കാർ വീണ്ടും ഇങ്ങനെ പറയും. നമ്മൾ സയൻറ്റിഫിക് മെത്തേഡ് എന്താണെന്നും സയൻസ് ശരിക്കും നമ്മുടെ ലോകത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്, അതിൻ്റെ കൺക്ലൂഷൻ എന്താണ് എന്നുകൂടി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ആർക്കെങ്കിലും 1-2 ചോദ്യം വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. എന്തായാലും വളരെ സന്തോഷം ഇങ്ങനത്തെ ഒരു ടീമിനെ കാണാൻ പറ്റിയതിൽ. ക്വാണ്ടം മെക്കാനിക്സൊക്കെ കുറേ കൊല്ലം 10-20 കൊല്ലം മുമ്പ് പഠിച്ചൊരിതാണ്. ഇപ്പോഴത് മനസ്സിലിങ്ങനെ ഒന്നും ക്ലിയർ ആവാതിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്വാണ്ടം മെക്കാനിക്സിനോടൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിങ്ങനെ പറഞ്ഞു വന്ന് അവസാനം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കൊന്നും മനസ്സിലാവാത്ത രീതിയിൽ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ തോൽക്കാനുള്ള കാരണം, നമ്മളെന്തായാലും ഇപ്പോൾ ഇലക്ഷന് തോൽക്കാനുള്ള കാരണം എന്ന് പറയുമ്പോൾ അതിനൊരു ഉത്തരം പറയാമല്ലോ. ആ രീതിയിലേക്ക് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കലായിട്ടുണ്ട് പറയുമ്പോൾ ഇത് ശാസ്ത്രജ്ഞർക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗമാണോ ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്നുള്ളതൊരു സംശയം. കാരണം അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമല്ല. അത് 3 ഡയമെൻഷനും 6 ഡയമെൻഷനും പിന്നെ വേറൊരു ഡയമെൻഷനൊക്കെയാണ്. ഈ ചെറിയ അതൊന്നും ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നും ഇപ്പോൾ ഒരു പറയാൻ പറ്റാത്ത ഒന്നാണെന്ന് പറയുമ്പോൾ പിന്നെ ഇത് ആർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സയൻസാണിത്? ഒരു മനുഷ്യർക്ക് അറ്റ്ലീസ്റ്റ് ഒരു മാസ്റ്റർ ഡിഗ്രി എടുത്ത ഒരു ഫിസിക്സിലെടുത്ത ഞങ്ങൾക്കും കൂടി ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞുതരാൻ പറ്റുന്നില്ലെങ്കിൽ അത് അതിൻ്റെ ഒരു ഫെയിലിയർ ആണോ? അതോ അത് നല്ല രീതിയിൽ സെബാസ്റ്റ്യൻ സാറ് പറഞ്ഞു ഇത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് വളരെ സിമ്പിളായിട്ട് എന്താണ് ക്വാണ്ടം മെക്കാനിക്സ് എന്നുള്ളതെന്ന് പറയാൻ പറ്റുമോ? കുറച്ചുകൂടെ സമയം വേണം. ഒരു 5 മണിക്കൂറുണ്ട് ഞാൻ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു ക്രാഷ് കോഴ്സ് തരാം. പക്ഷേ അതിൻ്റെ ബേസിക് ഐഡിയാസ് വളരെ സിമ്പിളാണ്. അത് ഞാൻ വീണ്ടും പറയുകയാണ്. നിങ്ങൾ ക്ലാസിക്കൽ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. ന്യൂട്ടൺസ് ഇക്വേഷൻ അറിയാം. അപ്പോൾ ന്യൂട്ടൺസ് ഇക്വേഷൻ ശരിക്കും എന്താണ് പറയുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മളൊരു ക്ലാസിക്കൽ മെക്കാനിക്കൽ സിസ്റ്റം ഒരു പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടൈം എവല്യൂഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ന്യൂട്ടൻ്റെ ഇക്വേഷൻ പറഞ്ഞു തരുന്നത്. അവിടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, സിസ്റ്റത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിലെ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. അതിൻ്റെ പൊസിഷൻ എന്താണെന്ന് പറയണം, എത്ര വേഗതയിൽ ഏത് ഡയറക്ഷനിലാണ്, വെലോസിറ്റി എന്ന് പറയും. പൊസിഷനും വെലോസിറ്റിയും അറിയുകയാണെങ്കിൽ, സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസും അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ന്യൂട്ടൻ്റെ ഇക്വേഷൻ എഴുതാം. അതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അത് സോൾവ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഇതിൻ്റെ പൊസിഷനും മൊമെൻറ്റും എന്താണെന്ന് അറിയാൻ കഴിയും. ക്വാണ്ടം മെക്കാനിക്സ് ഇതുപോലെ തന്നെ ഒരു മാത്തമാറ്റിക്കൽ ഫ്രെയിം വർക്കാണ്. പക്ഷേ ഇതിൻ്റെ ലോജിക്ക് കുറച്ച് ഡിഫറൻ്റ് ആണ്. അവിടെ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് പറയുന്നത് പൊസിഷനും മൊമെൻറ്റും കൊണ്ടല്ല, പകരം വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു മാത്തമാറ്റിക്കൽ എൻറ്റിറ്റി ഉപയോഗിച്ചാണ്. പക്ഷേ വേവ് ഫംഗ്ഷൻ സമയത്തിൽ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഇവിടെയുണ്ട്. ക്ലാസിക്കലിൻ്റെ ന്യൂട്ടൻ്റെ ഇക്വേഷനുള്ള പോലെ ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, അതാണ് ഷ്രോഡിംഗർ ഇക്വേഷൻ. ഇപ്പോൾ ഷ്രോഡിംഗർ ഇക്വേഷൻ എന്താ പറയുന്നത് ചോദിച്ചാൽ, ഇപ്പോൾ ഉള്ള വേവ് ഫംഗ്ഷൻ, സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ എന്താണെന്ന് അറിയാമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വേവ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ഷ്രോഡിംഗർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇത്രയുള്ളൂ. ഈ രീതിയിൽ അത് സിമിലറാണ്.
ഇനി വേവ് ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാക്കണം. അപ്പോൾ ആദ്യത്തെ ലെവലിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെഷീനാണ്, ഒരു മാത്തമാറ്റിക്കൽ ടൂളാണ്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഈ പ്രോബബിലിറ്റിയുടെ പ്രശ്നം വരുന്നില്ല. നമുക്ക് സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് അറിയാമെങ്കിൽ, പൊസിഷനും മൊമെൻറ്റും അറിയാമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് മെഷർമെൻറ്റ് നടത്തിയാലും എന്താ കിട്ടുക നമുക്കറിയാം. സിസ്റ്റത്തിൻ്റെ പൊസിഷനും മൊമെൻറ്റും നിങ്ങൾക്ക് അറിയുകയാണെന്ന് കരുതുക, എനർജി മെഷർ ചെയ്ത് എന്താ കിട്ടുക എന്നറിയാം, അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം മെഷർ ചെയ്ത് എന്താ കിട്ടുക, ഇതെല്ലാം അതിലുണ്ട്. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് വേവ് ഫംഗ്ഷൻ ഉണ്ട്, സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് ആണ്. ഈ സ്റ്റേറ്റ് അറിഞ്ഞാലും ഈ സിസ്റ്റത്തിൽ നമ്മൾ നടത്തുന്ന മെഷർമെൻറ്റ് ഔട്ട്കംസ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് അറിയാം, പക്ഷേ ഒരു മെഷർമെൻറ്റ് നടത്തിയാൽ എന്താ കിട്ടുക എന്ന് കൃത്യം പറയാൻ കഴിയില്ല. പിന്നെ പറയാൻ കഴിയുന്ന എന്താണ്, ഒരു മെഷർമെൻറ്റ് നടത്തിയാൽ ഒരു നിശ്ചിത വാല്യൂ കിട്ടാനുള്ള സംഭാവ്യത, പ്രോബബിലിറ്റി എന്താണ് എന്നാണ് പറയുന്നത്. ഈ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മാത്തമാറ്റിക്കൽ ടൂളാണ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വേവ് ഫംഗ്ഷൻ നിങ്ങളൊരു യന്ത്രമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഈ യന്ത്രത്തിലേക്ക് നിങ്ങളിങ്ങനെ മെഷർമെൻറ്റ് പോസിബിലിറ്റീസ് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ വേവ് ഫംഗ്ഷനോട് നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ ഈ സിസ്റ്റത്തിൻ്റെ എനർജി മെഷർ ചെയ്യുമ്പോൾ എന്ത് എനർജിയാണ് കിട്ടുക, ഈ ചോദ്യം നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വേവ് ഫംഗ്ഷൻ ഒരു നമ്പർ പറഞ്ഞു തരും, ഈ നമ്പറിൽ നിന്ന് നമുക്ക് ഈ എനർജി കിട്ടാനുള്ള പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ക്വാണ്ടം മെക്കാനിക്സ്. പൊസിഷൻ ആണെങ്കിലും നമ്മൾ മെഷർ ചെയ്താൽ ഒരു നിശ്ചിത പൊസിഷനിൽ കാണാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് കണക്കാക്കാം. ഈ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മാത്തമാറ്റിക്കൽ ടൂളാണ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിനുള്ള സെറ്റ് ഓഫ് റൂൾസിനെയാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഇതാണ് ക്വാണ്ടം മെക്കാനിക്സ്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സമയം തരികയാണെങ്കിൽ ഈ ക്വാണ്ടം മെക്കാനിക്സ് മുഴുവനായിട്ട് പഠിപ്പിച്ചിട്ടേ ഇവിടുന്ന് പോകുള്ളൂ. ആക്ച്വലി ആ ക്വസ്റ്റ്യൻ അതല്ല, ഞങ്ങളെ പോലത്തെ അതൊരു ഉപകാരം ചെയ്യും. അങ്ങനത്തെ ഒരു ഇത് ഇഷ്ടം അങ്ങനത്തെ ഉണ്ട്, ധാരാളം വീഡിയോകൾ പക്ഷെ അത് കുറച്ചുകൂടെ കഴിയുമ്പോഴേ അത് കോഴ്സ് നമ്മുടെ തന്നെ കോഴ്സ് ഉണ്ടായിരുന്നു ലൂക്കയുടെ കോഴ്സ് കൊടുക്കാനായിട്ട് നമുക്ക് ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയണം, എന്താ പറയുക, കുറച്ചുകൂടി കഴിയുമ്പോൾ ഇത് ഒരു പിടുത്തം വിട്ട് പോകുന്ന ഒരു രീതി. നമ്മുടെ കോഴ്സ് വളരെ സിമ്പിളാണ്. ഷായ് സാർ അതിന്റെ ലിങ്ക് തരും. പിടുത്തം വിട്ടുകൊണ്ട കാര്യമില്ല ശരിക്കും. ഞാൻ വീണ്ടും പറയുകയാണ്, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബേസിക്സ് മനസ്സിലാക്കാൻ എളുപ്പമാണ്, അതിൻ്റെ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അത് നമ്മുടെ നേച്ചറിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്കറിയില്ല, അതൊരു ഇൻ്റർപ്രിറ്റേഷൻ്റെ മേഖലയാണ്. പക്ഷേ അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാൻ ആക്ച്വലി എളുപ്പമാണ്. എത്രയോ വീഡിയോസ് ഉണ്ട്, എത്രയോ പുസ്തകങ്ങളുണ്ട് ആ ലെവലിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും സിമ്പിളായിട്ട് പറയാവുന്നത്, ഈ പറയുന്ന ആൾക്കാർക്ക് നമ്മളൊന്നും പഠിക്കാത്തതുകൊണ്ടായിരിക്കും അതിങ്ങനെ പറയുന്ന ആൾക്കാർക്ക് അതിൽ 100% കോൺഫിഡൻസ് ആണല്ലോ അല്ലേ? എന്നാൽ പിന്നെ നമുക്ക് കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ല, ആക്ച്വലി ഞാൻ അല്ല, കുറച്ചും കൂടെ അപ്പുറത്തോട്ടൊരു കാര്യം പറയാം. സാറ് പറഞ്ഞ പോലെ വളരെ ചെറിയ ഒബ്ജക്ട്സ് ചലിക്കുന്നതോ അല്ലെങ്കിൽ അവരെ ബിഹേവ് ചെയ്യുന്നതും എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാം എന്നുള്ളൊരു ടൂളാണ് ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, ഇപ്പം നമ്മളിവിടെ ഇരിക്കണത് ഒരു തരത്തിൽ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ പ്രഡിക്റ്റീവ് പവറിനെ ബിലീവ് ചെയ്തുകൊണ്ടാണ്. ഈ നിൽക്കുന്ന ഈ കോളവും ഈ പില്ലറിൻ്റെയും സ്ട്രെസ്സും സ്ട്രെയിനും കാൽക്കുലേറ്റ് ചെയ്തത് ക്ലാസിക്കൽ മെക്കാനിക്സ് ഉപയോഗിച്ചാണ്. ആ കാൽക്കുലേഷൻ തെറ്റിയാൽ ഇവിടെ താഴും, ഈ ബിൽഡിംഗ് ഇടിഞ്ഞു പോയി. ആ കോൺഫിഡൻസിൻ്റെ പുറത്താണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ സ്ട്രെസ്സും സ്ട്രെയിനും കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയില്ല, എനിക്കും അറിയില്ല. അതൊരു കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷനാണ്. പക്ഷെ അതിൻ്റെ കോൺഫിഡൻസിൻ്റെ പുറത്താണ്, ആ കോൺഫിഡൻസിൻ്റെ അത് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഈ പ്രെഡിക്റ്റ് ചെയ്തത് കറക്റ്റാണെന്നുള്ള കോൺഫിഡൻസിൻ്റെ പുറത്താണ് ഇവിടെ ഇരിക്കുന്നത്. അതേപോലെ നാളെ എന്തെങ്കിലും ഒരു കാരണത്തിൽ ഒരു MRI എടുത്തിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകണമെങ്കിൽ ആ ഡോക്ടർ പറയുന്നത് എന്താ ഡയഗ്നോസിസിൻ്റെ കോൺഫിഡൻസ് ക്വാണ്ടം മെക്കാനിക്സിലാണ്. ആ MRIയുടെ ഇമേജ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കോൺഫിഡൻസ് ഈ ചെയ്യുന്നവർക്കുണ്ട്. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട്സ് കാണിക്കാനുമുണ്ട്. അതിൻ്റെ മച്ച് മോർ മാനിഫെസ്റ്റഡ് ആയിട്ട് ഇപ്പോൾ ഞാൻ ഈ എന്താ പറയുക, ഈ പോക്കറ്റിലുള്ള ഈ സാധനം എടുത്ത് ഓൺ ചെയ്ത് അതിനകത്ത് നിന്ന് ലൈറ്റ് അവിടെ വരെ പോകണമെങ്കിൽ അതിൻ്റെ കോൺഫിഡൻസ് ക്വാണ്ടം മെക്കാനിക്സ് എന്നാണ് വരുന്നത്. ഒരു ലേസർ അടിക്കാൻ മീൻസ് ലേസർ അണ്ടർസ്റ്റാൻഡ് ചെയ്യണത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് എന്നാണ്. അപ്പോൾ ആ ലെവലിൽ ഡെഫിനറ്റ്ലി ഇത് ചെയ്യുന്നവർക്ക് 100% കോൺഫിഡൻസ് ഉണ്ടെന്നുള്ളത് മാത്രമല്ല, അതിൽ നിന്ന് വരുന്ന റിസൾട്ട്സിന് റിയൽ വേൾഡ് റിയാലിറ്റിയും ആപ്ലിക്കേഷനും ഉണ്ടെന്നുള്ള ബിലീഫും ഇതുമുണ്ട്. അല്ലാതെ എന്താ പറയുക, മറ്റ് പല മേഖലയിലും ചെയ്ത പോലെ ഒരു എന്താ പറയുക മാവിലെറിയുന്നതല്ല,
നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. അതിൻ്റെ പുറകിൽ ഒരു എന്താ പറയുക ഓൾ പവർഫുൾ ബീയിങ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ഇമാജിനറി സാധനം ഉണ്ടെന്നോ ഒക്കെ ഉള്ള ഒരു എന്തായാലും ഇല്ല. അല്ലെങ്കിലും കൺസെപ്റ്റും കോൺക്രീറ്റ് ആണ്. അതിൽ ചില ഭാഗങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്കുള്ളൂ. അതല്ലാതെ കൺസെപ്റ്റിന്റെ പ്രശ്നമൊന്നുമില്ല. 100 കൊല്ലം കൊണ്ട് സാർ പറഞ്ഞു അങ്ങനെ ഒരു സാധനങ്ങളൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ നമുക്ക് പിന്നെ എന്തും പറയാം. ഓക്കെ, ഇത് മാത്തമാറ്റിക്സിൽ ഡിവിഷൻ ബൈ 0 ആണ് ആയിട്ടാണ് ഞാൻ എപ്പോഴും കമ്പയർ ചെയ്യാറ്. ഈ മീൻസ് ഫെർമാറ്റ്സിൻ്റെ ലാസ്റ്റ് പ്രൂഫ് തിയറത്തിൻ്റെ 3 ലൈൻ പ്രൂഫ് ഉണ്ടെന്നൊക്കെ പലരും പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സൂക്ഷിച്ച് നോക്കുമ്പോൾ എവിടെയോ എന്തോ ഒരു സാധനം 0 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ അത് അനുവദിച്ചാൽ പിന്നെ എന്തും ചെയ്യാം. അങ്ങനത്തെ പരിപാടികൾ ഇതിനകത്തില്ല. അങ്ങനത്തെ പരിപാടികൾ വേറെ ചില മേഖലകളിലാണ്. അതിൽ നമുക്കിതിനെപ്പറ്റി സംസാരിക്കേണ്ട. ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ചോദ്യം വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാകാം, എനിക്കൊന്ന് ഫൈൻമാൻ ആണ് പറഞ്ഞതെന്ന് തോന്നുന്നു, അല്ലെ നോ വൺ അണ്ടർസ്റ്റാൻഡ്സ് ക്വാണ്ടം മെക്കാനിക്സ്. ഫൈൻമാനാണ് പറഞ്ഞത്. ഇപ്പം നിങ്ങൾ അങ്ങനെ പറഞ്ഞു ക്വാണ്ടം മെക്കാനിക്സ് അറിയാത്തതുകൊണ്ട്. അപ്പോൾ അത് ഇദ്ദേഹം പറഞ്ഞതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. അത് ആൾക്കാർക്ക് മനസ്സിലാകുന്ന കാര്യമല്ല ഫിസിസിസ്റ്റ് മനസ്സിലാക്കുന്നത്. അത് പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിന്റെ തുടക്കത്തിലാണെന്ന് ആലോചിക്കണം. നമ്മളിപ്പോൾ 100 വർഷം മുന്നോട്ട് വന്നപ്പോൾ നമ്മുടെ ആശയങ്ങളൊക്കെ വളരെ കോൺക്രീറ്റ് ആയിട്ടുണ്ട്. അതെ, ചില കാര്യങ്ങളിൽ പ്രശ്നമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സ് മുഴുവനായിട്ട് മനസ്സിലാവുന്ന കുറേ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. എനിക്ക് മുഴുവനായിട്ട് മനസ്സിലാവുന്നുണ്ട്, ഷാജി സാറിന് മുഴുവനായിട്ട് മനസ്സിലാവുന്നുണ്ട് ഞാൻ. അപ്പോൾ പക്ഷേ ഇതിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ക്വാണ്ടം മെക്കാനിക്സിൽ പ്രശ്നം ഇത് മനസ്സിലാക്കുന്ന കുറേ പേരുണ്ട് എന്നുള്ളതല്ല, എല്ലാവരുടെയും മനസ്സിലാക്കലിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ്. അത് ഇൻ്റർപ്രിറ്റേഷൻ്റെ മേഖലയാണ്. അത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ മാത്തമാറ്റിക്സ് യഥാർത്ഥത്തിൽ നേച്ചറിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ള ചോദ്യം, അതിനുത്തരം പലരുടെ കയ്യിലും പല ഉത്തരമാണ്. പക്ഷെ ഇത് കാൽക്കുലേഷൻസ് ചെയ്ത് എങ്ങനെയാണ് ഇതിൽ നിന്ന് റിസൾട്ട് കിട്ടേണ്ടതെന്നുള്ള കാര്യം എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ്. പല കുട്ടികൾക്കും അത് മനസ്സിലാവുന്നുണ്ട്, അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ ക്ലാസിക്കൽ മെക്കാനിക്സ് മനസ്സിലാക്കാൻ എങ്ങനെയാണ് ഒരു കോഴ്സ് എടുക്കേണ്ടത്, അതുപോലെ ഒരു കോഴ്സ് ക്വാണ്ടം മെക്കാനിക്സിലും വേണ്ടി വരും. ഇനി ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബേസിക്സ് മനസ്സിലാക്കാൻ അത്രയധികം മാത്തമാറ്റിക്കൽ ഡീറ്റെയിൽസും ആവശ്യമില്ല. അപ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ഷോൺ കരോളിൻ്റെ ദ ബിഗസ്റ്റ് ഐഡിയാസ് ഇൻ ദ യൂണിവേഴ്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട് യൂട്യൂബിൽ. ഇതിൽ ഇദ്ദേഹം എല്ലാ ഫിസിക്സും എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് ട്രെയിനിങ് വേണം, പക്ഷെ മനസ്സിലാക്കാൻ ആ ട്രെയിനിങ് ആവശ്യമില്ല. കുറച്ച് പേഷ്യൻസും കറക്റ്റായിട്ടുള്ള സോഴ്സസും മതി എന്നുള്ളതാണ്. പ്രൊഫസർ അനിൽ ഷാജിയോടാണ്. ഇതൊരു ലൈറ്റർ വെയിനുള്ളൊരു ചോദ്യമാണ്. ഇതിപ്പോൾ കുറച്ച് ജനാൽഫയ്ക്കും ജെൻസിക്കും ഒക്കെ കുറച്ച് കൂടുതൽ മനസ്സിൽ പഠിപ്പിക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഷ്രോഡിഞ്ചറുടെ ലൈഫിൽ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. പല ജോലിയും ഇത് പെർമനൻറ്റ് പ്രൊഫസർഷിപ്പ് കിട്ടാതൊക്കെ ഉണ്ടായിരുന്ന വിവാഹിതനായി അതിനുശേഷം ഒരു അസൈലത്തിൽ TB അസൈലത്തിൽ കുറച്ചു കാലം കഴിയേണ്ടി വന്നു. അവിടെ വെച്ച് ഈ ഡോക്ടറുടെ മകളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരും അതുപോലെ ഒരു അഫെയറിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും, ഈ പെൺകുട്ടിക്കും ഷ്രോഡിങ്ങർക്കും ഈസ്റ്റേൺ മിസ്റ്റിസിസത്തിൽ, അതായത് സെൻ ബുദ്ധിസവും വേദാന്തവും ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത അതിൻ്റെ ഇടയിലാണ് ഈ പേപ്പർ എഴുതിയെന്ന് സൈ കൊണ്ടുവന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊഫസർ അനിൽ പറഞ്ഞ ഈ റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഷ്രോഡിഞ്ചറിൻ്റെ ഈ സംഗതി വെളിച്ചം വന്നതെന്ന്. ഷ്രോഡിങ്ങറിൻ്റെ ഒറിജിനൽ ഉദ്ദേശം വളരെ സിമ്പിളായിരുന്നു. ഷ്രോഡിങ്ങർ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ എന്നാണ് തുടങ്ങുന്നത്. അതായത് ഡിബ്രോഗ്ലി അതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ ചെറിയ പാർട്ടിക്കിൾസിനെ അസോസിയേറ്റ് ചെയ്തൊരു വേവ് ഉണ്ടെന്ന്. അപ്പോൾ ഒരു വേവ് ഉണ്ടെങ്കിൽ വേവിനൊരു ഇക്വേഷൻ വേണം. ആ വേവ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണം, എഴുതി നോക്കണം എന്നുള്ളത് മാത്രമായിരുന്നു ഷ്രോഡിങ്ങറിൻ്റെ മെയിൻ ഉദ്ദേശം. പക്ഷേ ഷ്രോഡിങ്ങറിൻ്റെ ചില റൈറ്റിങ്സിലും ചില സ്റ്റേറ്റ്മെൻറ്റ്സിലും ഈ എന്താ പറയുക മിസ്റ്റിസിസം മറ്റു കാര്യങ്ങൾ വരുന്നതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിലുള്ള ഇൻഹറൻ്റായിട്ടുള്ള അൺസർട്ടനിറ്റി എന്നുള്ള ഐഡിയ മനസ്സിലാക്കാൻ നമ്മൾ പുറം ലോകത്തിൽ നോക്കുന്നതിനേക്കാൾ എളുപ്പം അകത്തോട്ട് തന്നെ നോക്കുന്നതാണെന്നുള്ളൊരു ഒരു ഹിൻഡ് അതിനകത്ത് വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സംശയത്തെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ മനുഷ്യരെല്ലാം ഒരുപാട് സംശയവും അൺസർട്ടനിറ്റി ഉള്ള ബീയിങ്സാണ് പല കാര്യങ്ങളെപ്പറ്റി. ഒന്നിനൊരു തീർച്ചയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനെ പറ്റി ആലോചിക്കണമെങ്കിൽ നമ്മൾ അകത്തോട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ് വെളിയിലത്തോട്ട് നോക്കുക. വെളിയിലുള്ള സാധനങ്ങൾക്കെല്ലാം, നമ്മൾ കാണുന്ന സാധനങ്ങൾക്കെല്ലാം വളരെ ഒരുപാട് സെർട്ടനിറ്റിയാണ്. സാധനം ഇവിടെ ഉണ്ടെങ്കിൽ സാറ് പറഞ്ഞ പേന കയ്യിലുണ്ടെങ്കിൽ പേന പോക്കറ്റിലില്ല. പക്ഷെ നമ്മൾ അകത്തോട്ട് നോക്കുമ്പോൾ അങ്ങനെയല്ല. പലപ്പോഴും അൺസർട്ടനിറ്റി എന്നുള്ള നോഷനുമായിട്ട്
പൊരുത്തപ്പെടാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മെൻ്റലി ഉള്ള അൺസർട്ടനിറ്റിക്ക് ഒരു മാത്തമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ ഇല്ല അൺഫോർച്ചുനേറ്റ്ലി. ഉണ്ടായിരുന്നെങ്കിൽ മനുഷ്യൻ്റെ ബിഹേവിയറും കൂടെ പ്രെഡിക്റ്റ് ചെയ്യായിരുന്നു. പക്ഷേ ക്വാണ്ടം പാർട്ടിക്കിൾസിൻ്റെ അൺസർട്ടനിറ്റിക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു മാത്തമാറ്റിക്കൽ ഇതുണ്ട്. അതെ. വളരെ നന്ദി പ്രൊഫസർ അനിൽ ഷാജി, പ്രൊഫസർ ജിൻ ജോസ് ആൻഡ് പ്രൊഫസർ സെബാസ്റ്റ്യൻ കുട്ടി. നമുക്ക് ഈ സെഷനോട് അവസാനിപ്പിക്കാം.